കുറ്റവാളി ആരാണെന്ന് നിങ്ങൾക്ക് നേരത്തെ കണ്ടെത്താൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക. കാരണം ഭയങ്കര സസ്പെൻസ് തന്ന് ഭയപ്പെടുത്തുന്ന, നല്ല ത്രില്ലടിപ്പിക്കുന്ന, നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ കഥയിലൂടെ കടന്നു പോകുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക. രാത്രിയുടെ യാമങ്ങളിൽ ഒരു കഴുകൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇത്തിരി മാംസത്തിനായി അവൻ ശവശരീരങ്ങൾ തേടി അലഞ്ഞു തിരിഞ്ഞു നടന്നു. നിലാവെളിച്ചത്തിൽ അവനെ കണ്ട് ചിലർ ഭയന്നോടി. എന്നാൽ മറ്റു ചിലരാവട്ടെ അവനെ പിടിച്ചു കെട്ടിയേ തീരൂ എന്ന് ദൃഢനിശ്ചയത്തോടെ അവന് പിന്നാലെ കുതിച്ചു. ഒരു പുതപ്പും തലയിലൂടെ ഇട്ട് നഗരങ്ങളിലൂടെ രാത്രികാലങ്ങളിൽ അവൻ ഇര തേടിയുള്ള സഞ്ചാരത്തിനിറങ്ങി. അവന് പ്രിയം ശവശരീരങ്ങളോടായിരുന്നു. അവൻ്റെ ഇഷ്ടവിഹാര കേന്ദ്രം ശവപ്പറമ്പുകളായിരുന്നു. പെട്ടെന്ന് അവൻ അടുത്തേക്ക് പാഞ്ഞു വന്നു. അവൻ്റെ മുഖം കാണുന്നതിന് മുന്നേ തന്നെ അവനെൻ്റെ തല ഒത്തി തിന്നാൻ തുടങ്ങി. പെട്ടെന്ന് ജേക്കബ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. ജേക്കബ് ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. ഓ എൻ്റെ കർത്താവേ, ഇപ്പോൾ വന്ന് ഉറക്കത്തിലും മനസമാധാനം കിട്ടാതെയായോ? ഈ കഴിവേറിയുടെ മോൻ്റെ എന്തെങ്കിലും ഒരു വിവരം തന്നേക്കണേ, ഇല്ലിൽ ശരിക്കും അവനെൻ്റെ തല കുത്തി തിന്നും. കർത്താവിനോട് കിടക്കയിൽ വെച്ച് തന്നെ പ്രാർത്ഥന കഴിച്ചു. അമ്മച്ചി ഇത്തിരി ചായങ്ങു തന്നേ, അത് പറഞ്ഞവൻ ഉമ്മറത്ത് ചെന്നിരുന്നു. ആകെ പ്രശ്നമാണ്. ഒരു മാസമായി 29 വയസ്സുള്ള ജേക്കബ് എറണാകുളം സിറ്റിയിൽ ക്രൈംബ്രാഞ്ച് CI ആയി ചാർജ് എടുത്തിട്ട് ഇതുവരെയും ഒരു നല്ല കേസ് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇടുത്തി പോലെ ഒരു വള്ളിക്കെട്ട് കേസ് വന്നു കുടുങ്ങിയത്. ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത്, പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടോ. മേലുദ്യോഗസ്ഥന്റെ ശകാരം കേട്ട് ജേക്കബിന് വല്ലാതെ ദേഷ്യം വന്നെങ്കിലും അതവൻ പ്രകടിപ്പിച്ചില്ല. മേലുദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കാൻ ഇത് സിനിമയല്ല എന്ന ബോധ്യവും ഉണ്ടായിരുന്നു. ഈ മോന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ ഈ കഴുകനെ എവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരാനാണ്? എല്ലാം കേട്ട് പുറത്തേക്കിറങ്ങിയ ജേക്കബ് മനസ്സിൽ തെറി വിളിച്ചു. ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ വരാന്തയിൽ നിന്നും എല്ലാം ആദ്യം തൊട്ടൊന്ന് ആലോചിച്ചു. കഴിഞ്ഞൊരു മാസമായി ഈ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത അന്നു മുതൽ എന്താണ് തനിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. മികച്ച റെക്കോർഡുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ജേക്കബിന് CI ആയി പ്രമോഷൻ കിട്ടിയത്. അതും അവന് താല്പര്യമുള്ള ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ. അവൻ CI ആയി ചാർജ് എടുത്തപ്പോൾ ആദ്യം കിട്ടിയ കേസാണിത്. ആദ്യമൊക്കെ നിസ്സാര കേസായിരുന്നു, ഒരു ശവഭോഗിയുടെ കേസ്. കയ്യിലുള്ള സിഗരറ്റ് വലിച്ചെറിഞ്ഞ് ജേക്കബ് നേരെ തൻ്റെ ക്യാബിൻ്റെ അകത്തേക്ക് കയറി. വീണ്ടും കേസ് ഫയലെടുത്ത് ആദ്യം മുതൽ പരിശോധിക്കാൻ തുടങ്ങി. കൃത്യം 6 ആഴ്ച മുമ്പാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. ഒരു ഗാർഹിക പീഡനത്തിൽ മരണപ്പെട്ട വീട്ടമ്മയുടെ ശവശരീരം തോണ്ടിയെടുത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി കല്ലറ പൊളിച്ചപ്പോഴാണ് ഇതിനു മുന്നേ ആരോ കല്ലറ പൊളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ അത് ആ കേസുമായി ബന്ധപ്പെട്ടല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണമൊന്നും ഉണ്ടായില്ല. പിന്നീട് ആ ശവശരീരത്തിൻ്റെ റീപോസ്റ്റ്മോർട്ടത്തിൽ മരണപ്പെട്ടതിന് ശേഷവും ആ സ്ത്രീയുമായി ആരോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ സ്ത്രീയുടെ ഭർത്താവ് പിന്നീട് ഒരു കേസ് കൊടുക്കുകയും അതിൽ തുടർന്ന് സെമിത്തേരിയിലെ മറ്റ് 2 കല്ലറ കൂടി ഇതുപോലെ ഇളക്കപ്പെട്ടതായി കണ്ടുപിടിക്കുകയും ചെയ്തു. അവയുടെ ബോഡി കൂടി പരിശോധിച്ചപ്പോൾ അവരുടെ മൃതദേഹം മരണശേഷം ലൈംഗികപരമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. അതിലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ അനന്തരവളം പെടും. അതാണ് കേസിനെ ആകെ തകിടം മറിച്ചത്. അതോടുകൂടി മുകളിൽ നിന്ന് വലിയ പ്രഷറാണ് ഉണ്ടായത്. അതേ തുടർന്ന് സിറ്റിയിൽ എവിടെയെങ്കിലും മറ്റു സെമിത്തേരികളിൽ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി മറ്റൊരു സ്ഥലത്തുകൂടി ഇതുപോലെ മറ്റ് 2 കല്ലറകൾ കൂടെ കണ്ടെത്തി. അതിൽ നിന്നും ഈ സിറ്റിയിൽ പല സെമിത്തേരികളിലായി രാത്രി സഞ്ചാരം നടത്തി അന്നേ ദിവസം മരണമടഞ്ഞ സ്ത്രീകളുടെ കല്ലറ കുത്തി തുറന്ന് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കുറ്റവാളി ഉണ്ടെന്ന നിഗമനത്തിലെത്തുകയുണ്ടായി. എന്നാൽ ഇയാൾ വന്നു പോകുന്നതിന് യാതൊരു തെളിവുകളുമില്ല. അതേ തുടർന്ന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയുണ്ടായി. അവിടെയും നിരാശയായിരുന്ന ഫലം. ഇപ്പോൾ സംശയത്തിലുള്ളത് ഒരു സെമിത്തേരിയുടെ അടുത്ത് താമസിക്കുന്ന കുടുംബത്തിനെയാണ്. ഇയാളുടെ വീടിനടുത്തുള്ള സെമിത്തേരിയിലാണ് കുത്തി തുറന്ന 3 കല്ലറയും ഉള്ളത്. കുടുംബം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഒരു കിളവനും അയാളുടെ ഭാര്യയും മാത്രമേ ഉള്ളൂ. വർഷങ്ങളായി ആ പള്ളി സെമിത്തേരിയുടെ കാവൽക്കാരനും കുഴിവെട്ടുകാരനുമായിരുന്നു അയാൾ. ഒരു ആക്സിഡന്റിൽ ആകെ ഉണ്ടായിരുന്ന മകൻ മരിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ വന്നെത്തി നിൽക്കുന്ന കേസ്. ഇങ്ങനെ വന്നു പോകുന്ന ആ കഴുകനെ ആരും കാണുന്നില്ല, ഒരു വീഡിയോയിലും കിട്ടുന്നില്ല. അതിനുശേഷവും സെമിത്തേരിയിൽ CCTV സ്ഥാപിച്ചു. ഡ്യൂട്ടിക്ക് പോലീസുകാരെയും നിർത്തി. അതുകൊണ്ടാണോ എന്തോ ഒരാഴ്ചയായി അവൻ്റെ യാതൊരു അനക്കവുമില്ല. അവൻ രക്ഷപ്പെട്ടതാണോ എന്ന ചോദ്യവും അതിൻ്റെ ഒരു പ്രഷറും വേറെ. പക്ഷെ കൃത്യമായ ഇടവേളകളിൽ അവന് വേണ്ട ദിവസവും, അതായത് കൃത്യമായി പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച സിറ്റിയിലെ 3 സെമിത്തേരികളിൽ ഏതെങ്കിലും ഒന്നിൽ വന്ന് അന്നേ ദിവസം മരിച്ച ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കല്ലറ തുറന്ന് അവൻ മതിയാകും വരെ ഭോഗിച്ചു മടങ്ങും. ഇതായിരുന്നു അവൻ്റെ ഇതുവരെയുള്ള പതിവ്. ഇതിൻ പ്രകാരം അവൻ്റെ ചെയ്തികളിൽ നിന്നും കണ്ടെത്തിയ അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഇതിൽ മാറ്റം വന്നതുകൊണ്ടാണോ എന്തോ, അങ്ങനെ വരാൻ വഴിയില്ല. അവൻ്റെ സ്വഭാവം അങ്ങനെ മാറുന്ന ഒന്നായി തോന്നുന്നില്ല. എല്ലാ ആഴ്ചയും അവനിതൊരു ലഹരിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളാരും അറിയാതെ അവൻ മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഒരു മൃതദേഹത്തെ ഭോഗിച്ചിട്ടുണ്ടാവണം. പക്ഷേ എവിടെ, എങ്ങനെ, ആരാണവൻ? അവൻ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? കഴിഞ്ഞൊരു മാസം മുമ്പ് മാത്രം അവനിത് തുടങ്ങാൻ കാരണം തുടർ പരിശോധനകളിൽ ഈ 5 കല്ലറകൾ മാത്രമേ ഇപ്രകാരം അവൻ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പോൾ അവനൊരു സൈക്കോ ആവാൻ സാധ്യതയില്ല. പിന്നെ
പിന്നെ അവൻ ഇതൊക്കെ എന്തിനു ചെയ്യുന്നു? ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും ഈ സിറ്റിയിലും മറ്റൊരു സിറ്റിയിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അവൻ എവിടെ നിന്ന് വന്നു? തുടർച്ചയായ 5 വെള്ളിയാഴ്ചകളിലും അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം അത് സംഭവിച്ചതായി ഈ സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി അവൻ ഈ സിറ്റി വിട്ടു പോയിരിക്കുമോ? കഴിഞ്ഞ ഒരാഴ്ചയായി അവൻ എങ്ങോട്ട് പോയി? ഇനി ഈ മരിച്ച സ്ത്രീകളുമായി അവൻ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ? പക്ഷെ മരിച്ച സ്ത്രീകൾ തമ്മിൽ ഒരു ബന്ധവും ഉള്ളതായും കണ്ടെത്തിയിട്ടില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, ജേക്കബ് അലറി. വീണ്ടും വീണ്ടും ഫയൽ പരിശോധിച്ച ശേഷം ജേക്കബ് തന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അത് കാണുന്ന ആർക്കും അവനൊരു ഭ്രാന്തനാണെന്ന് തോന്നും. ഒന്നും മനസ്സിലാകാതെ ജേക്കബ് തന്റെ കൈകൊണ്ട് തല മുഴുവനായി ശക്തിയിൽ തഴുകി. ജേക്കബ് മുഖം കൈപ്പത്തി കൊണ്ട് മറച്ച് കൈമുട്ടുകൾ മുന്നിലിരുന്ന മേശയുടെ മുകളിൽ കുത്തി ആകെ തല പുകഞ്ഞിരുന്നു. അപ്പോഴായിരുന്നു SI ഗിരീഷ് ഓടി വന്നത്. സാർ! ഗിരീഷിന്റെ വിളി കേട്ട് ജേക്കബ് ഞെട്ടി. എന്താടോ? സാർ, പുതിയൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെല്ലൊന്ന് കിതച്ചും ധൃതിയിൽ തന്നെ അയാളത് പറഞ്ഞൊപ്പിച്ചു. വാട്ട് ഓഫ്? നമ്മൾ ഇത്രയും സെക്യൂരിറ്റി കൊടുത്തിട്ടും എങ്ങനെയാണോ? വാക്കുകൾ പാതി മുറിഞ്ഞു. ജേക്കബിന് തന്നോട് തന്നെ ദേഷ്യം തോന്നി. ഈ കേസിന്റെ ചുമതല കിട്ടിയിട്ട് ഇപ്പോൾ 2 ആഴ്ച കാലമേ ആകുന്നുള്ളൂ. സത്യത്തിൽ ജേക്കബ് കേസ് ഏറ്റെടുത്തിട്ട് ഇത് ആദ്യത്തെ സംഭവമാണ്. ഏത് സെമിത്തേരിയിൽ എത്തവണ അവൻ കയറി നിരങ്ങിയത്? സിറ്റിയിൽ നിന്നും കുറച്ച് മാറിയാണ്. നമ്മുടെ സ്റ്റേഷൻ പരിധിയല്ല സാർ. നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണം. ഇല്ലെങ്കിൽ എന്താണോ, ശവം എണീറ്റ് ഓടുവോ? അതല്ല സാർ, ഇത്തവണ ഒരു പ്രശ്നം കൂടിയുണ്ട്. കേസ് കുറച്ച് സീരിയസ് ആണ്. എന്താണോ? ഞെട്ടലോടെ ജേക്കബ് ചോദിച്ചു. പിന്നെ ജീപ്പുകൾ തൊട്ടടുത്ത സ്റ്റേഷൻ പരിധിയിലെ ഒരു സെമിത്തേരിയിലേക്ക് പറന്നു. ഗിരീഷിന്റെ വാക്കുകൾ ഒരു ഉൽക്ക പോലെയാണ് ജേക്കബിന്റെ കാതുകളിൽ പതിച്ചത്. അത് കേട്ടതും ആകെ ഒരു പെരുപ്പായിരുന്നു. സമയം ഉച്ച കഴിഞ്ഞു കാണും. മറ്റു വാഹനങ്ങളെ പിന്നിലാക്കി പോലീസ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു. ജീപ്പിന്റെ മുൻസീറ്റിൽ ഇരിപ്പുറയ്ക്കാതെ ജേക്കബ് ഇരുന്നു. അപ്പോഴും ജേക്കബിന്റെ മനസ്സിൽ ഗിരീഷിന്റെ വാക്കുകൾ കിടന്നുലയുകയായിരുന്നു. ആ കല്ലറയിൽ 2 ശരീരങ്ങളുണ്ട് സാർ. ആ കല്ലറയിൽ 2 ശരീരങ്ങളുണ്ട് സാർ. കല്ലറയിൽ 2 ശരീരങ്ങൾ? 2 ശരീരങ്ങൾ? അതെങ്ങനെ? അപ്പോൾ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയെന്നാണോ? കല്ലറയുടെ ശരീരത്തിന് പുറമെ മറ്റൊരു ശരീരം, അതെവിടുന്ന് വന്നു? ഓ മൈ ഗോഡ്! കല്ലറയിലേക്ക് നോക്കിയതും ജേക്കബ് നടുങ്ങി. പെട്ടെന്നൊന്നും മായാത്ത വിധം ആ കാഴ്ച അയാളുടെ മനസ്സിൽ പതിഞ്ഞു. വിചാരിച്ച പോലെയല്ല. ഒരു ശരീരമേ അവൻ ഭോഗിച്ചിട്ടുള്ളൂ. പക്ഷേ പ്രശ്നം ഗുരുതരമാണ്. കഴുകൻ ഭോഗിച്ച ശരീരം ഈ കല്ലറയിലല്ല അടക്കം ചെയ്തത്. ജേക്കബ് സ്വയം പറഞ്ഞു. താൻ പോലും അറിയാതെ കേസ് തന്റെ കയ്യിൽ നിന്നും പിടിവിട്ടു പോകുന്നതായി അവന് തോന്നി. കല്ലറയിൽ അവൻ കണ്ട കാഴ്ച ഒരേ സമയം അവന്റെ അനാവശ്യ ചിന്തകൾ മായ്ച്ചു കളയുകയും കുഴപ്പം പിടിച്ച മറ്റൊരു സംശയലോകത്തേക്കുള്ള വാതിൽ അവന് മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്തു. ജേക്കബിന്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ആ കല്ലറയുടെ ഇരുളിൽ ഒളിപ്പിച്ചു വെച്ചായിരുന്നു കഴുകൻ പകൽ വെളിച്ചത്തിൽ മറഞ്ഞത്. കല്ലറയിലേക്ക് നോക്കി നിന്നിരുന്ന ജേക്കബ് തലയുയർത്തി കല്ലറയ്ക്ക് മുകളിലായി എഴുതി വച്ചിരുന്നത് ശ്രദ്ധിച്ചു. ത്രേസ്യാമ്മ പൗലോസ്, 77 വയസ്സ്, ജനനം 1943, മരണം 2020. കല്ലറയിലെ എഴുത്തു കണ്ടപ്പോൾ ജേക്കബിന്റെ മനസ്സിൽ സംശയങ്ങൾ തലപൊക്കി. പള്ളിയിൽ നിന്നും കിട്ടിയ പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ത്രേസ്യാമ്മയുടെ അടക്കം വെള്ളിയാഴ്ച വൈകുന്നേരം കഴിഞ്ഞതേയുള്ളൂ. എന്നിട്ടും അവൻ ആ ശരീരത്തിലൊന്നും തൊടുക പോലും ചെയ്തിട്ടില്ല. അവന് പഴക്കമില്ലാത്ത ശരീരമാണ് വേണ്ടത്. വെള്ളിയാഴ്ച അടക്കം ചെയ്ത ശവശരീരം മാത്രമേ അവൻ ഭോഗിക്കൂ. എന്നിട്ടും അവൻ ത്രേസ്യാമ്മയുടെ ശരീരം ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള കഴുകന്റെ പ്രവൃത്തിയിൽ നിന്നും അവന് 18 മുതൽ 35 വരെയുള്ള സ്ത്രീകളുടെ ശവശരീരത്തോടാണ് താല്പര്യമെന്ന് ജേക്കബ് കണക്കുകൂട്ടി. പക്ഷെ 70-ന് മുകളിൽ പ്രായമുള്ള സ്ത്രീയുടെ കല്ലറയിൽ എങ്ങനെ ഒരു ചെറുപ്പക്കാരിയുടെ ശരീരം വന്നു? ജേക്കബ് ഒരു ദീർഘശ്വാസം വിട്ടു. അധികം ആലോചിക്കാതെ തന്നെ ജേക്കബ് ഒരു നിഗമനത്തിലെത്തി. വെള്ളിയാഴ്ച അടക്കം കഴിഞ്ഞ ത്രേസ്യാമ്മയുടെ കല്ലറ മറ്റൊരു ശരീരം ഭോഗിക്കുന്നതിനായി ആ കഴുകൻ ഉപയോഗിച്ചിട്ടുണ്ടാവാം. പക്ഷേ പ്രശ്നം അതല്ല. ഈ പെൺകുട്ടി ഏതാണ്? എവിടെയുള്ളതാണ്? പെൺകുട്ടിയുടെ ശവശരീരം ത്രേസ്യാമ്മയുടെ കല്ലറയിൽ കൊണ്ടുവന്നിട്ടത് അവൻ തന്നെയാണോ? ഈ ചോദ്യങ്ങൾ ജേക്കബിന്റെ ഉള്ളിൽ പ്രതിധ്വനിച്ചു. അതിനുള്ള മറുപടി എന്നോണം അവൻ കല്ലറയിൽ കിടന്ന പെൺകുട്ടിയെ ഒന്ന് നോക്കി. കഴുകൻ കുത്തി തുറന്ന എല്ലാ കല്ലറയും പോലെ തന്നെ ഭോഗിച്ച ശരീരത്തിൽ ഒരു വസ്ത്രവും അവശേഷിപ്പിക്കാതെയാണ് അവൻ പോയത്. കല്ലറയുടെ പുറത്ത് ഒരു ഭാഗത്തായി ശവശരീരത്തിലെ വസ്ത്രം മുഴുവനും കൂട്ടിയിട്ട് കത്തിച്ചതെന്ന് കരുതുന്ന കുറച്ച് ചാരവും കാണാനുണ്ട്. അതിനു മുമ്പ് അവൻ കയറിയിറങ്ങിയ മറ്റു കല്ലറയുടെ പരിസരത്തും കണ്ടിരുന്നു. ആയതിനാൽ തന്നെ അത് അവൻ്റെ ഒരു കയ്യൊപ്പായോ സ്ഥിരം പ്രവൃത്തിയായോ പരിഗണിക്കാമെന്ന് കണക്കാക്കിയിരുന്നു. അതും അവൻ തെറ്റിച്ചിട്ടില്ല. ശരീരത്തിൽ പല്ലുകൊണ്ടും നഖങ്ങൾ കൊണ്ടുമുണ്ടായ പാടുകളും ഉണ്ടായിരുന്നു. അവയെല്ലാം കഴുകൻ ഭോഗിച്ച ശവശരീരങ്ങൾ സാധാരണ കാണാറുള്ളവയായിരുന്നു. എന്നാൽ പതിവില്ലാത്തൊരു കാര്യം കൂടിയുണ്ടായിരുന്നു. കല്ലറയിൽ കിടക്കുന്ന പെൺകുട്ടികളുടെ ചുണ്ടുകൾ കടിച്ചു പൊട്ടിച്ചിട്ടുള്ളതായി കാണപ്പെട്ടു. ചിലപ്പോൾ അന്നേ ദിവസം അവന് കാമാർത്തി കൂടുതലായിരുന്നിരിക്കാം. ഇതുവരെ അവൻ ഭോഗിച്ചതായി കണ്ടെത്തിയ ശവശരീരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ശവശരീരം ഈ പെൺകുട്ടിയുടേതാണ്. ബോഡി കണ്ടിട്ട് വെള്ളിയാഴ്ച തന്നെയാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഒരുപക്ഷെ അടക്കം കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ഈ ശരീരം മോഷ്ടിച്ചിരിക്കാം. പക്ഷെ എന്തുകൊണ്ട് അവൻ ഈ ശരീരം ഇങ്ങോട്ട് കൊണ്ടുവന്നു? അപ്പോൾ ഈ പെൺകുട്ടിയുടെ കല്ലറ എവിടെയായിരിക്കും? അവിടെ നിന്നും ശവശരീരം ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാകും? ജേക്കബിന്റെ ശൈലിയിൽ സ്വയം ചോദ്യങ്ങൾ ചോദിച്ച് തല പുകച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പതിവിൽ വിപരീതമായ മറ്റൊന്നുകൂടി ജേക്കബിന്റെ കണ്ണിൽപ്പെട്ടത്. ഇത്തവണ കഴുകൻ കൊത്തിവലിച്ച ശവശരീരത്തിൽ
കഴുത്തിൽ കയർ മുറുകിയതിൻ്റെ പാടുകൾ കാണപ്പെട്ടു. അപ്പോൾ ഇതൊരു സാറേ, ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലൊന്നുമല്ലല്ലോ. ഗിരീഷിൻ്റെ വാക്കുകളായിരുന്നു ജേക്കബിനെ കല്ലറയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. കാണാൻ സുഖമുള്ള കാഴ്ചയല്ലാഞ്ഞിട്ടും ജേക്കബ് കല്ലറയിലേക്ക് തന്നെ നോക്കി നിന്നു. കഴുകൻ ബാക്കി വെച്ച തെളിവുകളിൽ നിന്നും തൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം തേടി കല്ലറയുടെ ആഴങ്ങളിലേക്ക് ഊളിയിടാൻ തയ്യാറായി നിന്ന ജേക്കബ് അല്പം സമയമെടുത്താണ് തൻ്റെ കണ്ണുകൾ കല്ലറയിൽ നിന്നും പുറത്തെടുത്തത്. സാർ, സ്ഥലം എസ് ഐ ആയിരുന്നു അത്. വയറ് ചാടിയ നരച്ച മുടിയുള്ള കണ്ടാൽ മധ്യവയസ്കരെന്ന് തോന്നിക്കുന്ന അയാൾ വന്നപാടെ കനത്തിലൊരു സെല്യൂട്ട് അടിച്ചു. ആ എടോ, താനല്ലേ ഈ സ്റ്റേഷനിലെ എസ് ഐ? സാർ, സെമിത്തേരികളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും രാത്രി പെട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്നൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണോ ഇത് സംഭവിച്ചത്? സാറേ, ഇവിടെ ജീവിക്കുന്നവരുടെ കേസുകൾ തീർക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. പിന്നെ രാത്രി ഈ വഴിയൊന്നും ആരും വരാറുമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സ്ഥലത്ത് ഇത് തീരെ പ്രതീക്ഷിച്ചില്ല സാർ. പിന്നെ എവിടെയാണോ പ്രതീക്ഷിച്ചേ? ഒരു വെടിവെച്ച പോലെ ജേക്കബിൻ്റെ ശബ്ദമുയർന്നു. സെമിത്തേരിയുടെ അരികിലുണ്ടായിരുന്ന മരത്തിൽ നിന്നും കിളികൾ പറന്നു. അയാളുടെ ഉത്തരവാദിത്തമില്ലായ്മയും അലസമായ സംസാരവും ജേക്കബിനെ ചൊടിപ്പിച്ചു. പിന്നെ ജേക്കബിൻ്റെ സ്വരം കടത്തു. കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഒരുമാതിരി മറ്റേടത്ത വർത്താനം പറയരുത്. തനിക്കിതിൻ്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവുന്നില്ലേ? പെട്ടെന്ന് ജേക്കബിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഫോൺ അടിച്ചപ്പോൾ എസ് ഐയോട് അവിടെ നിന്നും പോയിക്കൊള്ളാൻ ജേക്കബ് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. കിട്ടിയ തക്കത്തിന് എസ് ഐ ജേക്കബിൻ്റെ അടുത്ത് നിന്നും തൻ്റെ തടിയൂരി. ഫോണിൽ നോക്കിയ ജേക്കബ് ദേഷ്യം കടിച്ചുപിടിച്ച് തൻ്റെ വലതുകാൽ മണ്ണിലൊന്ന് അമർത്തി ചവിട്ടി. ഒരു തലക്കൽ ഈ കഴുകൻ, മറുതലക്കൽ ആ ശവന്തീനി കഴുകൻ. എൻ്റെ കർത്താവേ, എന്നെ നീ കാത്തോളേ. കയ്യിലെ ഫോണും പിടിച്ച് സെമിത്തേരിക്ക് അടുത്തുള്ള പള്ളിയുടെ മുകളിലെ കൂടാരത്തിലേക്ക് നോക്കി ജേക്കബ് പ്രാർത്ഥന എന്ന പോലെ പറഞ്ഞു. ഫോണിൽ മറുതലക്കുള്ള DYSPയുടെ ദേഷ്യം മണ്ണിൽ ചവിട്ടി അരച്ച് കളഞ്ഞിട്ട് അവൻ ഭവ്യതയിൽ ഫോണെടുത്തു. സെമിത്തേരിയിലെ പോലീസ് വാഹനങ്ങൾക്കിടയിൽ നിന്നും ജേക്കബ് അല്പം ഒന്ന് മാറി നിന്നു. സാർ, അതെ സാർ, ഞാനിപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ സാർ. ഓക്കെ സാർ, ഞാൻ വന്ന് കാണാം സാർ. ജേക്കബ് ഫോൺ കട്ടാക്കി പോക്കറ്റിലിട്ടു. ഇയാൾക്കിത് എന്ത് പറ്റി? ജേക്കബിൽ നിന്നും ഒരു ആത്മകഥമുയർന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായി മേലുദ്യോഗസ്ഥൻ സൗമ്യമായി സംസാരിച്ചപ്പോൾ തന്നെ ജേക്കബിന് പാതി ആശ്വാസമായി. ഗിരീഷേ, സാർ, ഫോറൻസിക്കിൻ്റെ പണി കഴിഞ്ഞോ? ഇപ്പോൾ കഴിയും സാർ. എന്നാൽ നീ പോയി ഇൻക്വസ്റ്റ് റെഡിയല്ലേ എന്ന് ചെക്ക് ചെയ്യ്. ഇയാളെ മാത്രം വിശ്വസിച്ചാൽ അവസാനം യാതൊരു തുമ്പും കിട്ടില്ല. സെമിത്തേരിയുടെ ഒരു ഭാഗത്തെ തണലിൽ മൊബൈലിൽ നോക്കി മാറി നിൽക്കുന്ന സ്ഥലം എസ് ഐയെ നോക്കി ജേക്കബ് പറഞ്ഞു. ഓക്കെ സാർ. മാറി നിൽക്കുന്ന എസ് ഐയെ ഒരു പരിഹാസ ചിരിയോടെ നോക്കിക്കൊണ്ട് ജേക്കബിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഗിരീഷ് കല്ലറയുടെ അടുത്തേക്ക് നീങ്ങി. ഗിരീഷ് ആളും മിടുക്കനാണ്. അതൊപ്പം കൂട്ടി അന്ന് തന്നെ മനസ്സിലായതാണ്. കാണാൻ ജിമ്മൻ ശരീരവും അതിനൊത്ത അന്വേഷണ ബുദ്ധിയുമുള്ള ഗിരീഷിന് 25 വയസ്സേ ഉള്ളൂ. ക്രിമിനൽ കേസ് അന്വേഷണത്തിനുള്ള ബുദ്ധി വൈഭവമാണ് പെട്ടെന്ന് തന്നെ അവനെ ക്രൈംബ്രാഞ്ചിൽ എത്തിച്ചത്. എന്തായാലും അവൻ കേസ് അന്വേഷണത്തിൽ വലിയ സഹായം തന്നെയാണ്. മനസ്സിൽ ഗിരീഷിനെ കുറിച്ച് ചിന്തിച്ച് ജേക്കബ് കേസിന്റെ ടെൻഷൻ അല്പം ഒന്ന് കുറച്ചു. പിന്നെ സെമിത്തേരിയുടെ അറ്റത്തുള്ള തണൽ മരത്തിന്റെ ചൂട് ലക്ഷ്യമാക്കി നടന്നു. ആ തണൽ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് നോക്കിയാൽ സെമിത്തേരി മുഴുവനായും കാണാം. വന്നപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ തോന്നിയിരുന്നില്ല. മനസ്സിൽ മുഴുവനും കഴുകനെ കുറിച്ചുള്ള കത്തുന്ന ചോദ്യങ്ങളും ഇരുട്ടിൽ പുകയുന്ന കല്ലറയുമായിരുന്നു. കിട്ടിയ സമയം കൊണ്ട് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജേക്കബ് പള്ളിയും പരിസരവും ആകെ ഒന്ന് നിരീക്ഷിച്ചു. അതൊരു വലിയ സെമിത്തേരിയാണ്. അവിടെ ഒരുപാട് കല്ലറകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അതിനൊത്ത നടുക്കായാണ് ത്രേസ്യാമ്മയുടെ കല്ലറ. മാർബിൾ തറകൾക്കും കോൺക്രീറ്റ് കുരിശുകൾക്കും ഇടയിൽ അങ്ങിങ്ങായി പച്ചപ്പ് തലപൊക്കി നോക്കുന്നുണ്ട്. വശങ്ങളിലായി ചെറുതും വലുതുമായ തണൽ മരങ്ങളുണ്ട്. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് കല്ലറയിൽ മെഴുകുതിരി കത്തിക്കാനെത്തിയ ത്രേസ്യാമ്മയുടെ മക്കൾ തന്നെയാണ് സംഭവം ആദ്യം കണ്ടത്. കുർബാന കഴിഞ്ഞ് വിവരമറിഞ്ഞ ചില വിശ്വാസികൾ വീട്ടിൽ പോകാതെ സെമിത്തേരിക്ക് ചുറ്റും അങ്ങിങ്ങായി കൂട്ടം കൂടി നിൽക്കുന്നുമുണ്ട്. രാത്രിയിലെ അരണ്ട വെളിച്ചത്തിൽ ഈ സെമിത്തേരി ആരെയും ഭയപ്പെടുത്തുമെന്ന് അവന് തോന്നി. സെമിത്തേരിയോട് ചേർന്നായി വലിയൊരു പള്ളിയുമുണ്ട്. സമ്പന്നമായ പ്രാചീന രൂപകൽപ്പനയിൽ ഭീകരമായ പള്ളി. ആ കുന്നിന്മുകളിൽ ആകാശത്തെയും വെല്ലുവിളിച്ചിങ്ങനെ നിൽപ്പാണെന്ന് തോന്നും. ചുറ്റും നോക്കിയാൽ വിശേഷ ദിവസമോ പള്ളി സമയത്തോ അല്ലാതെ അടുത്തെങ്ങും ഒരു മനുഷ്യജീവിയെ കണ്ടെത്താനാകില്ല. അടുത്തുള്ള വീട് 3 കിലോമീറ്റർ അപ്പുറത്താണ്. പള്ളിയിലച്ചനും കപ്പ്യാരുമെല്ലാം കുറച്ചകലെ മഠത്തിനടുത്തുള്ള സഭാ കെട്ടിടത്തിലാണ് താമസം. എല്ലാം കൊണ്ടും ഇതൊരൊറ്റപ്പെട്ട ഇടമാണ്. സിറ്റിയിൽ നിന്നും മാറി കുറച്ച് ഉള്ളോട്ടാണ് പള്ളിയിരിക്കുന്ന കുന്ന്. ഒരു ഹൈറേഞ്ച് പോലെ തന്നെ. പള്ളിയിരിക്കുന്ന കുന്നിന് ചുറ്റും പള്ളിവക റബ്ബർ തോട്ടമാണ്. കാലത്ത് ടാപ്പിങ്ങിന് വരുന്നവർ മാത്രമേ ആ വഴി പോവാറുള്ളൂ. എല്ലാം കൊണ്ടും ആളനക്കമില്ലാത്ത ഇടം. സിറ്റിയിൽ നിന്നുള്ളോട്ട് ആളനക്കമില്ലാത്തൊരു കുന്നിൻ മുകളിൽ ആരിലും ഭയമുളവാക്കുന്ന വലിയൊരു സെമിത്തേരിയും അതിനോട് ചേർന്നായി പ്രാചീന രൂപകൽപ്പനയിൽ വിശുദ്ധിയുടെ അടയാളമായി നിലനിൽക്കുന്ന പഴയ പള്ളി കണ്ടപ്പോൾ ജേക്കബിന് രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ട്രാക്കുളക്കോട്ടയായിട്ടാണ് തോന്നിയത്. അരുതാത്ത ചിന്തകൾ ഉണ്ടായപ്പോൾ തന്നെ ജേക്കബ് കർത്താവിനോട് ഉള്ളാലെ മാപ്പ് പറഞ്ഞു. സാർ, ഗിരീഷിന്റെ വിളി കേട്ട് ജേക്കബ് ചിന്തകളിൽ നിന്നും തിരിഞ്ഞു നോക്കി. ഇത് ഇന്ന് തന്നെ 3ാമത്തെ തവണയാണ് ഗിരീഷ് തന്നെ ചിന്തകളിൽ നിന്നും ഉണർത്തുന്നത്. ജേക്കബ് ഓർത്തു. ആ പറയടാ, വല്ല തുമ്പുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ 2 പ്രധാനപ്പെട്ട കണ്ടെത്തലുകളുണ്ട് സാർ. ഒന്ന്, പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണ് സാർ. അത് കേട്ടതും ജേക്കബ് ഒന്ന് പതറി.
2 ബോഡിയിൽ നിന്ന് നമുക്ക് കുറച്ച് മുടിനാരിഴകൾ കിട്ടിയിട്ടുണ്ട് സാർ. വാട്ട്? യെസ് സാർ, 3 മുടിനാരുകൾ, ഗിരീഷ് തുടർന്നു. ഒരു സാധാരണ കറുത്ത മുടിയും ഒരു നരച്ച മുടിയും പിന്നെ ഒരു ചെമ്പിച്ച നീളമുള്ള മുടിയും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തന്നോട് തന്നെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ജേക്കബിന്റെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറയുകയായിരുന്നു. ടെൻഷൻ കാരണം പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ജേക്കബ് തന്റെ ചുണ്ടുകൾക്കിടയിലേക്ക് തിരികെ വെച്ച് കത്തിച്ചു. എരിയുന്ന സിഗരറ്റിൽ നിന്നും വലിച്ചൂതിവിട്ട പുകച്ചുരുൾ അത്രയും തല പുകച്ച ചോദ്യചിഹ്നങ്ങളായിരുന്നു. അപ്പോൾ ഈ 3 മുടിനാരുകൾ അത് ആ കഴുകൻ്റേത് തന്നെ ആകുമോ? അങ്ങനെയാണെങ്കിൽ ഈ 3 മുടിനാരുകളും വ്യത്യസ്തമായതെങ്ങനെ? ഇനി ഈ കഴുകൻ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പേരുണ്ടാവുമോ? പക്ഷെ ശവശരീരം ഒരാൾ മാത്രമേ ഭോഗിച്ചിട്ടുള്ളൂ എങ്കിൽ പിന്നെ സഹായിയാവുമോ? അങ്ങനെ വരുമോ? ഇതുവരെ അവശേഷിപ്പിക്കാത്ത തെളിവ് അവൻ ഈ 6ാമത്തെ കല്ലറയിൽ ഇട്ടിട്ട് പോവോ? ജേക്കബിന്റെ ചിന്തകൾ കല്ലറ കയറി. പിന്നെ അവൻ ഇടറിയ സ്വരത്തിൽ ഗിരീഷിനോട് ചോദ്യഭാവത്തിൽ പറഞ്ഞു, ഇതുവരെയുള്ള അവന്റെ ചെയ്തികളിൽ നിന്നും മനസ്സിലാക്കിയത് വെച്ച് ശവം കൊത്തി തിന്നുകയല്ലാതെ അവനൊരിക്കലും കൊന്നു തിന്നിട്ടില്ല. ഇനി ഇതൊരു കൊലപാതകമാണെങ്കിൽ അവനെക്കുറിച്ച് പഠിക്കുന്നതിൽ നമുക്ക് എവിടെയോ തെറ്റുപറ്റിയിരിക്കുന്നു, അല്ലേ ഗിരീഷ്? സംശയങ്ങൾ മിന്നിമറയുന്ന മുഖത്തോട് ജേക്കബിനെ നോക്കി നിൽക്കുകയല്ലാതെ ഗിരീഷ് ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അവർക്കിടയിൽ നിശബ്ദത കടന്നു വന്നിരുന്നു. സെമിത്തേരിയുടെ അറ്റത്തെ തണൽമരത്തിന് താഴെ ഇളം കാറ്റും കൊണ്ട് ഒരെത്തും പിടിയുമില്ലാതെ അവർ നിന്നു. പക്ഷെ ഇതുവരെയുള്ള 5 കല്ലറകൾക്കുമില്ലാത്ത നിഗൂഢതകൾ ഈ കല്ലറയ്ക്കുള്ളിലുണ്ടെന്ന് ജേക്കബിന് തോന്നി. അപ്പോഴേക്കും അവന്റെ തല പുകയാൻ തുടങ്ങിയിരുന്നു. ഇനി ഇതൊരു കൊലപാതകമാണോ? ആണെങ്കിൽ കേസ് വിചാരിച്ചിടത്തൊന്നും നിൽക്കില്ല. ഇനിയെങ്ങാനും അവന് പറ്റിയ ശവം കിട്ടാഞ്ഞപ്പോൾ അവനൊരു പെൺകുട്ടിയെ കൊന്ന് ആ ശവത്തെ ഭോഗിച്ചിരിക്കുമോ? അവന്റെ ചിന്തകൾ ഇരുട്ടിൽ തപ്പി. ചിന്തിക്കും തോറും അവന്റെ ഉള്ളിലെ സംശയങ്ങളും ഭയവും ഉടലെടുത്തുകൊണ്ടിരുന്നു. അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം എന്തോ മനസ്സിലുറപ്പിച്ചിട്ടെന്ന പോലെ മരച്ചുവട്ടിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി സിഗരറ്റിന്റെ പുക നീട്ടി ഊതിക്കൊണ്ട് അവൻ ആരോടുന്നില്ലാതെ പറഞ്ഞു, കല്ലറയിലെ കൊലപാതകവും 3 മുടിനാരുകളും പിന്നെ മേഘങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയ കഴുകനും. അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും തലച്ചോറിൽ നിന്നും തൊടുത്തുവിട്ട ചോദ്യശരങ്ങൾ തറച്ച് ജേക്കബിന്റെ മനസ്സ് തളർന്നിരുന്നു. സാർ, കാലത്ത് റബ്ബർ ടാപ്പിങ്ങിന് വരുന്ന പണിക്കാർ വന്നിട്ടുണ്ട്. അവരെങ്ങ് വിട്ടേക്ക്. എന്നിട്ടാ നീ ആ ഫോറൻസിക്കിനോട് വേഗം പോയി പണി തീർക്കാൻ പറ. ഓക്കെ സാർ. ഗിരീഷ് ത്രേസ്യാമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. കുറച്ചു സമയം കൊണ്ട് തന്നെ ടാപ്പിംഗ് തൊഴിലാളികളും മൊഴി രേഖപ്പെടുത്താൻ ഫയലുമായൊരു പോലീസുകാരനും തണൽ മരച്ചോട്ടിൽ നിൽക്കുന്ന ജേക്കബിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. ജേക്കബ് വന്നപ്പോൾ തന്നെ അവരെ അടിമുടിയൊന്ന് നോക്കി. മോശമല്ലാത്ത ആരോഗ്യമുണ്ട്. കറ പിടിച്ച ബനിയനും കൈലിയും ഉടുത്ത് 2 പേർ ജേക്കബിന് പിന്നിൽ നിൽക്കുന്നു. അതിലൊരാൾ 50-ലേറെ പ്രായം തോന്നിക്കും. തല കുറച്ച് നരച്ചിട്ടുണ്ട്. മറ്റേയാൾ ചെറുപ്പമാണ്. ഈ പുള്ളിയുടെ ചുറ്റുവട്ടത്തിൽ ഏറ്റവും അടുത്തുള്ള വീട് ഇയാളുടേതാണെന്നാണ് കിട്ടിയ വിവരം. ജേക്കബ് കയ്യിലിരുന്ന സിഗരറ്റ് കുറ്റി നിലത്തിട്ട് ചവിട്ടി അരച്ചു. എന്താ നിങ്ങളുടെ പേര്? പ്രായം തോന്നിക്കുന്ന ആളോട് ജേക്കബ് ചോദിച്ചു. ഞാൻ ബെന്നി, ഇതെന്റെ മോന ബിനോയ്. ചോദ്യം ചെയ്യൽ തുടങ്ങിയതും കോൺസ്റ്റബിൾ ഫയലിൽ എല്ലാം രേഖപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ അച്ഛനും മോനും ഒറ്റയ്ക്കാണോ ഈ തോട്ടം മുഴുവനും നോക്കുന്നത്? അല്ല സാറേ, കുറച്ച് ബംഗാളികൾ കൂടിയുണ്ട്. അവർ നാട്ടിലേക്ക് പോയതാ. ഇനി കുറച്ച് നാൾ കഴിഞ്ഞേ വരൂ. അപ്പോൾ ശനിയാഴ്ച രാവിലെയും നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നോ? അതെ സാറേ. ശനിയാഴ്ച രാവിലെ ഈ സെമിത്തേരിയിലോ പള്ളി പരിസരത്തോ ആരെയെങ്കിലും സംശയിക്കത്തക്ക വിധത്തിലോ അല്ലെങ്കിൽ അസമയത്തോ മറ്റോ കണ്ടോ? ഇല്ല സാറേ, അങ്ങനെ ആരെയും കണ്ടില്ല. ആരും അങ്ങനെ ഈ വഴി വരാറില്ല. അതിനും മറുപടി പറഞ്ഞത് ആ പ്രായമുള്ള ആളായിരുന്നു. അല്ല അപ്പച്ച, അന്ന് കാലത്തല്ലേ നമ്മൾ ആ വക്കച്ചനെ കണ്ടത്? മകൻ ബിനോയ് എന്തോ ഓർത്തെടുത്ത പോലെ അപ്പച്ചനോട് പറഞ്ഞു. നേരാ സാറേ, അന്ന് ആ ഭ്രാന്തൻ വക്കച്ചനെ കണ്ടായിരുന്നു കേട്ടോ. എടോ ബിനോയ്, ഇത് ഇത്രയും ഓർത്തിരിക്കാൻ കാരണം? സാറേ, അയാൾ കാലത്ത് കുന്നിറങ്ങി വന്നു പെട്ടത് എൻ്റെ മുന്നിലാ. വെളിച്ചം വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇരുട്ടിൽ അയാളെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി. മുടിയൊക്കെ നീട്ടി വളർത്തി നീണ്ട താടിയുമായി മുഷിഞ്ഞ ഒരു ഷർട്ടും പാൻറ്റും ഇട്ട് വരുന്ന അയാളെ പകൽ വെളിച്ചത്തിൽ കണ്ടാൽ തന്നെ പേടിയാകും. പിന്നെ അപ്പോഴത്തെ കാര്യം പറയണോ? എൻ്റെ നിലവിളി കേട്ടാണ് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന അപ്പച്ചൻ ഓടി വന്നത്. അപ്പോൾ അയാളെ നിങ്ങൾ വ്യക്തമായി കണ്ടോ? കണ്ടു സാറേ. ആദ്യം കണ്ടപ്പോൾ പേടിച്ചത് ശരിയാ. പക്ഷെ പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഭ്രാന്തൻ വക്കച്ചനാണെന്ന്. ആ വട്ടനെന്താ അവിടെ? ജേക്കബിന്റെ സംശയങ്ങൾ ചോദ്യങ്ങളായി പുറത്തു വന്നു. അതവൻ സെമിത്തേരിയിൽ നിന്നും പോകുന്ന സമയമാണ് സാറേ. അതെന്തിനാ അവൻ രാത്രി നേരത്തെ സെമിത്തേരിയിൽ വരുന്നത്? അതിനെക്കുറിച്ച് കേട്ടറിവേ ഉള്ളൂ സാറേ. അയാളിടയ്ക്ക് ഭാര്യയുടെ കല്ലറയുടെ അടുത്ത് വന്ന് കിടക്കുന്നൊരു സ്വഭാവമുണ്ടെന്നാ. അത് പറഞ്ഞപ്പോൾ ജേക്കബ് ബെന്നിച്ചേട്ടനെ ഒന്ന് നോക്കി. നോട്ടത്തിൽ പേടിച്ച ബെന്നി പരിങ്ങിക്കൊണ്ട് പറഞ്ഞു, അല്ല ഇടവകക്കാരൊക്കെ അങ്ങനെയാ പറയുന്നത്. ജേക്കബ് ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് ബെന്നിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അല്പം മാറി നിന്നു. ഇങ്ങനെ പറഞ്ഞാൽ പോരെ? ആ വട്ടനെക്കുറിച്ച് ബെന്നിച്ചേട്ടനെ അറിയാവുന്നതൊക്കെ വ്യക്തമായി പറയണം. ജേക്കബ് അല്പം പോലീസ് മുറയിൽ തന്നെ ചോദിച്ചു. അത് കേട്ടതും ഒന്ന് പരിങ്ങിയ ബെന്നിച്ചേട്ടൻ ഭ്രാന്തൻ വക്കച്ചനെ കുറിച്ച് പറയാൻ തുടങ്ങി. വക്കച്ചൻ എന്നാ സാറേ അവൻ്റെ പേര്. പള്ളിവക അനാഥാലയത്തിലായിരുന്നു അവൻ വളർന്നത്. അനാഥാലയത്തിലെ തന്നെ ഒരു പെങ്കൊച്ചിനെ പ്രേമിച്ചു കെട്ടി. ഇവിടെ അടുത്ത് പള്ളിവക കെട്ടിടത്തിൽ തന്നെയായിരുന്നു അവൻ്റെ താമസം. ഈ പള്ളിവക തോട്ടത്തിൻ്റെയും മറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അവനായിരുന്നു. അവനും ആ പെങ്കൊച്ചും ഈ പള്ളിവകയ്ക്കും ഇടവകക്കാർക്കും വലിയ സഹായമായിരുന്നു. ആരെക്കൊണ്ടും ഒരു മോശം വാക്ക് പറയിപ്പിക്കാത്തവനായിരുന്നു സാറേ. അവർ 2 പേരും നല്ല ഭക്തിയുള്ളവരായിരുന്നു.
പക്ഷെ അവൻ്റെ കെട്ടിയോക്ക് എന്തോ ഒരു വലിയ ദീനം വന്നു. പിന്നെ അവൻ അതിന് കുറേ കാശ് ചെലവാക്കി നടന്നു. അവസാനം ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥനയും മറ്റുമായും പിന്നെയും കുറേ കൊണ്ടു നടന്നു. പിന്നെ ആരോ അവന് വേണ്ടാത്ത ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. സാത്താൻ സേവ. അത് കുറച്ച് പതിഞ്ഞ സ്വരത്തിലാണ് ബെന്നി പറഞ്ഞത്. ബെന്നി വീണ്ടും തുടർന്നു. സാത്താൻ സേവ നടത്തിയാൽ അവൻ്റെ കെട്ടിയോളുടെ ദീനം മാറുമെന്നായിരുന്നു പിന്നെ അവൻ്റെ ധാരണ. രാത്രികാലങ്ങളിൽ അവൻ ഈ സെമിത്തേരിയിൽ വെച്ചുവരെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് സാറേ. അത് കേട്ടതും ഉള്ളിലൊരു ഭയം തട്ടിയ പോലെ ജേക്കബ് ആ സെമിത്തേരി ആകെ ഒന്ന് നോക്കി. സാറേ, ബെന്നിച്ചേട്ടൻ്റെ വിളി ജേക്കബിൻ്റെ നോട്ടത്തെ തട്ടിത്തെറിപ്പിച്ചു. ജേക്കബ് അതൊന്നും പുറത്തു കാണിക്കാതെ അയാളോട് പറഞ്ഞു, ആ താൻ പറ. എന്തു പറയാനാ സാറേ, പള്ളിക്കാരും ഇടവകക്കാരും വിവരങ്ങളൊക്കെ അറിഞ്ഞു. ആകെ പ്രശ്നമായി. പള്ളിക്കാരെ അവനെയും ഭാര്യയെയും വിലക്കി, വീട് വിട്ടു പോകാനും പറഞ്ഞു. ഈ ഇടവകക്കാരും അവനെ സഹായിക്കാതെയായി. എന്നിട്ടും അവൻ സേവ നിർത്തിയില്ല. പക്ഷെ അധികം ദിവസം കഴിയും മുന്നേ അവൻ്റെ കെട്ടിയോൾക്ക് ദീനം കൂടി. 2 ദിവസം സർക്കാർ ആശുപത്രിയിൽ കിടന്നു, പിന്നെ ചത്തു. അതോടെ അവൻ സാത്താൻ സേവയൊക്കെ നിർത്തി. പിന്നെ കുറച്ചു കാലം അവനെ ഇവിടെ ആരും കണ്ടിട്ടില്ല. സാത്താൻ സേവ നിർത്തിയോണ്ടാണോ അവൻ്റെ കെട്ടിയോള് ചത്തോണ്ടാണോ എന്നറിയില്ല. പിന്നെ അവനെ കാണുമ്പോൾ അവന് നല്ല മുഴുത്ത വട്ട. ബെന്നി പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ജേക്കബിൻ്റെ ഉള്ളിൽ ആശയക്കുഴപ്പങ്ങൾ ഉടലെടുത്തു. കേട്ട കഥകളുടെ ഞെട്ടലിൽ നിന്നും രക്ഷപ്പെടാനെന്നോണം അവൻ ബെന്നിയോടായി ഒരു ചോദ്യം കൂടി ചോദിച്ചു. നിങ്ങൾ ആ സമയത്ത് ഇതിനു മുമ്പ് ആ വട്ടനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ഉണ്ട് സാറേ. വക്കച്ചിന് വട്ടായാൽ പിന്നെ പലപ്പോഴും അവൻ ഈ നേരത്തെ സെമിത്തേരിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. മുൻവശത്തിലൂടെ വഴിയുണ്ടെങ്കിലും ഞാൻ കാണുമ്പോഴൊക്കെ അവൻ സെമിത്തേരിയുടെ പിന്നിലെ കാട് പിടിച്ച വഴിയിലൂടെ കുന്നിറങ്ങിയാണ് പോകാറ്. അവൻ എപ്പോഴും സെമിത്തേരിയിലേക്ക് വരുന്നതെന്ന് തനിക്കറിയോ? അതൊന്നും ഞാൻ കണ്ടിട്ടില്ല സാറേ. പാതിരാത്രിയാണ് അവൻ സെമിത്തേരി സന്ദർശനം എന്ന് മാത്രം അറിയാം. പാതിരാത്രിയിൽ സെമിത്തേരിയിൽ അവനെന്താ ചെയ്യുന്നതെന്ന് താൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ. ആ നേരത്ത് സെമിത്തേരിയിൽ പോകാനൊക്കെ എനിക്ക് ഇത്തിരി പേടിയാ സാറേ. അതിത്തിരി ശബ്ദം താഴ്ത്തിയാണ് ബെന്നിച്ചേട്ടൻ പറഞ്ഞത്. അയാളുടെ സംസാരം കേട്ട് ജേക്കബ് ചെറുതായെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കോൺസ്റ്റബിളിനെ നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ കോൺസ്റ്റബിൾ മൊഴി രേഖപ്പെടുത്തിയ ഫയൽ അവർക്ക് നേരെ നീട്ടി. ഫയലിൽ 2 പേരുടെയും ഒപ്പ് വാങ്ങി. ഇനി ഈ പരിസരത്ത് ആരെയെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ ഉടൻ സ്റ്റേഷനിൽ അറിയിക്കണം. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും. ശരി സാറേ. എടോ, വേണ്ടതെല്ലാം എഴുതിയില്ലേ? സാർ. എന്നാ ഇവരെയും കൂട്ടി പൊക്കോ. ജേക്കബ് അവർക്ക് പോവാനുള്ള നിർദ്ദേശം കൊടുത്ത് വീണ്ടും ആ തണൽ മരച്ചോട്ടിൽ അയാൾ ഒറ്റയ്ക്ക് നിന്നു. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ബെന്നിയും മകൻ ബിനോയും അവിടെ നിന്നും ആശ്വാസത്തിൽ നടന്നകന്നു. ഒപ്പം കയ്യിൽ മൊഴി രേഖപ്പെടുത്തിയ ഫയലുമായി കോൺസ്റ്റബിളും. അവർ നടന്നു പോകുന്നത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ജേക്കബ്. വൈകുന്നേരമായിരിക്കുന്നു. പോക്കുവയിൽ അവിടെ നിന്നും ഭംഗിയുള്ളൊരു കാഴ്ചയായി. ഇളം വെയിലിൽ അവർ സെമിത്തേരിയിലെ കല്ലറകൾക്കും കോൺക്രീറ്റ് കുരിശുകൾക്കും ഇടയിലൂടെ നടന്നകലുന്നത് നോക്കി നിൽക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ മുഴുവനും ഭ്രാന്തൻ വക്കച്ചിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ബെന്നിച്ചേട്ടൻ്റെ വാക്കുകൾ ജേക്കബിൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. മനസ്സിൽ അയാളുടെ രൂപം തെളിഞ്ഞു വരും പോലെ തോന്നി. ചുറ്റും ഇരുട്ട് പരക്കുന്നു. അങ്ങകലെ സെമിത്തേരിയുടെ നടുവിലായി ഒരാൾ നിൽക്കുന്നു. അവിടെ തീ കൂട്ടിയതിൻ്റെ വെളിച്ചം മാത്രം. ആ വെളിച്ചത്തിൽ അകലെ ഒരാളെ കാണുന്ന പോലെ. അകലെ നിന്ന് നോക്കുമ്പോൾ ഒരു ചുവന്ന വെട്ടത്തിൽ ഒരു ഇരുണ്ട രൂപം മാത്രം വ്യക്തമാവുന്നു. അട്ടഹസിക്കുകയും കൂവി വിളിക്കുകയും ചെയ്യുന്ന ഒരു ഇരുണ്ട രൂപം. ജേക്കബിൻ്റെ ഉള്ളിൽ അനാവശ്യ ചിന്തകൾ കടന്നു വരാൻ തുടങ്ങി. ജേക്കബ് സ്വയം നിയന്ത്രിച്ചു. അയാൾ ചിന്തകളിൽ നിന്നും ഉണർന്നു. ശരീരത്തിൽ അങ്ങിങ്ങായി വിയർപ്പുതുള്ളികൾ മുട്ടിട്ടിരിക്കുന്നു. പോക്കറ്റിൽ നിന്നും ടവലെടുത്ത് വിയർപ്പ് തുടച്ചപ്പോഴും അവൻ്റെ ചിന്തകൾ അനുസരണക്കേട് കാട്ടി. അവനെ തനിച്ചാക്കി ചിന്തകൾ പലയിടത്തുകൂടി പരക്കം മാഞ്ഞു. ഇനി അയാൾ ആ ഭ്രാന്തനാകുമോ? ഇത്രയും നാൾ തേടി നടന്ന പ്രതി? ആ ശവഭോഗങ്ങളൊക്കെയും അയാളുടെ സാത്താൻ സേവയുടെ ഭാഗമാകുമോ? അല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ അസമയത്ത് ആ ഭ്രാന്തൻ ഇവിടെ എന്തിനു വരുന്നു? നിഗൂഢതകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഭ്രാന്തൻ വക്കച്ചിനെ കുറിച്ച് കൂടുതലറിയാൻ ജേക്കബിന് ജിജ്ഞാസ തോന്നി. എന്തായാലും അയാളെ ഒന്ന് തേടിപ്പിടിക്കുമെന്നവൻ മനസ്സിലുറപ്പിച്ചു. സാർ. വിളി കേട്ട് തിരിഞ്ഞു നോക്കിയതും ജേക്കബ് കണ്ടത് തന്നെ വിളിച്ചുകൊണ്ട് ഓടി വരുന്ന ഗിരീഷിനെയാണ്. എന്താടോ? ആകാംക്ഷ നിറഞ്ഞ ചോദ്യമായിരുന്നു അത്. സാർ, ഒന്നിങ്ങ് വന്നേ. ഗിരീഷിന്റെ കിതച്ചുകൊണ്ടുള്ള സംസാരത്തിൽ നിന്നും ഒന്നും പിടികിട്ടാതെ ജേക്കബ് ഗിരീഷിനൊപ്പം കല്ലറയുടെ അടുത്തേക്ക് പാഞ്ഞു. കോൺക്രീറ്റ് കുരിശുകളെയും കല്ലറകളെയും പിന്നിലാക്കി ചെറിയ പച്ചപ്പുല്ലുകൾ ചവിട്ടിയരച്ച് അവർ ത്രേസ്യാമ്മയുടെ കല്ലറയ്ക്കടുത്തെത്തി. പരിശോധനകൾ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാനായി ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ അവിടെ കല്ലറയ്ക്ക് അടുത്തായി നിൽക്കുന്നു. ജേക്കബും ഗിരീഷും അവർക്ക് അടുത്തേക്ക് കിതച്ചുകൊണ്ട് നിന്നു. സാർ, കല്ലറയിൽ ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ട്. അതും പലയിടങ്ങളിലായി. തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് അവ കാണപ്പെടുന്നത്. ഫോറൻസിക് ഉദ്യോഗസ്ഥനാണത് പറഞ്ഞത്. അത് കേട്ടതും ജേക്കബിൻ്റെ ഉള്ളിൽ പിന്നെയും സംശയങ്ങൾ മുളപൊട്ടി. ഇനിയൊരു പക്ഷേ ആ വട്ടം തന്നെയാകുമോ നമ്മൾ തേടുന്ന കഴുകൻ? അങ്ങനെയെങ്കിൽ മറ്റുള്ള ഒരു കല്ലറയും ഇല്ലാത്ത വിരലടയാളങ്ങൾ ഈ കല്ലറയിൽ എങ്ങനെ വന്നു? ഇതുവരെ പിഴവുകൾ സംഭവിക്കാത്ത അവന് ഇവിടെ പിഴച്ചതാണോ? അതേ നമ്മളെ വട്ടം കറക്കാനുള്ള അവൻ്റെ കളിയാണോ ഇത്? ഇത് ചെകുത്താൻ്റെ വിരലടയാളമാണോ അതോ ദൈവത്തിൻ്റെ കയ്യൊപ്പാണോ? അവന് പെട്ടെന്നൊരു നിഗമനത്തിലെത്താൻ സാധിച്ചില്ല. സാർ, ഇപ്പോൾ ആവശ്യത്തിന് തെളിവായില്ലേ? ഇനി ആ കഴുകനെ പൂട്ടാൻ എളുപ്പമായിരിക്കും. ഒരുപാട് നാളായി കഷ്ടപ്പെട്ടിട്ടും കിട്ടാതിരുന്ന തെളിവുകൾ കിട്ടിയതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു ഗിരീഷിൻ്റെ ആ വാക്കുകൾക്ക്. അത് കേട്ടപ്പോൾ ഒരു ചെറിയ നിശബ്ദതയ്ക്ക് ശേഷം ഒന്ന് ആലോചിച്ചിട്ടെന്ന പോലെ ജേക്കബ് പറഞ്ഞു, അതൊക്കെ ഉറപ്പിക്കാൻ വരട്ടെ. ഇതിൻ്റെ സാമ്പിളെല്ലാം എടുത്തില്ലേ? സാർ.
ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. ജേക്കബ് ഒന്ന് നീട്ടിയൊന്ന് മൂളി. പിന്നെ എന്തോ ആലോചിക്കും പോലെ കല്ലറയിലേക്ക് നോക്കി നിന്നു. ജേക്കബിന്റെ മനസ്സിൽ മറ്റെന്തെല്ലാമോ ആയിരുന്നു. ഒരു നൂല് പൊട്ടിയ പട്ടം പോലെ അവന്റെ മനസ്സ് പാറി നടന്നു. ചുറ്റുമുള്ള വെളിച്ചം മാറി ഇരുട്ട് നിറയും പോലെ അവന് തോന്നി. ശൂന്യമായിരുന്ന കല്ലറയിൽ ആ പെൺകുട്ടിയുടെ ശവം ഉള്ളതുപോലെയും അവന് തോന്നി. അവൻ സൂക്ഷിച്ചു നോക്കി. ആ ജീവനറ്റ ശരീരം കണ്ണു തുറന്നു. അവനെ തന്നെ തുറിച്ചു നോക്കി കിടക്കുന്നു. കൂരിരുട്ടിൽ അവൻ ഒറ്റയ്ക്കായി. അവൻ ചുറ്റും നോക്കി. ആകെ ഇരുട്ട് മാത്രം. ഉള്ളിൽ എവിടെയോ ഭയത്തിന്റെ മുള പൊട്ടുന്നത് അവൻ അറിഞ്ഞു. വീണ്ടും അവന്റെ നോട്ടം ആ കല്ലറയിലേക്ക് തന്നെ ഒഴുകിയെത്തി. ആ പെൺകുട്ടിയുടെ പാതി പൊട്ടിയ ചുണ്ടുകൾ അനങ്ങുന്നതുപോലെ അവന് തോന്നി. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, ശരിയാണ്, അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നു. എന്തോ പിറുപിറുക്കും പോലെ. ചുറ്റും ചീവീടിന്റെ ശബ്ദം മാത്രം. എന്നിട്ടും അവൾ പറയുന്നത് എന്താണെന്ന് അവന് മനസ്സിലായില്ല. അവൻ ആ കല്ലറയ്ക്ക് അടുത്തേക്കിരുന്നു. കണ്ണുകളടച്ചു. തല കല്ലറയ്ക്ക് ഉള്ളിലേക്ക് അടുപ്പിച്ചു. കാതു കൂർപ്പിച്ചു. അതെ, അവനത് കേട്ടു. വലിയ ശബ്ദത്തിൽ തന്നെ അവനത് കേട്ടു. സാർ, സാർ, സ്റ്റേഷനെത്തി സാർ. ജേക്കബ് ഞെട്ടിയുണർന്നു. അവനൊന്നും മനസ്സിലായില്ല. ഡ്രൈവറാണ് ജേക്കബിനെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയത്. കണ്ണുമിഴിച്ച ജേക്കബ് പരിസരബോധമില്ലാതെ കണ്ട സ്വപ്നത്തിൽ അമ്പരപ്പോടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന പോലീസുകാരനെ നോക്കി. സ്റ്റേഷനെത്തി സാറേ. സാറെന്താ ഉറങ്ങിപ്പോയോ? ഡ്രൈവറുടെ ചോദ്യം കേട്ടപ്പോഴാണ് ജേക്കബിന് പരിസരബോധം വീണ്ടെടുത്തത്. ഒന്നും മയങ്ങി. ഞാൻ DYSP സാറിനെ കണ്ടിട്ട് ഇപ്പോൾ വരാം. സ്വപ്നത്തിൽ കണ്ട പേടിപ്പെടുത്തിയ സംഭവങ്ങളുടെ അമ്പരപ്പ് അടക്കി പിടിച്ചാണ് ജേക്കബ് അത് പറഞ്ഞത്. പിന്നെ ജീപ്പിൽ നിന്നും ഇറങ്ങി നടന്നു. അവന് കണ്ടതൊക്കെ ഒരു സ്വപ്നമാണെന്ന് വിശ്വസിക്കാനായില്ല. അപ്പോൾ എന്നോട് ആ പെൺകുട്ടി ഒന്നും സംസാരിച്ചില്ല. എല്ലാം വെറുതെ തോന്നല, ഒരു ദുസ്വപ്നം. ഉള്ളിൽ പിറുപിറുത്തുകൊണ്ടവൻ പൈപ്പിനടുത്തേക്ക് നടന്നു. 2 കൈയിലും വെള്ളം കോരിയെടുത്ത് മുഖത്തൊഴിച്ചപ്പോഴാണ് ജേക്കബിന്റെ ഉറക്കച്ചടവ് വിട്ടുമാറിയത്. പോക്കറ്റിൽ നിന്നും ടവലുമെടുത്ത് മുഖം തുടച്ചുകൊണ്ടവൻ മനസ്സിലെ സംശയസാഗരത്തിന്റെ തിരയടികൾ നിയന്ത്രിച്ചു. മേ ഐ കമിൻ സാർ? ആ, കേറി വാടോ. എന്താണ് പുതിയ കല്ലറയുടെ അവസ്ഥ? വല്ല തുമ്പുമുണ്ടോ? വാതുക്കൽ നിന്ന് അകത്തേക്ക് കയറാൻ അനുവാദം ചോദിച്ച ജേക്കബിനെ കണ്ടതും DYSP മനോജ് സൗഹൃദ ഭാഷ്യത്തോടെ അനുവാദം നൽകി. രാവിലെ ചൂടായി ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോൾ വൈകുന്നേരം സൗമ്യമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ജേക്കബ് അത്ഭുതപ്പെട്ടുപോയി. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ ജേക്കബ് അകത്ത് കയറി. അപ്പോൾ തന്നെ മനോജ് കസാരയിൽ ഇരിക്കാനായി തലകൊണ്ട് ആംഗ്യം കാണിച്ചു. കസാരയിൽ ഇരിക്കുന്നതിനോടൊപ്പം തന്നെ ജേക്കബ് പറഞ്ഞു, സാർ, ഇന്നത്തെ കല്ലറയിൽ നിന്നും നമുക്ക് സംശയിക്കത്തക്ക വിധത്തിൽ കുറച്ച് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഓ, ഗുഡ് ന്യൂസ്. പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ കൂടിയുണ്ട് സാർ. അത് ശരിയാണെങ്കിൽ കേസ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ജേക്കബ് അല്പം കനത്തിലാണ് മനോജിനോട് സംസാരിച്ചത്. സംസാരത്തിലെ വ്യത്യാസം തിരിച്ചറിഞ്ഞ മനോജ് ജേക്കബിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, എന്താണോ ശബ്ദത്തിനൊരു കനം? രാവിലെ ചൂടായതുകൊണ്ടാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല സാർ. ജേക്കബ് ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. എനിക്കറിയാടോ തൻ്റെ അവസ്ഥ. പിന്നെ തനിക്ക് എൻ്റെ തെറി മാത്രം കേട്ടാൽ പോരെ? എനിക്ക് മോളിൽ നിന്ന് പലരുടെയും തെറി കേൾക്കണം. ആ ഒരു അവസ്ഥയിൽ അറിയാതെ പറഞ്ഞു പോകുന്നതാണോ? വിട്ടുകളാ. ഏയ്, അതൊന്നും സാരമില്ല സാർ. അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു. മനോജിൻ്റെ സൗമ്യമായ സംഭാഷണം കേട്ടപ്പോഴേ ജേക്കബ് മനസ്സിൽ നിന്നും രാവിലെ നടന്നതെല്ലാം മായ്ച്ചു കളഞ്ഞിരുന്നു. പിന്നീട് അന്നേ ദിവസം ത്രേസ്യാമ്മയുടെ കല്ലറയിലെയും ആ സെമിത്തേരിയിലും കണ്ടതും അറിഞ്ഞതുമായ മുഴുവൻ കാര്യങ്ങളും അതോടൊപ്പം അയാളുടെ നിഗമനങ്ങളും കണ്ടെത്തലുകളും എല്ലാം വിശദമായി മനോജിനോട് പറഞ്ഞു. ജേക്കബിന്റെ കുഴപ്പം പിടിച്ച കണ്ടെത്തലുകളും സംശയങ്ങളും കൂടി ആയപ്പോൾ മനോജിനും തല പെരുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മനോജ് കോൺസ്റ്റബിളിനോട് കൊണ്ടുവരാൻ പറഞ്ഞ 2 ചായയും മേശപ്പുറത്തെത്തിയിരുന്നു. എടോ, താൻ എന്തോന്നാടേ ഈ പറയുന്നേ? ഇതുവരെ ശവത്തിന്റെ കാര്യത്തിൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ കൊലപാതകത്തിനും സമാധാനം പറയേണ്ടി വരുമല്ലോ. ശവശരീരത്തിന് പോലും സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത ഈ പോലീസ് എങ്ങനെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്നാണ് ഇപ്പോൾ തന്നെ എല്ലാവരുടെയും ചോദ്യം. ഇനി ഇതെങ്ങാനും കൊലപാതകമാണെന്ന് വന്നാൽ അതോടെ കോളം തികഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അല്പം ഭയത്തോടെ തന്നെ മനോജ് പറഞ്ഞു. പിന്നെ എന്തോ ഓർത്തെന്ന പോലെ വീണ്ടും ചോദിച്ചു, അല്ല, ഏതാ ആ പെൺകുട്ടി? വല്ല വിവരവും കിട്ടിയോ? ഇല്ല സാർ, അന്വേഷിക്കുന്നുണ്ട്. മനോജ് അല്പം ആശങ്കയിലൊന്ന് നീട്ടിമൂളി. പക്ഷെ ഇതെല്ലാം മനോജ് സമാധാനത്തിൽ കേട്ടതിൻ്റെ ആശ്വാസത്തിലായിരുന്നു ജേക്കബ്. മേശപ്പുറത്ത് വെച്ചിരുന്ന ചായ എടുത്തു കുടിച്ചു. പക്ഷെ അപ്പോഴേക്കും മനോജിന്റെ തല പുകയാൻ തുടങ്ങിയിരുന്നു. പിരിമുറുക്കത്തോടെ ഒരു കവിൾ ചായ കുടിച്ചു. ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് മനോജ് അല്പം ഗൗരവത്തിൽ പറഞ്ഞു, എടോ ജേക്കബേ, ഇന്ന് SP വിളിച്ചിരുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കേസ് തന്നെ തീർക്കാനുള്ള സമയം നമുക്കില്ല. കൊലക്കേസും പീഡനക്കേസും തന്നെ ഇവിടെ പെൻഡിങ് ആണ്. പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ശവത്തെ മാത്രം ഉപയോഗിക്കുന്ന ആ കഴുകൻ്റെയൊക്കെ പിന്നാലെ പോയാൽ ഒരു കാര്യവും ഉണ്ടായില്ല. അതുകൊണ്ട് ശവം തോണ്ടുന്നവൻ്റെയൊക്കെ പിന്നാലെയൊന്നും പായാൻ നിൽക്കണ്ട എന്നാണ് SP പറയുന്നത്. അതെന്താ സാർ ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? മുന്നേ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലല്ലോ. ജേക്കബിന്റെ സ്വരത്തിൽ സംശയം കലർന്നു. അതെന്താണെന്ന് അങ്ങേരോട് തന്നെ ചോദിക്കണം. അത് പറഞ്ഞ് മനോജ് കൈമലർത്തി. നമുക്കൊരു അവസാന അവസരം എന്ന നിലയിൽ കിട്ടിയിരിക്കുന്നത് 7 ദിവസമാണ്. അതായത് ഇനി ഒരു കല്ലറ കൂടി തുറക്കുന്നതിന് മുന്നേ തന്നെ ആ കഴുകനെ പിടിച്ചിരിക്കണം. ഇന്ന് ഞായർ, അടുത്ത ഞായറാഴ്ച ഈ കേസ് ക്ലോസ് ചെയ്തിരിക്കണം. ഈ കേസിലെ ഇരകൾ മരിച്ചവരായതുകൊണ്ടും ചൂഷണം ചെയ്യപ്പെട്ടത് വെറും ശവശരീരങ്ങളായതുകൊണ്ടും പത്രക്കാർക്കും പരാതിക്കാർക്കും വലിയ ഉഷാറൊന്നുമില്ല. അപ്പോൾ പിന്നെ ആർക്കും വലിയ താല്പര്യമില്ലാത്ത ഈ കേസ് പതുക്കെ നമ്മളങ്ങോട്ട് മൂടി വയ്ക്കും.
നമ്മളത്ര പബ്ലിസിറ്റി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ കേസിനെ കുറിച്ചുള്ള വിവരമൊന്നും ആരും അറിയില്ലടോ. ആർക്കാ കല്ലറ കുത്തി തുറക്കാനും ചത്തവരുടെ കാര്യങ്ങൾ നോക്കാനും നേരം? എന്താടോ ഞാൻ ഈ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലായി സാർ, പതിവ് പോലീസ് നയമല്ലേ? ജേക്കബിന്റെ സംസാരത്തിൽ നീരസം കലർന്നതും മനോജ് അനുനയിപ്പിക്കുന്നോണം പറഞ്ഞു. എടോ താനിങ്ങനെ ഡെസ്പാവല്ലേ? എനിക്കറിയാം കുറച്ച് സമയമെടുത്താലും താൻ ആ കഴുകനെ പിടിക്കുമെന്ന്. അതുകൊണ്ടാണ് ഈ 7 ദിവസമെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് ചോദിച്ചു വാങ്ങിയത്. അല്ലെങ്കിൽ ഇന്ന് തന്നെ കേസന്വേഷണം നിർത്തിക്കോളാൻ മോളിന്ന് ഉത്തരവ് വന്നേനെ. ഇനി നമ്മുടെ മുന്നിൽ ആകെ 7 ദിവസമേ ഉള്ളൂ, അതിൽ ഒരു വെള്ളിയാഴ്ചയും. ഈ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ കേസ് തെളിയിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. മതി സാർ, എനിക്ക് ഈ ഒരാഴ്ച മതി. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയും ഞാൻ ആ കഴുകനെ പിടിക്കും. ഞാൻ മുമ്പ് പല കേസുകളും അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കേസ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളൂ, പക്ഷേ ഞാനവനെ പൂട്ടും സാർ. അതും പറഞ്ഞുകൊണ്ട് ജേക്കബ് കയ്യിലിരുന്ന ചായ ഗ്ലാസ്സിലെ ചൂടാറിയ ചായ ഒറ്റ വലിക്ക് അകത്താക്കി. അല്ല, തനിക്ക് സംശയത്തിൻ്റെ നിഴൽ കൂട്ടിലിടാനെങ്കിലും ആരെയെങ്കിലും കിട്ടിയോ? ജേക്കബിൻ്റെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അല്പം ആകാംക്ഷയോടെ തന്നെ മനോജ് അത് ചോദിച്ചു. അപ്പോൾ കയ്യിലിരുന്ന കാലിയായ ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് ജേക്കബ് പറഞ്ഞു, സംശയിക്കാനാണെങ്കിൽ ഒരുത്തരുണ്ട്, ഒരു കിഴവൻ. പക്ഷേ അയാളെ കൊണ്ട് ഒരിക്കലും ഇതൊന്നും ഇത്ര സൂക്ഷ്മമായി തെളിവൊന്നും അവശേഷിപ്പിക്കാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അതെനിക്ക് ഉറപ്പാ. പിന്നെ എനിക്കൊരു സംശയമുണ്ട്. അതാരെയാടോ? ചില കന്യാസ്ത്രീകൾക്ക് അച്ഛന്മാർ സ്വർഗത്തിലേക്കുള്ള വഴി കിണറ്റിലൂടെ കാണിച്ചു കൊടുക്കുന്ന പോലെയാണോ ഈ കേസും എന്നൊരു. എടോ താൻ എൻ്റെ ഉള്ള സമാധാനം കൂടി കളയുമോടോ? ഈ കേസിൽ അന്യമതസ്ഥർ വന്ന് കല്ലറ പൊളിച്ചെന്ന് പറഞ്ഞ് പള്ളി വിശ്വാസികൾക്ക് ചൊറിയുണ്ടാന്ന് കരുതിയ ക്രിസ്ത്യാനിയായ തന്നെ ഈ കേസ് ഏൽപ്പിച്ചത്. അപ്പോൾ താനൊരു ഊഹവും കൊണ്ടുവന്ന് അതിലും വലിയ പ്രശ്നമുണ്ടാക്കാൻ നോക്കുവാണോ? ജേക്കബ് പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ തന്നെ അല്പം ചൂടൻ രീതിയിൽ ചെറു പുഞ്ചിരി കടിച്ചമർത്തിക്കൊണ്ട് ഉള്ളിൽ സംശയങ്ങൾ ബാക്കി വെച്ച ഭാവത്തോടെ മനോജ് ചാടിക്കയറി പറഞ്ഞു. ഒന്ന് നിർത്തിയ ശേഷം അതിനുശേഷം മനോജ് വീണ്ടും കൂട്ടിച്ചേർത്തു, എന്നാ പിന്നെ എന്തെങ്കിലും പുതിയ വിവരം കിട്ടിയാൽ അറിയിക്കേ. യെസ് സാർ. അതും പറഞ്ഞ് കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഒരു സല്യൂട്ടും കൊടുത്ത് ജേക്കബ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. രാത്രിയുടെ നിഴൽ വീണ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ നിന്നുകൊണ്ട് ജേക്കബ് മനസ്സിൽ പലതും കുറിച്ചിട്ടു. വരാന്തയിലെ ട്യൂബിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ജേക്കബിന്റെ ആത്മവിശ്വാസത്തിലും മങ്ങലേറ്റ പോലെ കാണപ്പെട്ടു. അവിടെ നിന്നും ജേക്കബ് നേരെ പോയത് ജനറൽ ആശുപത്രിയിലേക്കാണ്. അവിടെ ആശുപത്രിയുടെ പുറത്ത് ജേക്കബിന്റെ വരവും കാത്ത് ഗിരീഷ് നിൽപ്പുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ ജേക്കബിനെ കണ്ടതും ഗിരീഷ് അടുത്തേക്കെത്തി. എന്തായി ഗിരീഷ്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? ഇല്ല സാർ, കുറച്ചുകൂടി സമയമെടുക്കും. സമയം ഇരവിഴുങ്ങിയ പാമ്പിനെ പോലെയാണ് നീങ്ങുന്നതെന്ന് ജേക്കബിന് തോന്നി. എങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്ത സർജനെ കാണാൻ ജേക്കബും ഗിരീഷും കാത്തുനിന്നു. രാവിരുട്ടിൽ ആശുപത്രി വിളക്കിന്റെ വെളിച്ചത്തിൽ ജേക്കബും ഗിരീഷും സംശയങ്ങളും ചോദ്യങ്ങളും പരസ്പരം ചർച്ച ചെയ്തു. DYSP പറഞ്ഞ കാര്യങ്ങളും അവസാനത്തെ 7 ദിവസങ്ങളെക്കുറിച്ചും പറഞ്ഞപ്പോൾ തന്നെ ഗിരീഷിന്റെ ഉള്ളിലെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. സാർ, കൃത്യമായ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് കിട്ടിയ തെളിവിൽ നിന്നും അവനെ പിടിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടും. ഗിരീഷ് ഒരു പ്രാർത്ഥന പോലെയാണത് പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും കാത്തിരിപ്പിന് വിരാമമിട്ട് സർജൻ പുറത്തേക്ക് വന്നു. ചോദ്യങ്ങളും തലയിൽ ചുമന്ന് ജേക്കബ് ഡോക്ടറുടെ അടുത്തെത്തി. തൊട്ടു പിന്നാലെ ഗിരീഷും. ഈ ഡോക്ടർ തന്നെയാണ് കഴിഞ്ഞ 5 ബോഡികളും പോസ്റ്റ്മോർട്ടം ചെയ്തത്. അതിനാൽ കൂടുതൽ മുഖവുരകളൊന്നും വേണ്ടി വന്നില്ല. ഹായ് ജേക്കബ്, വെള്ളിയാഴ്ച കഴിഞ്ഞതിൽ പിന്നെ ഞാൻ എന്നും ഓർക്കും നിങ്ങളിനി എന്നാണാവോ അടുത്ത ബോഡിയുമായി വരുന്നതെന്ന്. ഓ, ഡോക്ടർക്ക് ബോഡി വരാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ശവങ്ങൾ കാരണമാണ് കുടുങ്ങിയത്. മറുപടി പറഞ്ഞത് ഗിരീഷാണ്. ഗിരീഷിന്റെ മറുപടി കേട്ടതും അതിന് ഡോക്ടർ നല്ലൊരു ചിരിയും പാസാക്കി. പക്ഷേ വിവരങ്ങൾ അറിയാനുള്ള ധൃതിയായിരുന്നു ജേക്കബിന്. അവൻ മറ്റു കുശലാന്വേഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ ചോദിച്ചു. പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളില്ലാതെ ഡോക്ടർ പറഞ്ഞു, താൻ പേടിക്കുന്ന പോലെ ഒന്നുമില്ലടോ. ആ പെൺകുട്ടിയുടേത് കൊലപാതകമാവാൻ സാധ്യതയില്ല. അതെന്താ ഡോക്ടർ? ഗിരീഷ് ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇടിവലിയോ മറ്റ് ബലപ്രയോഗങ്ങളോ നടന്നതിന്റെ പാടുകളൊന്നും ശരീരത്തിലില്ല. കൂടാതെ ബോധം കെടുത്തുന്ന വസ്തുക്കളുടെ സാന്നിധ്യം ശരീരത്തിലില്ല. അപ്പോൾ കഴുത്തിൽ കണ്ട പാട്? ഡോക്ടറുടെ നിഗമനം കേട്ടതും ജേക്കബ് ചോദിച്ചു. യെസ്, അതൊരു കയർ മുറുകിയപ്പോൾ ഉണ്ടായ പാട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഇതൊരു കൊലപാതകമാവണമെന്നുണ്ടോ? ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് സ്വബോധത്തിലിരിക്കാൻ മരിക്കാൻ, അതായത് വ്യക്തമായി പറഞ്ഞാൽ ആത്മഹത്യ, ഒരു പെൺകുട്ടി സ്വയം തീരുമാനിച്ചതുപോലെയാണ്. ജേക്കബിന് അത് കേട്ടപ്പോഴേക്കും പാതി ആശ്വാസമായി. കണക്കുകൂട്ടലുകൾ പിഴച്ചെന്ന് കരുതിയ ഭയന്ന് ജേക്കബിനും ഗിരീഷിനും അതൊരു ആശ്വാസമേകി. പിടിവിട്ടുപോയെന്ന് കരുതിയ കേസ് വീണ്ടും കൈപ്പിടിയിൽ വന്നൊതുങ്ങുന്നത് ആശ്ചര്യത്തോടെ ജേക്കബ് അനുഭവിച്ചറിഞ്ഞു. എങ്കിലും അതൊന്നുകൂടി ഉറപ്പിക്കാനെന്നോണം വീണ്ടും ചോദിച്ചു, അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇതൊരു ആത്മഹത്യയാണെന്നാണോ? ആവാം, ആവാതിരിക്കാം. പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് 95% ഇതൊരു ആത്മഹത്യ ആവാനാണ് സാധ്യതയെന്നാണ്. ഓ, ജേക്കബ് ഒരു ആശ്വാസം നിറഞ്ഞ ദീർഘശ്വാസം വിട്ടു. അപ്പോഴേക്കും ഗിരീഷ് തൻ്റെ ഉള്ളിലെ സംശയം പ്രകടിപ്പിച്ചു. അല്ല ഡോക്ടർ, ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയോ നിർബന്ധിച്ചോ ആത്മഹത്യ ചെയ്യിപ്പിച്ചതാണെങ്കിലോ? അതെന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, അതൊക്കെ കണ്ടെത്തേണ്ടത് നിങ്ങളല്ലേ. ഓ സോറി, ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. ഗിരീഷ് തൻ്റെ സംശയം മൂടി വയ്ക്കാതെ ചോദിച്ചത് ജേക്കബിൻ്റെ മനസ്സിലെ ആശ്വാസത്തിൻ്റെ തിരുനാളം ഊതിക്കെടുത്തിക്കൊണ്ടേയിരുന്നു.
അത് തിരിച്ചറിഞ്ഞതും ജേക്കബ് അടുത്ത് നിൽക്കുന്ന ഗിരീഷിനെ ഒന്ന് നോക്കി. ആ സമയം ഡോക്ടർ തുടർന്നു. അല്ല, വേണമെങ്കിൽ അങ്ങനെയും ആവാം. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഡോക്ടർ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ? ജേക്കബ് സ്വയം സമാധാനിക്കുന്നോണം മറ്റു വിവരങ്ങൾ ചോദിച്ചു. അതൊക്കെ പഴയതുപോലെ തന്നെ, ഒരു മാറ്റവുമില്ല. മരണശേഷം ശരീരം ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് ശവശരീരങ്ങളിൽ കണ്ട പോലുള്ള പാടുകളും മറ്റു ശരീരത്തിൽ അവിടെ ഇവിടെയായി കാണാനുമുണ്ട്. പിന്നെ കീഴ്ചുണ്ട് കടിച്ചു പൊട്ടിച്ചതല്ലാതെ പുതുതായി പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിശദമായി അറിയണമെങ്കിൽ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണം. ഓക്കെ ഡോക്ടർ, ഇന്ന് തന്നെ ഇത്രയും വിവരങ്ങൾ തന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങൾ ഡോക്ടറെ പിന്നെ വന്ന് കണ്ടോളാം. ആ ഓക്കെ. അതെ, എൻ്റെ കണ്ടെത്തലുകൾ ശരിയാണ്. കഴുകനൊരിക്കലും കൊന്നു തിന്നില്ല, ശവം കൊത്തി തിന്നുകയുള്ളൂ. ജേക്കബ് ചെറിയ സന്തോഷത്തോടെ തന്നെ ഉള്ളിൽ പറഞ്ഞു. കഴുകനെക്കുറിച്ചുള്ള തൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റാത്തത് ജേക്കബിന് ആത്മവിശ്വാസം നിറച്ചു. ഇതിലൂടെ കല്ലറയിൽ നിന്നും ഉയർന്ന സംശയങ്ങളും പലതും കല്ലറയിലേക്ക് തന്നെ മടങ്ങി. എങ്കിലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പിന്നെയും അവശേഷിച്ചു. ഇത് ആത്മഹത്യയാണെങ്കിൽ കല്ലറയിൽ എങ്ങനെയാണ് ശവശരീരം എത്തിയത്? ഈ പെൺകുട്ടി എവിടെ വെച്ചാകും ആത്മഹത്യ ചെയ്തത്? ഈ ആത്മഹത്യയുടെ പ്രേരണ എന്താകും? ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ ആ കഴുകന് പങ്കുണ്ടാവുമോ? ഇതൊക്കെ ഒത്തുവന്നാലും ഒരു ശവശരീരം എങ്ങനെയാണ് അവന് മോഷ്ടിക്കാൻ സാധിച്ചത്? തലയിൽ തിരതല്ലുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ജേക്കബും ഗിരീഷും യാത്ര പറഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും ഡോക്ടർ എന്തോ ഓർമ്മ വന്ന പോലെ ജേക്കബിനെ വിളിച്ചു. ജേക്കബ്, ഒരു മിനിറ്റ്. പോകാൻ രണ്ടടി വെച്ച ജേക്കബ് വിളി കേട്ട് പുറകിലേക്ക് തിരിഞ്ഞപ്പോൾ ഡോക്ടർ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് കേട്ടതും ജേക്കബിൻ്റെയും ഗിരീഷിൻ്റെയും മുഖത്ത് ആശങ്ക വന്നു. അതിനുള്ള മറുപടി എന്ന പോലെ ഡോക്ടർ തുടർന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുവരെയുള്ള 6 ബോഡികളുടെയും പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്താണ് ഡോക്ടർ? ഗിരീഷ് അറിയാനുള്ള ആകാംക്ഷയോട് ചോദിച്ചു. അത് കേൾക്കാനായി ജേക്കബും കാതുകൂർപ്പിച്ചു. അത്ര വലിയ കണ്ടുപിടുത്തമൊന്നുമല്ലെങ്കിലും ആ പ്രതിയുടെ കുറ്റകൃത്യങ്ങളിലെയെല്ലാം ഒരു ചെറിയ സാമ്യം. അവനുപയോഗിച്ച ഒരു ശവശരീരവും വെർജിനായിരുന്നില്ല. അതായത് മരണത്തിനു മുമ്പ് ഏതെങ്കിലും പുരുഷനുമായി ഒന്നോ അതിൽ കൂടുതൽ തവണയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീ ശരീരം മാത്രമേ അവൻ ഇതുവരെയും ഭോഗിച്ചിട്ടുള്ളൂ. അവൻ ഇത്തരം സ്ത്രീകളെ മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണോ അതോ യാദൃശ്ചികമായി സംഭവിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു കണ്ടെത്തൽ പറഞ്ഞെന്ന് മാത്രം. ഡോക്ടർ പറഞ്ഞു നിർത്തിയെടുത്തു നിന്നും ജേക്കബ് ചിന്തിച്ചു തുടങ്ങി. ആശുപത്രിയിൽ നിന്നും പോകുന്ന വഴി റോഡരികിലെ ഒരു തട്ടുകടയുടെ മുന്നിൽ തിരക്കിൽ നിന്നും മാറി മുന്നോട്ട് വണ്ടി നിർത്തി. പോലീസ് ജീപ്പിന്റെ മുന്നിൽ ചാരി നിന്നുകൊണ്ട് ജേക്കബ് ഒന്ന് ചിന്തിച്ചു. ശരിയാണ്, ഇതുവരെ കണ്ടെത്തിയ ഒരു മൃതദേഹവും വെർജിനായിരുന്നില്ല. ഇപ്പോഴിതാ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയും. അവളും മരണത്തിനു മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ യാദൃശ്ചികമായി സംഭവിക്കുമോ? ജേക്കബിന്റെ തല പെരുത്തു തുടങ്ങിയിരുന്നു. ഇരു കൈകളും കൊണ്ടവൻ നെറ്റി മുതൽ താടി വരെ മുഖമൊന്ന് അമർത്തി തുളച്ചു. ചിന്തകളെ ചവിട്ടിപ്പിടിച്ചുകൊണ്ടവൻ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് പുക തുപ്പി. റോഡിലൂടെ പരക്കം പായുന്ന വണ്ടികളെ അവൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ അവയുടെ വെളിച്ചം ജേക്കബിന്റെ അടിമുടി തൊട്ടു തലോടി. വാഹനങ്ങൾ പോകുന്നതിൻ്റെ കാറ്റേറ്റ് അവനവിടെ നിന്നു. അനുവാദത്തിന് കാത്തു നിൽക്കാതെ പല ശബ്ദങ്ങളും അവൻ്റെ കാതിനുള്ളിലൂടെ കയറിയിറങ്ങി പോയിക്കൊണ്ടേയിരുന്നു. എല്ലാം കൊണ്ടും അവൻ അസ്വസ്ഥനായിരുന്നു. ഇന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൻ്റെ ചിന്തകളിലൂടെ മിന്നിമറഞ്ഞു. മൊത്തത്തിലൊരു ദുശകനം പിടിച്ച ദിവസം. അതും മനസ്സിൽ പറഞ്ഞ ജേക്കബ് കയ്യിലെ സിഗരറ്റ് ചുണ്ടോട് ചേർത്ത് ആഞ്ഞു വലിച്ചു. എരിയുന്ന സിഗരറ്റിൻ്റെ തല പോലെ തന്നെ ജേക്കബിൻ്റെ തലയും കനലെരിയുകയായിരുന്നു. കാലത്താ മുഖമില്ലാത്ത കഴുകൻ്റെ രൂപം സ്വപ്നത്തിൽ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ കഷ്ടപ്പാടാണ്. പിന്നെ അങ്ങോട്ട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ഒരു ഘോഷയാത്ര. എന്തായാലും കൊലപാതകമാണെന്ന് പേടിച്ചത് ആത്മഹത്യയാണെന്ന് ഉറപ്പായതൊരു നല്ല സൂചനയാണെന്ന് ജേക്കബിന് തോന്നി. മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ദിവസങ്ങളായി. കേസ് ഇത്രയും ആയപ്പോൾ തന്നെ വഴിക്കായെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയിരിക്കും? 7 ദിവസം കൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കണം പോലും. ഈ 7 ദിവസങ്ങൾ കൊണ്ട് ആ കഴുകൻ പിടിക്കപ്പെടുമോ? ആകാശത്ത് ഒളിച്ചിരിക്കുന്ന അവനൊന്ന് ഭൂമിയിൽ ഇറങ്ങിയിട്ട് വേണ്ടേ പിടിക്കാൻ. അവനാണെങ്കിൽ വെള്ളിയാഴ്ച മാത്രമേ നിലത്ത് കാലുകുത്തുകയുള്ളൂ. ഞാനിനി എന്ത് ചെയ്യാനാണ് എൻ്റെ കർത്താവേ? ജേക്കബ് വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ മനസ്സിൽ ചിലത് കണക്കുകൂട്ടി. ഇത്രയും നാൾ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. പലതിനും ഉത്തരം കിട്ടിയതുമില്ല. കേസിൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇനിയും ഇത് തുടർന്നാൽ 7 ദിവസം കൊണ്ട് 700 ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ തലയ്ക്കകത്തും പുറത്തും വട്ടം ചുറ്റുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇനിയുള്ള 7 ദിവസം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നും ഇതുവരെ വീണ് കിട്ടിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എങ്ങനെയും കണ്ടെത്തണമെന്നും ജേക്കബ് മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു. ഇതിലൂടെ ഇനിയും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ തലയ്ക്കുമീതെ കോടാലിയായി തൂങ്ങിക്കിടക്കരുതെന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഒന്നുപോലും ഉണ്ടാവരുതെന്നും അയാൾ ഭ്രാന്തമായി മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തലയ്ക്കകത്ത് ആശയക്കുഴപ്പങ്ങൾ തലച്ചോറ് ഉഴുതു മറിച്ചുകൊണ്ടേയിരുന്നു. സാർ, ചായ വാങ്ങാൻ പോയ ഗിരീഷ് കുറച്ച് സമയമെടുത്താണ് തിരിച്ചു വന്നത്. 2 കൈയിലും ആവി പറക്കുന്ന ഓരോ ചായ ഗ്ലാസുമായി തിരിച്ചു വന്നവൻ ഒരു ചായ ഗ്ലാസ് ജേക്കബിന് നേരെ നീട്ടി. ജേക്കബിന്റെ മനസ്സിൽ ഉറച്ച തീരുമാനങ്ങൾ രൂപപ്പെട്ടപ്പോഴേക്കും കയ്യിലെ സിഗരറ്റ് പുകഞ്ഞു തീരാറായിരുന്നു. മനസ്സിലിട്ട് പലതും ചിന്തിച്ചു തീർക്കുന്നതിനോടൊപ്പം കയ്യിലെ സിഗരറ്റും അവൻ വലിച്ചു തീർത്തു. സിഗരറ്റ് കുറ്റി അവൻ നിലത്തിട്ട് ചവിട്ടിയരച്ചു. അതിനൊപ്പം മനസ്സിലെ അനാവശ്യ ചിന്തകളും. ശേഷം ഗിരീഷിന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി. എത്ര നേരായിടോ? ചായ ഗ്ലാസ് ചുണ്ടിൽ ചേർത്ത് ഒരു കവിൾ ചായ കുടിച്ചുകൊണ്ട് ജേക്കബ് അത് ചോദിച്ചു.
സാർ, ചായ വാങ്ങാൻ പോയപ്പോൾ ആ സ്റ്റേഷൻ SI വിളിച്ചിരുന്നു. എന്നിട്ട് മരിച്ച പെൺകുട്ടിയുടെ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അയാളുടെ സ്റ്റേഷൻ പരിധിയിൽ തന്നെയാണ്. ബോഡി അങ്ങനെ കണ്ടതുകൊണ്ടാണ് മനസ്സിലാകാഞ്ഞത് എന്നാണ് അയാൾ പറഞ്ഞത്. അത് പറഞ്ഞു നിർത്തിയ ഗിരീഷ് കുറച്ചു ചായ കുടിച്ചിറക്കിയ ശേഷം വീണ്ടും തുടർന്നു. ദേവിക, 21 വയസ്സ്, നഴ്സിംഗ് വിദ്യാർത്ഥിനി. സിറ്റിയോടടുത്ത് തന്നെയാണ് വീട്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഒറ്റ മോളാണ് സാർ. വേറെ വിവരങ്ങളൊന്നും കിട്ടിയില്ലേ? കഴിഞ്ഞ ശനിയാഴ്ച അവർ ഒരു പരാതി കൊടുത്തിരുന്നു. മകൾ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച് വീട് വിട്ടു പോയെന്ന്. ആ മിസ്സിംഗ് കേസുമായി ഒത്തുനോക്കിയപ്പോഴാണ് പോലീസുകാർക്ക് കാര്യങ്ങൾ പിടികിട്ടിയത്. എന്നാൽ നാളെ രാവിലെ തന്നെ നമുക്ക് ദേവികയുടെ വീട് വരെ ഒന്ന് പോകണം. ജേക്കബ് ചായ കുടിച്ച് തീർത്തുകൊണ്ട് ഗിരീഷിനോട് പറഞ്ഞു. രാവിലെ കാണാമെന്ന യാത്ര പറച്ചിലുമായി അവർ പിരിഞ്ഞു. വീട്ടിലെത്തി കിടക്കയെ പുലുകി ഏറെ നേരം കാത്തിരുന്നിട്ടും നിദ്രാദേവി ജേക്കബിനെ തിരിഞ്ഞു നോക്കിയില്ല. 7 ദിവസത്തെ കുന്തമന ജേക്കബിനെ പലവട്ടം കുത്തിനോവിച്ചു. രാവിലെ നേരം വെളുത്തപ്പോൾ ജേക്കബ് ധൃതിയിലെല്ലാം ചെയ്തു തീർത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി. ഗിരീഷാണ് വണ്ടിയുമായി വന്ന് ജേക്കബിനെ കൂട്ടിക്കൊണ്ടുപോയത്. വണ്ടിയിൽ പോകുമ്പോൾ ജേക്കബ് ഒന്നുകൂടി കണക്ക് കൂട്ടി. ഡോക്ടർ പറഞ്ഞ പോലെ വെർജിൻ അല്ലാത്ത പെൺകുട്ടികളുടെ ശവം മാത്രമേ അവൻ ഉപയോഗിക്കൂ എന്ന നിഗമനത്തോടൊപ്പം അവൻ ജാതി മതം നോക്കാതെയാണ് ശവങ്ങൾ ഉപയോഗിക്കുന്നതെന്നുകൂടി ജേക്കബ് മനസ്സിൽ കുറിച്ചിട്ടു. യാത്രയിൽ ജേക്കബും ഗിരീഷും അധികമൊന്നും സംസാരിച്ചില്ല. മനസ്സ് മുഴുവൻ കഴുകൻ പറന്ന വഴികളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവർ നേരെ സ്റ്റേഷനിൽ പോയി കേസ് ഫയലും വാങ്ങി ആ വഴി ദേവികയുടെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് പോകും വഴി ജേക്കബ് ഫയലും അവിടെ നിന്നും കിട്ടിയ മറ്റ് എവിഡൻസും ഒന്ന് പരിശോധിച്ചു. എന്തോ ഭാഗ്യത്തിന് ആ SI ഈ കേസിൽ കൃത്യമായി തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിൽ കൊലക്കയർ കെട്ടി ഒരു ആത്മഹത്യക്കുറിപ്പും എഴുതി വെച്ചാണ് ദേവിക വീട് വിട്ടുപോയത്. അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? വീട്ടിൽ തന്നെ ആത്മഹത്യ ചെയ്യാമായിരുന്നില്ലേ? അതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയതാണ്. പിന്നെന്തിനാണ് അവൾ വീട് വിട്ടുപോയത്? ഇത്തവണ ജേക്കബ് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയല്ല ചെയ്തത്. പകരം സ്റ്റേഷനിൽ നിന്നും ദേവികയുടെ വീട് വരെയുള്ള യാത്രയിലുടനീളം ഗിരീഷിനോട് ജേക്കബ് ചോദ്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ഒക്കെ കേട്ടിരുന്നെങ്കിലും ജേക്കബിനെ പോലെ തന്നെ ഗിരീഷിന്റെ കയ്യിലും പല ചോദ്യത്തിനുമുള്ള ഉത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല. സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അവൾ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നിന്നും ഒരുപക്ഷെ ആ കഴുകൻ ദേവികയുടെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയതാവാനാണ് സാധ്യത. ഗിരീഷിനോട് ഇത്രയും പറഞ്ഞ് ആത്മഹത്യക്കുറിപ്പ് വായിക്കാനെടുത്തപ്പോഴേക്കും വണ്ടി ദേവികയുടെ വീടിന്റെ മുറ്റത്തേക്ക് ചെന്ന് കയറി. അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവിടെ ആകെ ഒന്ന് നിരീക്ഷിച്ചു. അത്ര വലിയ വീടല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ചെറിയ ഓടുവീട്. മുറ്റത്തിനരികിൽ ചെറിയൊരു പൂന്തോട്ടം കാണാനുണ്ട്. ആ മുറ്റത്താകെ ഒരു വണ്ടി ഇടാനുള്ള സൗകര്യമേ ഉള്ളൂ. പോലീസ് ജീപ്പ് വന്ന് കയറിയപ്പോഴേക്കും അവിടെ നിറഞ്ഞു കവിഞ്ഞു. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും അകത്തു നിന്നും ദേവികയുടെ അച്ഛനും അമ്മയും ഇറങ്ങി വന്നു. മധ്യവയസ്കരായ ദമ്പതികൾ. അവരുടെ മുഖം ആകെ വിഷാദത്തിൽ മുങ്ങിയിരുന്നു. ദിവസങ്ങളായി കാണാതിരുന്ന മകൾ മരിച്ചെന്നറിഞ്ഞതിൻ്റെ ആകണം. സമയം ഉച്ചയോടടുക്കാനായിരിക്കുന്നു. ഇന്നലെ രാത്രി ജേക്കബും ഗിരീഷും പോയ ശേഷം പോലീസിന്റെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ വന്ന് ബോഡി ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ജേക്കബും ഗിരീഷും വന്നപ്പോഴേക്കും മറ്റ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നു. വീട്ടുമുറ്റത്ത് കെട്ടിയ ടാർപ്പായ മാത്രം അവിടെ അവശേഷിച്ചിരുന്നു. അല്പം വിഷമത്തോടെ തന്നെയാണ് അവരും അങ്ങോട്ട് ചെന്നത്. പ്രതിയെ എത്രയും വേഗം കണ്ടുപിടിക്കണം. അതിന് ദേവികയുടെ മരണത്തിന്റെ സത്യാവസ്ഥകൾ കൂടി അറിയേണ്ടതുണ്ട്. ആ ഒരു കാര്യമാണ് അവരെ ആ സാഹചര്യത്തിലും അങ്ങോട്ട് പോകാൻ പ്രേരിപ്പിച്ചത്. ദേവികയുടെ അച്ഛൻ്റെ അനുവാദത്തോടെ വീടിനകത്തേക്ക് കയറിയിരുന്ന ജേക്കബ് മയത്തിൽ അച്ഛനോട് ചോദിച്ചു, ദേവിക വീട് വിട്ടു പോയെന്ന് നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? ഞങ്ങളൊരു ബന്ധുവീട് വരെ പോയതായിരുന്നു. അവർ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. മിക്ക വെള്ളിയാഴ്ചയും വൈകുന്നേരം ആവുമ്പോഴേക്ക് അവൾ വരാറുണ്ട്. ഇത്തവണ വരുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തിയില്ലേ അകത്ത് കയറാൻ താക്കോൽ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ വന്ന് നോക്കുമ്പോൾ അകത്ത് റൂമിൽ കയറ് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. തൂങ്ങാൻ ഭാഗത്തിന് കുടുക്കിട്ട കയറ്. അത് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ വിതുമ്പിയിരുന്നു. ദേവികയുടെ അച്ഛനമ്മമാരെ അധികം വിഷമിപ്പിക്കാതിരിക്കാൻ ജേക്കബ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അത്യാവശ്യമായ 1-2 ചോദ്യങ്ങൾ മാത്രമേ അയാൾ അവരോട് ചോദിച്ചുള്ളൂ. പക്ഷെ വീണ്ടും ദേവികയുടെ അച്ഛൻ തുടർന്നു. ഞങ്ങൾ വീട് മുഴുവനും നോക്കി സാറേ, എവിടെയും കണ്ടില്ല. വീട്ടിലേക്ക് വരുന്നത് കണ്ടെന്ന് അയൽക്കാർ പറഞ്ഞു. പക്ഷെ എങ്ങോട്ട് പോയെന്ന് മാത്രം ആർക്കും അറിയില്ല. പിന്നെ പോവാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെയും ചെന്നിട്ടില്ല. വീടിന്റെ താക്കോൽ വയ്ക്കുന്ന സ്ഥലം അറിയാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ജേക്കബിന്റെ സംശയങ്ങൾ നീണ്ടു. ഇല്ല സാറേ, അങ്ങനെ ആരുമില്ല. അപൂർവമായ ഞങ്ങളുടെ വീട് പൂട്ടി എങ്ങോട്ടേലും പോവാറുള്ളൂ. അന്ന് ഞങ്ങൾ പോയില്ലായിരുന്നേൽ. ആ വിതുമ്പലിൽ അച്ഛനത് പറഞ്ഞൊപ്പിച്ചെങ്കിലും വാക്കുകളുടെ അവസാനം ഉള്ളിലെ സങ്കടം കണ്ണുകളുടെ കെട്ടുറപ്പ് തകർത്ത് പുറത്തേക്കൊഴുകി. അത് കണ്ടതും ജേക്കബ് കാണാതെ ഗിരീഷ് തൻ്റെ കണ്ണുകളൊപ്പി. ജേക്കബ് അയാൾ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എന്നോണം ദേവികയുടെ റൂം കാണണമെന്ന് പറഞ്ഞ് അകത്തേക്ക് നടന്നു. അച്ഛനും അമ്മയും പിന്നാലെ ചെന്ന് റൂം കാട്ടിക്കൊടുത്തു. ഈ റൂമിൽ പിന്നെ ആരെങ്കിലും കയറുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിരുന്നോ? ഗിരീഷ് അല്പം താഴ്ന്ന സ്വരത്തിൽ അവരോട് ചോദിച്ചു. ഇല്ലെന്ന് ദേവികയുടെ അമ്മ നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി കാണിച്ചു. ഒരുപക്ഷെ ഒന്ന് സംസാരിക്കാനുള്ള ധൈര്യം പോലും അവർക്ക് നഷ്ടപ്പെട്ടു കാണുമെന്ന് ജേക്കബിന് തോന്നി. റൂം മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ച ശേഷം അവിടെ നിന്നും സന്ദർഭം മനസ്സിലാക്കിയ ജേക്കബ് ഇതൊരു ആത്മഹത്യ തന്നെയാവുമെന്നും അത് നടന്നത് ഇവിടെ വെച്ച് തന്നെയാവുമെന്നും നേരത്തെ എത്തിയ നിഗമനത്തെ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിച്ചു. കാരണം മറ്റൊരാളുമായി പിടിവലിയോ ബലപ്രയോഗമോ നടന്നതിൻ്റെ ഒരു തെളിവുകളും അവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല.
എങ്കിലും ജേക്കബ് സൂക്ഷ്മ പരിശോധനയ്ക്കായി ഫോറൻസിക്കിനോട് വരാൻ പറഞ്ഞു. ഇനി എന്ത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ജേക്കബിന് ആത്മഹത്യാക്കുറിപ്പിന്റെ കാര്യം ഓർമ്മ വന്നത്. ദേവികയുടെ അച്ഛനമ്മമാർ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് അവളുടെ കയ്യക്ഷരം തന്നെയാണെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ജേക്കബ് ഗിരീഷിന്റെ കയ്യിൽ നിന്ന് ദേവികയുടെ ആത്മഹത്യാക്കുറിപ്പ് വാങ്ങി. വായിക്കാനായി അവൻ ആ കടലാസ കഷ്ണം തുറന്നു. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, ഞാൻ പോവാണ്. ഇനിയും ഞാൻ ജീവിച്ചിരുന്നാൽ അത് നിങ്ങൾക്ക് മാനക്കേടുണ്ടാക്കും. ഒരിക്കലും നിങ്ങളല്ല എൻ്റെ ആത്മഹത്യക്ക് കാരണം. എൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് എല്ലാം വരുത്തി വെച്ചത്. നിങ്ങൾ എന്നെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത്. പക്ഷേ തെറ്റും ശരിയും തിരിച്ചറിയുന്നതിൽ എനിക്ക് പിഴവ് സംഭവിച്ചു. നിങ്ങൾ പകർന്നു തന്ന സംസ്കാരം എനിക്ക് നഷ്ടമായി. അതിനെല്ലാം കാരണം അവനാണ്, അജിത്. അവൻ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു. എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ നിങ്ങളെക്കാളേറെ ഞാൻ അവനെ സ്നേഹിച്ചു. അതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിത്. അവൻ്റെ സ്നേഹം സത്യമാണെന്ന് കരുതി ഞാൻ അവൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു. അവൻ പറഞ്ഞിടത്തെല്ലാം കൂടെ പോയി. ഒരുപാട് തവണ അവൻ്റെ കൂടെ. അവൻ എന്നെ മടുത്തുപോയത്രേ. ഇതുവരെ അവൻ പറഞ്ഞതെല്ലാം അനുസരിച്ച ഞാൻ ഇനിയും അവൻ പറയുന്നത് അനുസരിക്കണം പോലും. അവനെന്നെ ഇഷ്ടമാണെന്ന് കരുതിയാണ് ഞാൻ അവൻ വിളിച്ചിടത്തെല്ലാം ചെന്നത്. ഇനി അവൻ പറയുന്നവരുടെ കൂടെയും കിടക്കണമെന്ന് പറഞ്ഞാൽ? ജേക്കബിന് അവസാന വരികളിൽ വാക്കുകൾ വായിച്ചെടുക്കാൻ പ്രയാസമുള്ളതുപോലെ തോന്നി. തുറന്നിട്ടിരിക്കുന്ന ജനാലയിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. കണ്ണുകൾ അമർത്തി ചിമ്മിയ ശേഷം വീണ്ടും വായന തുടർന്നു. അച്ഛാ, ഞാൻ ചീത്തയായി പോയി. അമ്മേ, ഇനി നിങ്ങളുടെ മകളായിരിക്കാൻ എനിക്ക് അർഹതയില്ല. അതുകൊണ്ട് ഞാൻ പോവാ. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടെന്നല്ലേ? അവനുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുക്കട്ടെ. ആത്മഹത്യാക്കുറിപ്പ് വായിച്ചു തീർന്നപ്പോഴേക്കും ജേക്കബിന്റെ ഉള്ളിൽ സങ്കടത്തിന്റെ തിരയിളകുന്നത് അവൻ അറിഞ്ഞു. അവൻ എത്ര ശ്രമിച്ചിട്ടും സ്വന്തം കണ്ണുകളെ നിയന്ത്രിക്കാനായില്ല. ജനാലയ്ക്കരികിൽ ചാരി നിന്നുകൊണ്ട് ജേക്കബ് പുറത്തേക്ക് തന്നെ നോക്കി നിന്നു. ഒരു ഇളം കാറ്റ് ജേക്കബിനെ തൊട്ടില്ലെന്ന മട്ടിൽ ഒഴുകിപ്പോയി. അത് ചിലപ്പോൾ ദേവികയുടെ ആത്മാവായിരിക്കാമെന്ന് ജേക്കബിന്റെ മനസ്സ് മന്ത്രിച്ചു. വായനയ്ക്കിടയിൽ എപ്പോഴോ ജേക്കബിന്റെ തൊണ്ട ഇടറിയിരുന്നു. അവന്റെ മനസ്സിൽ ആ പെൺകുട്ടിയോട് സഹതാപം തോന്നി. തളർന്നിരിക്കുന്ന ദേവികയുടെ അച്ഛനോടും അമ്മയോടും എന്ത് പറയണമെന്നറിയാതെ അവൻ കുഴഞ്ഞു. ജേക്കബിന്റെ കയ്യിൽ നിന്നും കുറിപ്പ് വാങ്ങി വായിച്ച ഗിരീഷാവട്ടെ വായനയ്ക്ക് ശേഷം ഒന്നും മിണ്ടാതെയായി. അതുകൂടി കണ്ടപ്പോൾ ചായ എടുക്കാമെന്ന് പറഞ്ഞ് ദേവികയുടെ അമ്മ അവിടെ നിന്നും അടുക്കളയിലേക്ക് പോയി. അതൊരു രക്ഷപ്പെടലായിരുന്നിരിക്കണം. അത് തിരിച്ചറിഞ്ഞെന്ന പോലെ അച്ഛനും അമ്മയുടെ പിന്നാലെ അടുക്കളയിലേക്ക് പോയി. സാറേ, ഈ കുട്ടിയുടേത് വല്ലാത്തൊരു ജാതകം തന്നെയാണല്ലേ? ഒന്ന് നിർത്തിയ ശേഷം ഗിരീഷ് കൂട്ടിച്ചേർത്തു. ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും ഒരുപോലെ ചൂഷണത്തിന് ഇരയാവാനാണല്ലോ വിധി. അല്പം ഇടറിയ ശബ്ദത്തോടെയാണ് ഗിരീഷ് അത് പറഞ്ഞു തീർത്തത്. എങ്കിലും ജേക്കബ് ഒന്നും മിണ്ടിയില്ല. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അങ്ങനെ നിന്നു. ഗിരീഷ് തുടർന്നു. ഒരുപക്ഷെ നമ്മൾ മുമ്പേ ആ കഴുകനെ പിടിച്ചിരുന്നുവെങ്കിൽ മരണശേഷം ഈ കുട്ടിയുടെ ശരീരത്തിനെങ്കിലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു അല്ലേ? ആ അച്ഛനമ്മമാർക്ക് ഇത്രയും വിഷമിക്കേണ്ടിയും വരില്ലായിരുന്നു. അത് കേട്ടപ്പോൾ ജേക്കബിന് തോന്നി ഗിരീഷിന്റെ ഉള്ളിൽ എന്തുകൊണ്ടോ കുറ്റബോധം ഉടലെടുക്കുന്നുണ്ടെന്ന്. അതിൽ നിന്നും അവന് ഇത്തിരി ആശ്വാസം നൽകാനെന്നോണം ജേക്കബ് പറഞ്ഞു, ഒന്ന് നിർത്തടാ. എന്തായാലും മരിച്ചില്ലേ, താനത് വിട്. അവനെ നമ്മൾ എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ പൊക്കും. പക്ഷെ അതിനു മുന്നേ അവനുണ്ടല്ലോ, അജിത്ത്, ആ കള്ള മോൻ. അവനില്ലായിരുന്നേൽ അവൾ ആത്മഹത്യ ചെയ്യുമായിരുന്നോ? ആദ്യം അവനെ പൊക്കണം. അവൻ്റെ മുഴുവനും ഡീറ്റെയിൽസും ഒപ്പിക്കണം സാർ. ജേക്കബ് സങ്കടത്തിൽ നിന്നുമെല്ലാം പെട്ടെന്ന് തന്നെ മോചിതനായി. അവൻ്റെ സങ്കടം മുഴുവനും ദേഷ്യമായി മാറി. ആത്മഹത്യക്ക് കാരണമായവനെയാണ് ആദ്യം പിടിക്കേണ്ടതെന്നായിരുന്നു ജേക്കബിന്റെ പക്ഷം. അത് ഗിരീഷിന്റെ ഉള്ളിലും ആശ്വാസത്തിന്റെയും ദേഷ്യത്തിന്റെയും വിത്തുപാകി. അവരുടെ രണ്ടുപേരുടെയും ഉള്ളിൽ അത് ആവേശം നിറച്ചു. വൈകാതെ തന്നെ ഫോറൻസിക് അവിടെ എത്തുകയും മുറി വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തു. പുസ്തകങ്ങളും അലമാരയിലെ വസ്ത്രങ്ങളും അടുക്കി വച്ചിരിക്കുകയാണ്. വൃത്തിയായി സൂക്ഷിച്ചിരുന്ന ഒരു ചെറിയ മുറിയായിരുന്നു അത്. മുറിയിലെ ലഭ്യമായ സൂചനകൾ പ്രകാരം ഇതിവിടെ വെച്ച് തന്നെ നടന്ന ആത്മഹത്യയാണെന്ന നിഗമനം ജേക്കബ് ഉറപ്പിച്ചു. ശേഷം മുറിയിൽ നിന്നും ആദ്യമേ കണ്ടെടുത്ത ആത്മഹത്യക്ക് ഉപയോഗിച്ചതെന്ന് കരുതുന്ന കയർ മുറുകി തന്നെയാണോ ദേവിക മരിച്ചതെന്നും കഴുത്തിൽ കാണപ്പെടുന്ന പാടുകൾ ഈ കയർ മുറുകി തന്നെയാണോ ഉണ്ടായതെന്ന് എന്നുകൂടി പരിശോധിച്ചുറപ്പിക്കാനും ഒപ്പം റിപ്പോർട്ട് പരമാവധി വേഗത്തിൽ സമർപ്പിക്കാനും ജേക്കബ് ഫോറൻസിക് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ദേവികയുടെ അമ്മയുണ്ടാക്കി കൊണ്ടുവന്ന ചായയും കുടിച്ച ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗിരീഷ് ദേവികയുടെ അച്ഛനമ്മമാരോട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനായി നമ്പർ കൊടുക്കുന്നത് ജേക്കബ് ശ്രദ്ധിച്ചു. അതവനിലെ നിലയ്ക്കാത്ത മനുഷ്യത്വം കൊണ്ടോ അതോ ഒടുങ്ങാത്ത കുറ്റബോധം കൊണ്ടോ ജേക്കബിന് അതിൻ്റെ കാരണം മനസ്സിലാക്കാനായില്ല. മടക്കയാത്രയിൽ ജേക്കബിൻ്റെ മനസ്സിൽ പലതും മിന്നിമറഞ്ഞു. എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ജേക്കബ് ചിന്തകളിൽ അലിഞ്ഞു. ഇപ്പോൾ ആ കഴുകൻ എവിടെയായിരിക്കും? ഇനി അവൻ പുതിയ ഇരയെ തേടുകയായിരിക്കുമോ? ജേക്കബിൻ്റെ മനസ്സ് വീണ്ടും വഴിതെറ്റി. ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞ മനസ്സിനെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ജേക്കബ് കാമ്പുള്ള ചിന്തകളിലേക്ക് മനസ്സിനെ ആട്ടിപ്പായിച്ചു. ഇപ്പോൾ സംശയിക്കാൻ രണ്ടു പേരുണ്ട്, ആ കിഴവനും പിന്നെ ഭ്രാന്തൻ വക്കച്ചനും. അവരിൽ ആരെങ്കിലുമാവുമോ കുറ്റവാളി? കിഴവൻ, അയാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ പണി എന്തായാലും നടക്കില്ല. അയാളെ സംശയിക്കാൻ മറ്റു പ്രത്യേക കാരണങ്ങളൊന്നും തന്നെ ഇല്ലതാനും. അതുകൊണ്ട് തന്നെയാണ് മറ്റു ബോഡിയിൽ നിന്നും കിട്ടിയ സാമ്പിളുകൾ അയാളുമായി ഇതുവരെയും ചെക്ക് ചെയ്യാത്തതും. ഇനിയും അയാളെ മാറ്റി നിർത്താനാകില്ല. ഒരുപക്ഷെ അയാൾ പ്രതിയല്ലെങ്കിൽ അയാൾക്ക് പ്രതി ആരാണെന്ന് അറിയുമായിരിക്കും. അതുമല്ലെങ്കിൽ അയാൾ പ്രതിയുടെ സഹായിയാവാനും സാധ്യതയുണ്ട്. പിന്നെ വട്ടൻ, സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും അയാൾക്ക് എതിരാണ്.
അത് പ്രകാരം വേണമെങ്കിൽ അയാളെ പ്രതിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അയാളാവുമോ പ്രതി? അയാൾ പ്രതി അല്ലെങ്കിൽ ഉറപ്പായും സഹായിയാവും. അല്ലെങ്കിൽ അയാൾ എന്തിന് രാത്രികളിൽ സെമിത്തേരിയിൽ പോകണം? ഇനിയൊരു പക്ഷേ ആ വട്ടന് ഇതിലൊന്നും യാതൊരു പങ്കുമില്ലെന്നാണെങ്കിൽ ഉറപ്പായും അവൻ കുറ്റവാളിയെ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതെ, അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. ജേക്കബ് പരിസരം മറന്നലറി. ജേക്കബിന്റെ മനസ്സ് ചിന്തകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഡ്രൈവിങ്ങിന്റെ ഇടയിലും ഗിരീഷ് ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ജേക്കബ് അലറിയത് എന്തിനാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. സത്യത്തിൽ ജേക്കബിന്റെ പെട്ടെന്നുണ്ടായ അലർച്ച കേട്ട് ഗിരീഷ് ഞെട്ടിയിരുന്നു. സാർ, എന്തു പറ്റി സാർ? വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് അവനത് ചോദിച്ചു. അപ്പോഴേക്കും ജേക്കബിന് പരിസരബോധം വീണ്ടും കിട്ടിയിരുന്നു. ചിന്തകളിൽ നിന്നും ഉണർന്ന ജേക്കബ് എന്തോ കണ്ടുപിടിച്ച സന്തോഷത്തോടെ ഗിരീഷിനോട് പറഞ്ഞു, അതെ, നമുക്കവരെ പൊക്കണം. ആരെ? ഒന്നും മനസ്സിലാകാതെ അത്ഭുതത്തോടെ ഗിരീഷ് ചോദിച്ചു. എടാ, നമ്മുടെ ലിസ്റ്റിലുള്ള 2 പേരില്ലേ, ആ കിഴവനും വട്ടനും, രണ്ടിനെയും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൊക്കിയിരിക്കണം. അത് നമുക്ക് പൊക്കാം സാർ. പക്ഷേ പെട്ടെന്നിപ്പോൾ ഇങ്ങനെ തോന്നാൻ എന്താ കാരണം? അതൊക്കെ പിന്നെ പറയാം. നീ സമയം കളയാതെ വൈകുന്നേരത്തിന് മുന്നേ അവരെ പൊക്കാനുള്ള വഴി നോക്ക്. ശരി സാർ. ഗിരീഷിനെ സംബന്ധിച്ചിടത്തോളം 2 പേരെ പൊക്കുക എന്നത് അത്ര പാടുള്ള കാര്യമല്ല. അതറിയാവുന്നത് കൊണ്ടാണ് ഇത്ര കുറഞ്ഞ സമയമായിട്ടും ഗിരീഷിനോട് അത് പറയാനുള്ള ധൈര്യം ജേക്കബ് കാണിച്ചത്. ആ യാത്രയ്ക്കിടയിൽ പിന്നെ കാര്യമായി അവരൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഗിരീഷ് മറ്റു കാര്യകാരണങ്ങൾ തിരക്കാൻ നിൽക്കാതെ ജേക്കബ് നൽകിയ ജോലി ചെയ്തു തീർക്കാനായി വണ്ടി പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി പറപ്പിച്ചു. അതിനിടയിൽ ACയെ വിളിച്ച് സെമിത്തേരിക്കടുത്തുള്ള കിഴവന്റെ വീട്ടിലേക്ക് പോകാനും സ്റ്റേഷൻ SIയെ വിളിച്ച് ഭ്രാന്തൻ വക്കച്ചനെ പൊക്കാനും നിർദ്ദേശം നൽകി. ജേക്കബിനെ സ്റ്റേഷനിലിറക്കി പോലീസുകാരെയും കൂട്ടി വേഗത്തിൽ ഗിരീഷ് എങ്ങോട്ടോ പറന്നു. സ്റ്റേഷനിലെ മുറിയിലിരുന്നു കൊണ്ട് ജേക്കബ് പിന്നെയും ചിന്തിച്ചു കൂട്ടി. ഉറപ്പായും പ്രതിയുമായി ഇവർക്കെന്തോ ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഇവരാ കഴിവന്റെ സഹായികളായിരിക്കും. അതുമല്ലെങ്കിൽ എല്ലാം കണ്ടിട്ടും എന്തോ കാരണം കൊണ്ട് അവർ അത് പുറത്തു പറയാത്തതാണ്. ആ വട്ടൻ പറയാത്തതിന് കാരണമുണ്ട്. അവൻ സ്ഥിരബുദ്ധിയില്ലാത്തവനല്ലേ, അതാവാം. പക്ഷേ കിളവൻ എന്തിന് ഇതെല്ലാം മറച്ചു വയ്ക്കണം? ഭ്രാന്തൻ വക്കച്ചനെ അയാളുടെ ഭ്രാന്ത് കാരണമാണ് രാത്രിയിൽ സെമിത്തേരികൾ അലയുന്നതെന്ന് എത്ര തവണ ശ്രമിച്ചിട്ടും ജേക്കബിന് സ്വന്തം മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാനായില്ല. ചിന്തകൾ സമയം കണക്കാക്കാതെ പാഞ്ഞുകൊണ്ടേയിരുന്നു. അതിനു പുറകെ ഓടിയ ജേക്കബും സമയം പോയത് അറിഞ്ഞില്ല. സമയം മണിക്കൂറുകൾ താണ്ടി. പെട്ടെന്ന് മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ജേക്കബ് ചിന്തകളെ വിട്ടുണർന്നത്. ഗിരീഷാണ് വിളിച്ചത്. ആ വിളി പ്രതീക്ഷിച്ചതുമാണ്. ഫോണെടുത്തപ്പോൾ നല്ല ഉഷാറിൽ തന്നെയായിരുന്നു ഗിരീഷിന്റെ സംസാരം. 2 പേരെയും പോലീസ് ക്ലബ്ബിൽ എത്തിച്ച വിവരം അറിയിക്കാനാണ് ഗിരീഷ് വിളിച്ചത്. അത് കേട്ടതും ജേക്കബ് വണ്ടിയെടുത്ത് നേരെ ക്ലബ്ബിലേക്ക് കുതിച്ചു. ജേക്കബ് വളരെ ആവേശത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ വേഗതയും കൂടുതലായിരുന്നു. യാത്രക്കിടയിൽ ഒരു കാര്യം മാത്രമേ ജേക്കബിന്റെ മനസ്സിൽ വന്നുള്ളൂ. ഈ 2 പേരിലൂടെ കഴുകനിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ആ നൂൽപാലത്തിലൂടെ എങ്ങനെയും അവന്റെ അടുത്തേക്ക് എത്തണം. ക്ലബ്ബിലെത്തിയതും ജേക്കബ് ഗിരീഷിനെ കാണാനായി ധൃതിയിൽ നടന്നു. ജേക്കബിനെ കണ്ടതും ഗിരീഷ് സല്യൂട്ട് അടിച്ചുകൊണ്ട് പറഞ്ഞു, സാർ, ഒരു സർപ്രൈസ് കൂടിയുണ്ട്. അവനുണ്ടല്ലോ, ആ അജിത്ത്, അവനെ കൂടി പൊക്കിയിട്ടുണ്ട്. ഓ, അതെന്തായാലും നന്നായി. ഗിരീഷിന്റെ വാക്കുകൾ കേട്ടതും ജേക്കബ് തെളിഞ്ഞ മുഖത്തോടെ പറഞ്ഞു. പിന്നെ സന്തോഷത്തോടെ ഗിരീഷിനെ ഒന്ന് നോക്കി. ആ സമയത്ത് ഗിരീഷിന്റെ മുഖം കണ്ടാൽ എന്തോ വലിയ കാര്യം സാധിച്ച മട്ടായിരുന്നു. അതേ ഭാവത്തോടെ ഗിരീഷ് തുടർന്നു. ആ SI നമ്മൾ ഉദ്ദേശിച്ചത്ര ഉഴപ്പനല്ലെന്ന് തോന്നുന്നു. ആത്മഹത്യയാണെന്ന് അറിഞ്ഞപ്പോഴേ കത്തിൽ നിന്ന് കിട്ടിയ വിവരവും ദേവികയുടെ കോൾ ഹിസ്റ്ററിയും ചാറ്റ് ഹിസ്റ്ററിയും പരിശോധിച്ച SI അവനെ അങ്ങ് പൊക്കി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ അവനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ എൻ്റെ സാറേ, ആ കിഴവനെ പൊക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ വട്ടനെ കയ്യിൽ കിട്ടാൻ നമ്മുടെ ഉഴപ്പൻ SIയുടെ കൂടെ സിറ്റി മുഴുവനും തപ്പേണ്ടി വന്നു. അവസാനം സിറ്റിയിലെ ഒരു രൂപക്കൂടിൻ്റെ ചോട്ടിൽ നിന്നാണ് ആളെ കണ്ടുകിട്ടിയത്. ചോദിച്ചപ്പോൾ ഞാനിവിടെ മാലാഖയ്ക്ക് കാവലിരിക്കുകയാണെന്നൊരു ഡയലോഗ്. അങ്ങനെ ഒരു വിധത്തിലങ്ങ് പൊക്കിയെടുത്തു. ശേഷം തികഞ്ഞ സംശയത്തോടെ തന്നെ ഗിരീഷ് ചോദിച്ചു, അല്ല സാർ, ഇനിയെങ്കിലും ഒന്ന് പറയണം, എന്തിനാ ഇത്ര പെട്ടെന്ന് ഇവരെ പൊക്കാൻ പറഞ്ഞത്? ഗിരീഷിന്റെ ജിജ്ഞാസ നിറഞ്ഞ ചോദ്യം കേട്ട് അതുവരെയും പറയാത്ത ആ കാരണം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ജേക്കബ് പറഞ്ഞു, എടോ, നമുക്കിന്നലെ ത്രേസ്യാമ്മയുടെ കല്ലറയിൽ നിന്നും കിട്ടിയ തെളിവുകൾ പ്രകാരം അത് പ്രതിയുടെ സഹായിയുടെയോ ആവാനാണ് സാധ്യത. അതുമല്ലെങ്കിൽ ആ തെളിവിന്റെ ഉറവിടം ഈ കേസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരുടേതാകാം. ഓ, അപ്പോൾ സാർ പറഞ്ഞു വരുന്നത്? ഒന്ന് ചിന്തിച്ച ശേഷം എന്തോ മനസ്സിലായതുപോലെ ഗിരീഷ് പറഞ്ഞു. പക്ഷെ അത് മുഴുവിപ്പിക്കും മുന്നേ ജേക്കബ് തന്നെ തുടർന്നു, എടോ ഗിരീഷേ, താൻ പിടിച്ചുകൊണ്ട് വന്നവന്മാരുടെ കോലം ശ്രദ്ധിച്ചോ? ഉവ്വ സാർ, അതിൽ ആ കിഴവൻ നോർമൽ കോലം തന്നെയാണ്, വീട്ടിൽ ധരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ വട്ടൻ ആകെ മുഷിഞ്ഞൊരു കോലമാണ്. അത് കേട്ടതും ജേക്കബ് നാവ് മടക്കി കടിച്ചുകൊണ്ട് ഗിരീഷിനെ ഒന്ന് നോക്കി. ശേഷം പല്ലുകൾ കടിച്ച് ജേക്കബ് പറഞ്ഞു, എൻ്റെ പൊന്നു ഗിരീഷേ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ തെളിവുകൾക്ക് അവരുമായുള്ള സാദൃശ്യമാണ്. ഓ, ഗിരീഷിന് അപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഉടനെ അവനൊന്ന് ഇരുത്തി ചിന്തിച്ചു. പിന്നെ നിറഞ്ഞു കവിഞ്ഞ ആവേശത്തോടെ ജേക്കബിനോട് പറഞ്ഞു, യെസ് സാർ, കിട്ടി. അവരുടെ മുടി, നമ്മുടെ 3 മുടിനാരുകൾ. അതെ, അത് തന്നെ. ആ കിഴവന് കറുപ്പും വെളുപ്പും നിറഞ്ഞ മുടികളാണുള്ളത്, എങ്കിലും കൂടുതൽ നരച്ച മുടികൾ തന്നെ. പിന്നെ ആ വട്ടൻ, അവന് നീണ്ട മുടിയാണ് സാർ. കുളിയും നനയും ഇല്ലാഞ്ഞിട്ടാണോ അതോ ചെളി പിടിച്ചിട്ടാണോ എന്നറിയില്ല.
അവൻ്റെ മുടിക്ക് ചെമ്പിച്ച നിറം തന്നെയാണ്. അപ്പോ ഇവർ തന്നെയാവുമല്ലേ പ്രതി? ഗിരീഷിന്റെ ആവേശം നിറഞ്ഞ വാക്കുകളും സംശയത്തിന്റെ കൂർത്ത മുനയുമുള്ള ചോദ്യവും കേട്ടപ്പോൾ ജേക്കബ് അവനെ ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പെട്ടെന്നങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല. കിട്ടിയ തെളിവുകളൊക്കെ ഇവരുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഫോറൻസിക്കിനെ വിവരം അറിയിക്കണം. പിന്നെ എത്രയും പെട്ടെന്ന് ഫുൾ റിപ്പോർട്ട് റെഡിയാക്കാൻ പറയണം. ഓക്കെ സാർ. പക്ഷേ എനിക്കൊരു സംശയം കൂടിയുണ്ട് സാർ. ഇനി എന്ത്? അപ്പോൾ ആ മൂന്നാമത്തെ മുടിയോ? കറുത്ത നീളം കുറഞ്ഞ മുടി. മൂന്നാമത്തെ മുടി നാര്. ആ മുടി ജേക്കബിന്റെ ഉള്ളിലും ഒരു കരടായി കിടന്നു. പിന്നെ ഒന്നുകൂടി ചിന്തിച്ച ശേഷം ജേക്കബ് പറഞ്ഞു തുടങ്ങി, അതൊരു പക്ഷേ ആ കഴുകൻ്റേതായിരിക്കും. അല്ലെങ്കിൽ അതിനുത്തരം മറ്റുള്ള 2 മുടിനാരുകൾ പറഞ്ഞു തരും സാർ. പിന്നെ അജിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ ദേവിക ആത്മഹത്യ ചെയ്ത അന്നേ ദിവസം അവനെ കാണാൻ ചെന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവൻ വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചപ്പോൾ ദേവിക അവൻ്റെ കരണത്തൊന്ന് പൊട്ടിച്ചാണ് അവിടെ നിന്നും പോയതെന്നാണ് അവൻ പറയുന്നത്. ഓ, എങ്കിൽ തെളിവുകൾ വല്ലതും അവനുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കണം സാർ. ഗിരീഷ് അതനുസരിച്ച് ഫോറൻസിക് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. അവർ വന്ന് പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ ശേഖരിച്ചു മടങ്ങി. നേരം ഇരുട്ടി തുടങ്ങി. ജേക്കബും ഗിരീഷും കാവലിന് പോലീസുകാരെ ഏർപ്പാടാക്കി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ രണ്ടുപേരും പോലീസ് ക്ലബിന്റെ വരാന്തയിൽ പരസ്പരം നോക്കിയിരുന്നു. തൽക്കാലം ഇന്ന് രാത്രി അവരുമായി കൂടിക്കാഴ്ചയോ ചോദ്യം ചെയ്യലോ ഒന്നും വേണ്ട എന്നാണ് തീരുമാനം. പിന്നെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ പൂർത്തിയാക്കിയ പോലെ ജേക്കബ് ഗിരീഷിനോട് പറഞ്ഞു, ഇന്ന് അവരവിടെ കിടക്കട്ടെ. നാളെ മുതൽ അവരെ 3 പേരെയും കസ്റ്റഡിയിലെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. കിഴവൻ്റെയോ വട്ടൻ്റെയോ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ കരുന്തൽ തടങ്കലിൽ വയ്ക്കാനുള്ള അനുവാദം വാങ്ങിയാലും മതി. എല്ലാം പരസ്പരം പറഞ്ഞ് തീരുമാനിച്ച ശേഷം അവരവിടെ നിന്നും വീടുകളിലേക്ക് യാത്രയായി. രാത്രിയിൽ പതിവിലും സുഖത്തിലാണ് ഇരുവരും ഉറങ്ങിയതെങ്കിലും ജേക്കബിന് ഉറക്കം വരുന്നതിനു മുമ്പുള്ള സമയം അത്ര സുഖകരമായിരുന്നില്ല. രാത്രിയിൽ കിടക്കയിൽ വന്നു വീണ ജേക്കബിന്റെ മനസ്സ് കല്ലറകൾ തേടിയോടി. അവന് മനസ്സിനെ നിയന്ത്രിക്കാൻ തോന്നിയില്ല. കാരണം നിഗൂഢതകൾ ഉറങ്ങിക്കിടക്കുന്ന ത്രേസ്യാമ്മയുടെ കല്ലറയുടെ ഇരുൾ നിറഞ്ഞ ആഴങ്ങളിലേക്ക് ഒളിഞ്ഞു കിടക്കുന്ന ഉത്തരങ്ങൾ തേടി ഊളിയിടാൻ ജേക്കബിന് താല്പര്യമുണ്ടായിരുന്നു. അതിനവനെ പ്രേരിപ്പിച്ചതാവട്ടെ മൂന്നാമത്തെ മുടിനാരും. ജേക്കബിന്റെ മനസ്സിൽ പുതിയ കണ്ടെത്തലുകളൊന്നും വന്നില്ല. പക്ഷേ അവനൊരു കാര്യം ഉറപ്പിച്ചു. ആ കല്ലറയിൽ നിന്നും കണ്ടെടുത്ത വിരലടയാളത്തിന്റെ ഉടമയ്ക്ക് ഉറപ്പായും കുറ്റവാളി ആരാണെന്ന് അറിയാൻ സാധിക്കും. ഇനി അതിന് സാധിച്ചില്ല എങ്കിൽ ഉറപ്പായും അവൻ തന്നെയാകും പ്രതി. അതിനൊപ്പം അവസാന 7 ദിവസങ്ങളിലെ ഒരു ദിനം കഴിഞ്ഞതിൻ്റെ എല്ലാ ആശങ്കകളും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതോടൊപ്പം അവൻ ആ കഴുകൻ്റെ ഒരു പ്രത്യേകത കൂടി പിടികിട്ടിയിരുന്നു. അവനൊരിക്കലും ജാതിമത വിവേചനത്തോടെയല്ല ശവങ്ങൾ ഭോഗിച്ചിരുന്നത്. ഏത് ശരീരവും അവൻ ഭോഗിക്കുമെങ്കിലും അതിന് പറ്റിയ ശരീരം കിട്ടുന്നത് സെമിത്തേരിയിൽ നിന്നായതുകൊണ്ടാണ് അവൻ്റെ ഇഷ്ടവിഹാര കേന്ദ്രം പള്ളി സെമിത്തേരികളായത്. അല്ലെങ്കിലും ചത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ജാതിയും മതവും ഒക്കെ കണക്കാ. പാതി ഉറക്കം പിടിച്ച മനസ്സിലും ജേക്കബ് അത് ചിന്തിച്ചു. അപ്പോഴാണ് ജേക്കബിൻ്റെ മനസ്സിൽ ഒരു വെളിപാട് പോലെ ഒരു തോന്നലുണ്ടായത്. അവൻ്റെ ഉറക്കം പോയി. കിടക്കയിൽ നിന്ന് എണീറ്റിരുന്ന് അവൻ ചിന്തിച്ചു, ആ കഴുകൻ എന്തായാലും ഇത്രയും നാൾ ഒളിച്ചിരുന്ന് കാണില്ല. പകരം ആരും സംശയിക്കാത്ത ഒരു മറ അവനെ സംരക്ഷിക്കാനും സംശയിക്കാതിരിക്കാനും അവൻ ഉപയോഗിച്ചിട്ടുണ്ടാകണം. ആദ്യം അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അത് എന്തുമാവാം. ഡോക്ടർ, പോലീസ്, വക്കീൽ, രാഷ്ട്രീയക്കാർ, അങ്ങനെ എന്തുമാവാം. എവിടെ പോയാലും ആരും സംശയിക്കാത്ത, സാമൂഹിക നിരീക്ഷണവും സ്വന്തം ഇരയെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റിയതുമായ ഒരു മറ അവന് ചുറ്റുമുണ്ട്. അതാണ് അവനെ എല്ലാവരുടെ കണ്ണിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്നത്. ഇതുവരെ അവൻ ചിന്തിക്കാതിരുന്ന ഒരു കാര്യം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇതൊരു മാനസിക പ്രശ്നമാവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം ഇയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കവനെ തിരിച്ചറിയാനാവുമല്ലോ. നാളെ തന്നെ സിറ്റിക്ക് അകത്തും പുറത്തുമുള്ള സൈക്യാട്രിസ്റ്റുകളോട് ഇതേക്കുറിച്ച് അന്വേഷിക്കണം. ആശ്വാസകിരണങ്ങൾ പുത്തൻ വഴികളിലൂടെ ശാന്തമായ ഉറക്കത്തിൻ്റെ കൂടാരത്തിലേക്ക് അവനെ കൈപിടിച്ചു കൊണ്ടുപോയി. രാവിലെ സൂര്യകിരണങ്ങൾ ആവേശത്തിൻ്റെ കണികകൾ ജേക്കബിൻ്റെ ഉള്ളിൽ വിതച്ചുകൊണ്ടേയിരുന്നു. പതിവിലും ആവേശത്തിലായിരുന്നു ജേക്കബ് അന്ന് സ്റ്റേഷനിലെത്തിയത്. പോകും വഴി ഗിരീഷിനെ വിളിച്ച് സൈക്യാട്രിസ്റ്റുകളോട് കാര്യം അന്വേഷിക്കാൻ ഏർപ്പാടാക്കുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിയ ജേക്കബ് ഇടയ്ക്കിടയ്ക്ക് ഗിരീഷിനെ വിളിച്ച് കാര്യവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഗിരീഷ് വരാൻ വൈകുന്ന ഓരോ നിമിഷവും ജേക്കബിൻ്റെ ഉള്ളിലെ ആശങ്കകൾ കൂടിക്കൂടി വന്നു. ആ ടെൻഷൻ എരിഞ്ഞു പോയത് എത്രയോ സിഗരറ്റുകളാണ്. ഗിരീഷിൻ്റെ വരവ് വൈകിയതും ജേക്കബ് തൻ്റെ മുന്നിലിരിക്കുന്ന കേസ് ഫയൽ പിന്നെയും തുറന്നു നോക്കി. ഇത്തവണ ചോദ്യശരങ്ങൾ ഏറ്റുവാങ്ങാനായിരുന്നില്ല ജേക്കബിൻ്റെ പുറപ്പാട്. പകരം എണ്ണമറ്റ ചോദ്യങ്ങൾക്കെതിരെ ഉത്തരങ്ങൾ കൊണ്ടൊരു പടച്ചട്ട തീർക്കാനായിരുന്നു. കേസ് ഫയലിൻ്റെ ഓരോ താളുകൾ പരിശോധിക്കുമ്പോഴും ജേക്കബിൻ്റെ ഉള്ളിൽ കൂടുതൽ ആഴത്തിൽ ഒരു കാര്യം മാത്രം പതിയുകയായിരുന്നു. അന്ന് ത്രേസ്യാമ്മയുടെ കല്ലറയുടെ അടുത്ത് നിന്നും തെളിവുകൾ കിട്ടിയപ്പോൾ തോന്നിയ അതേ സംശയം. ജേക്കബിൻ്റെ മനസ്സിൽ ആഴങ്ങളിൽ ആ സംശയം ഉറക്കി മുഴങ്ങുന്നത് പോലെ അവന് തോന്നി. അതെ, ത്രേസ്യാമ്മയുടെ കല്ലറയിലല്ലാതെ മറ്റൊരു കല്ലറയിലും അവൻ തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടില്ല. മുടിനാരോ വിരലടയാളമോ കാൽപ്പാടുകളോ ഒന്നും തന്നെ അവൻ ബാക്കി വച്ചിരുന്നില്ല. പിന്നെ ഇവിടെ മാത്രം എങ്ങനെയാണ് അവൻ അതെല്ലാം വിട്ടുപോയത്? അത് DYSP മനോജ് സാറിനോട് സൂചിപ്പിച്ചപ്പോഴാകട്ടെ, എടോ അവനല്ല, തനിക്കാ വട്ട്.
തെളിവുകൾ എങ്ങനെയും കിട്ടിയാൽ മതിയെന്നും പറഞ്ഞ് നടന്നിട്ടിപ്പോൾ തെളിവ് കിട്ടിയപ്പോൾ അതിനാണോ കുഴപ്പം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പക്ഷെ അതൊന്നും ജേക്കബിന്റെ തലയിൽ കയറിയില്ല. അവന്റെ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും ഇതുവരെ തെറ്റിയിരുന്നത് ഈ സംശയത്തിന്റെ തീവ്രത കൂട്ടി. എങ്കിലും അവൻ ഇതൊന്നും മറ്റാരുമായും ചർച്ച ചെയ്തില്ല. അവൻ അതിനുള്ള സമയം വരാനായി കാത്തിരുന്നു. ജേക്കബും സിഗരറ്റ് കുറ്റികളും മാത്രം അറിയുന്ന കഴുകൻ കേസ് ഫയലിലെ ആരും കാണാത്ത ചില ചൂണ്ടക്കൊളുത്തുകൾ. ഗിരീഷ് പോയ കാര്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയപ്പോഴേക്കും സമയം ഏകദേശം ഉച്ചയോടടുത്തിരുന്നു. സൈക്യാട്രിസ്റ്റുകളോട് ചോദിച്ചറിഞ്ഞ വിവരങ്ങളും ഒപ്പം ഫിംഗർ പ്രിന്റ് പരിശോധനയുടെ ഫലവുമായാണ് ഗിരീഷ് മടങ്ങി വന്നത്. ഗിരീഷ് വന്നപാടെ ഒരു സല്യൂട്ട് അടിച്ചു. സാർ, നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. അസോസിയേഷൻ വഴിയും അല്ലാതെ നേരിട്ട് വിളിച്ചുമൊക്കെ അന്വേഷിച്ചു. പക്ഷെ ഒരാളും ഇങ്ങനെ ഒരു അസുഖം കൊണ്ട് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തും പോയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി എന്തെങ്കിലും വിവരം കിട്ടുകയോ ആരെയെങ്കിലും സംശയം തോന്നുകയോ ചെയ്താൽ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് സാർ. അതെല്ലാം കേട്ടതും ജേക്കബ് നിസ്സഹായാവസ്ഥയുടെ ഒരു ദീർഘശ്വാസം വിട്ടു. അതിനുള്ള ആശ്വാസം എന്നോണം ഗിരീഷ് തുടർന്നു. സാർ, ഫിംഗർ പ്രിന്റ് അനാലിസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് പറഞ്ഞ് ഗിരീഷ് കയ്യിലുണ്ടായിരുന്ന ഫോറൻസിക് ഫയല് ജേക്കബിന് നൽകി. ജേക്കബ് ആകാംക്ഷയോടെ അത് തുറന്നു നോക്കി. ശേഷം ഗിരീഷിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവർ അവിടെ നിന്ന് നേരെ പോലീസ് ക്ലബിലേക്ക് പാഞ്ഞു. അവിടെ കിടക്കുന്നവരെ ഇതുവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നില്ല. കാര്യമായി എന്തെങ്കിലും ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയിട്ട് മതി ചോദ്യം ചെയ്യൽ എന്ന നിലപാടിലായിരുന്നു ജേക്കബ്. കുറേ നേരം അവരെ ഒറ്റയ്ക്കിരുത്തി അവരുടെ ചിന്തകളെ വഴിതെറ്റിച്ച് വേണ്ട വിവരങ്ങൾ ചോദിച്ചറിയുക എന്ന പോലീസ് തന്ത്രവും ഇതിനു പിന്നിൽ ഉണ്ടെന്നതാണ് സത്യം. അവിടെ എത്തിയതും അവർ നേരെ ചെന്നത് ആ കിഴവന്റെ അടുത്തേക്കാണ്. ജേക്കബിനെയും ഗിരീഷിനെയും കണ്ടതും കസാരയിൽ ഇരിക്കുകയായിരുന്ന അയാൾ എണീറ്റ് നിന്നു. സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കണം, അയാൾ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞൊപ്പിച്ചു. അതിനുള്ള മറുപടി അത്യാവശ്യം പോലീസ് ഗൗരവത്തോടെ തന്നെ ജേക്കബ് ചോദിച്ചു. അതൊക്കെ വിശ്വസിക്കാം. പക്ഷെ താൻ പറയണം ആ കുറ്റവാളി ആരാണെന്ന്. അതാരാണെന്ന് എനിക്കറിയില്ല സാറന്മാരെ. അത് കേട്ടതും അയാൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ നിസ്സഹായാവസ്ഥയിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ താൻ ശരിക്കും ഒന്നുകൂടെ ഇരുന്ന് ആലോചിക്ക്. അതും പറഞ്ഞ് ജേക്കബ് അയാളുടെ അടുത്ത് നിന്നും അടുത്ത മുറിയിലായി പൂട്ടിയിട്ട് അജിത്തിന്റെ അടുത്തേക്ക് നടന്നു. അവിടെ എത്തിയതും അവന്റെ കോലം കണ്ടപ്പോൾ പിന്നെ ജേക്കബിനൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. ഗിരീഷ് അയാളുടെ ഉള്ളിൽ തളം കെട്ടിക്കിടന്നിരുന്ന കുറ്റബോധം ഒരു പരിധിവരെ അവന്റെ ദേഹത്ത് തീർത്തെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി. ഇന്നലെ രാത്രി അവരിവിടെ നിന്നും പോയതിനു ശേഷം എപ്പോഴോ ഗിരീഷ് തിരിച്ചു വന്ന് കാണുമെന്ന് ജേക്കബ് ഊഹിച്ചു. ആ പരുവത്തിലാണ് അജിത്തിന്റെ ഇരിപ്പ്. തലയുടെ ഭാരം താങ്ങാനാവാത്ത പോലെ തല കുനിച്ച് കസാരയിൽ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന അജിത്തിന്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും കല്ലിച്ച പാടും നീലിച്ച പാടും തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ആ കോലം കണ്ടതും ജേക്കബ് ഗിരീഷിനെ ഒന്ന് നോക്കി. ജേക്കബിന്റെ നോട്ടം പതിക്കുമ്പോൾ ഗിരീഷ് തല താഴ്ത്തി തറയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഇതൊക്കെ താൻ എപ്പോഴാണോ വന്ന് സാധിക്കുന്നത്? അത്ഭുതത്തോടെ ജേക്കബ് ഗിരീഷിനോട് ചോദിച്ചു. പക്ഷെ ഗിരീഷിന്റെ പ്രവൃത്തിയിൽ ജേക്കബിന് ഒട്ടും ദേഷ്യമില്ലായിരുന്നു. കാരണം അവന് രണ്ട് കൊടുക്കുക തന്നെയായിരുന്നു ജേക്കബിന്റെ ഉദ്ദേശം. പിന്നെ അവിടെ നിൽക്കാതെ അവർ നേരെ ഭ്രാന്തൻ വക്കച്ചന്റെ അടുത്തേക്ക് പോയി. അവരെ കണ്ടതും അയാൾ അലറിക്കൊണ്ട് അടുത്തേക്ക് ഓടി വന്നു. അത് കണ്ടപ്പോൾ അവർ തെല്ലൊന്നു ഭയന്നു. ആ നിമിഷത്തിൽ ജേക്കബിന്റെ മനസ്സിൽ അയാളുടെ രൂപം പതിഞ്ഞു. നീണ്ട മുഖമാണ് അയാൾക്ക്. എങ്കിലും അതിന്റെ ആകൃതിയും രൂപവും മുഖഭാവവും ആ ജട പിടിച്ച രോമക്കാടുകൾക്കിടയിൽ നിന്നും കണ്ടുപിടിക്കുക എന്നത് അത്യധികം ദുഷ്കരവും. നീണ്ടു വളർന്ന ജട പിടിച്ച താടി രോമം കൊണ്ട് അയാളുടെ കഴുത്ത് കാണുന്നുണ്ടായിരുന്നില്ല. ഒരു സിംഹത്തിന്റെ സടയെന്ന പോലെ നീണ്ട ജട പിടിച്ച ചെമ്പിച്ച മുടിയിഴകൾ മുഖത്തേക്കും വശങ്ങളിലേക്കും പിന്നിലേക്കുമായി വീണ് കിടക്കുകയാണ്. പരുക്കൻ മീശരോമങ്ങളാവട്ടെ മേൽചുണ്ട് മറയ്ക്കും വിധം നീണ്ടിട്ടുണ്ട്. ആർക്കും അയാളുടെ മുഖം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പേടി തോന്നുമെന്ന് മാത്രമല്ല, അയാളുടെ മുഖത്ത് കുറച്ചു നേരം നോക്കി നിൽക്കുക എന്നത് പ്രയാസകരവുമായിരിക്കും. മെലിഞ്ഞ ശരീരത്തിൽ ലൂസായ മുഷിഞ്ഞ അവിടെ ഇവിടെയായി ചെറിയ കീറലുകളുള്ള ഒരു ഓറഞ്ച് ഷർട്ടും പലയിടങ്ങളിലായി കീറലുകളും തുന്നലുകളുമുള്ള മുഷിഞ്ഞ ചെളി പിടിച്ച ഒരു കറുത്ത പാൻറ്റുമായിരുന്നു അയാളുടെ വേഷം. പാൻറ്റിൻ്റെ ഒരു കാലിൽ മുട്ടിനടുത്ത് വരെ പാൻറ് മടക്കി ഉയർത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഫുൾ കൈ ഷർട്ടിൽ രണ്ട് കൈയിലും വ്യത്യസ്ത അളവുകളിൽ ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ചിട്ടുണ്ട്. ആ മുഷിഞ്ഞ കോലത്തിൽ മൊത്തത്തിൽ അയാൾ പെട്ടെന്ന് മുന്നിൽ വന്ന് ചാടിയാൽ ആരായാലും പേടിച്ചു പോകും. ഇരുട്ടിൽ അയാളെ കണ്ട റബ്ബർ വെട്ടാമെന്ന ബിനോയിയും അപ്പൻ ബെന്നിയെയും സമ്മതിക്കണം. ജേക്കബിന്റെ മനസ്സ് കുറച്ചുകൂടി പിന്നോട്ടോടി. ത്രേസ്യാമ്മയുടെ കല്ലറയുടെ സെമിത്തേരിയിൽ നിന്നും വക്കച്ചൻ ഓടിപ്പോകുന്നത് കണ്ടെന്ന് സാക്ഷി പറഞ്ഞ ആ അപ്പനെയും മകനെയും കുറിച്ച് ജേക്കബിന് ഓർമ്മ വന്നു. ചിന്തകളിൽ നിന്നും കണ്ണു മുറുക്കി അടച്ച് തുറന്ന് ജേക്കബ് കാണുന്നത് അവരുടെ നേരെ ഓടിയെടുത്ത വക്കച്ചനെ പിടിച്ചു മാറ്റുന്ന ഗിരീഷിനെയാണ്. വക്കച്ചൻ ജേക്കബിന് നേരെ ഓടി വരുന്നത് കണ്ട ഗിരീഷ് കയറി വട്ടം പിടിച്ചതാകാമെന്ന് പരിസരബോധം വീണ്ടും കിട്ടിയ ജേക്കബ് മനസ്സിലാക്കിയെടുത്തു. ബഹളം കേട്ട് ഓടി വന്ന കാവൽക്കാരും ഗിരീഷും ചേർന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോയി കസാരയിൽ വിലങ്ങിട്ടിരുത്തി. അപ്പോഴേക്കും അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ സാത്താന്റെ സേവകനാണ്, ശവങ്ങളുടെ കാവൽക്കാരൻ. ആത്മാക്കളെ സാത്താനിങ്കൽ എത്തിക്കേണ്ടവൻ. എന്നെ തടഞ്ഞു വയ്ക്കാൻ ആർക്കും അധികാരമില്ല. സാത്താനോടുള്ള യുദ്ധം നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. നിങ്ങൾ ദൈവത്തിന്റെ പടയാളികളാണ്. നിങ്ങളോട് എനിക്ക് സന്ധിയില്ല. എന്നെ തുറന്നുവിടൂ. എൻ്റെ കെട്ടഴിക്കടാ. നീ ഇതിനെല്ലാം സാത്താനോട് സമാധാനം പറയേണ്ടി വരും.
അയാൾ അപ്പോഴും അട്ടഹസിച്ചുകൊണ്ടേയിരുന്നു. ആ അട്ടഹാസം അവിടെ വാങ്ങി മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഒന്നും മനസ്സിലാവാതെ ജേക്കബ് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വരാന്തയിലെത്തി. പുറകെ തന്നെ ഗിരീഷും അവിടേക്കെത്തി. പുറത്തെത്തിയ ഗിരീഷ് ജേക്കബിനോട് ചോദിച്ചു, സാർ ഒന്നും പറ്റിയില്ലല്ലോ, ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് പറയുമ്പോഴും ജേക്കബിൻ്റെ ഉള്ളിൽ ഒരു കനൽ ഉരുങ്ങുന്നുണ്ടായിരുന്നു. കയ്യിൽ പിടിച്ച ഫിംഗർ പ്രിൻ്റ് അനാലിസിസിൻ്റെ റിസൾട്ട് അയാൾ മുറുക്കി പിടിച്ചു. അതിനുള്ളിൽ കിടന്ന ടെസ്റ്റ് റിസൾട്ട് ഞെരിഞ്ഞമർന്നു. അവനിപ്പോൾ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം സാർ. ഗിരീഷ് പറഞ്ഞപ്പോൾ ജേക്കബ് ഒന്ന് തലയാട്ടിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ കൈമുദ്രയും കൊണ്ട് നീ ആരെയാണ് തേടുന്നത്? ആ രേഖകൾ നിനക്ക് ആവശ്യമില്ലാത്തവയാണ്, അത് വിട്ടുകളയൂ. അകത്തു നിന്നും വട്ടൻ്റെ ഉയർന്ന ശബ്ദത്തിലുള്ള വാക്കുകൾ മുഴങ്ങിക്കേട്ടതും ജേക്കബ് കയ്യിലെ ഫയൽ ഒന്നുകൂടി തുറന്നു പരിശോധിച്ചു. അതെ, അതിലവൻ്റെ പേര് തന്നെയാണുള്ളത്, വക്കച്ചൻ. അവർ രണ്ടുപേരും വക്കച്ചൻ്റെ അടുത്തേക്ക് എത്തി. എടോ, താനിപ്പോൾ എന്താ പറഞ്ഞേ? ഗിരീഷ് അയാളുടെ നേരെ ചാടി കടിച്ചുകൊണ്ട് ചോദിച്ചെങ്കിലും ആ വട്ടനൊന്നും പറഞ്ഞില്ല. അതവനെ ചൊടിപ്പിച്ചു. മുഷിഞ്ഞ ഷർട്ടും താടിയും കൂട്ടി കോളറിന് കുത്തിപ്പിടിച്ച് ഗിരീഷ് വീണ്ടും ചോദിച്ചു, പറയട ഓ മോനെ, നീ സാത്താനിങ്കൽ അഭയം പ്രാപിക്കൂ, എല്ലാം നിന്നെ തേടിയെത്തും. അയാൾ വീണ്ടും അത് തന്നെ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. നീ സാത്താനിങ്കൽ അഭയം പ്രാപിക്കൂ, എല്ലാം നിന്നെ തേടിയെത്തും. നീ സാത്താനിങ്കൽ അഭയം പ്രാപിക്കൂ, എല്ലാം നിന്നെ തേടിയെത്തും. ആ വാക്കുകൾക്ക് ശബ്ദം കൂടി വന്നു. അവർ തെല്ലൊന്നു ഭയന്നുകൊണ്ട് ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. വരാന്തയിൽ നിന്ന് ഗിരീഷ് ചോദിച്ചു, സാർ ഇതിവൻ്റെ വിരലടയാളം തന്നെയാണെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? ആർക്കറിയാടോ? ജേക്കബ് ആ ചോദ്യത്തിന് അത്ര പ്രാധാന്യം കൊടുത്തില്ല. ഇനി ഈ സാത്താൻ സേവയിലേക്ക് എന്തെങ്കിലും സത്യമുണ്ടാവുമോ? ഗിരീഷിൻ്റെ ആ ചോദ്യത്തിന് ജേക്കബ് അർത്ഥം വച്ചൊരു നോട്ടം മാത്രമാണ് മറുപടിയായി കൊടുത്തത്. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കല്ലറയിലെ ഫിംഗർ പ്രിൻ്റ് അവൻ്റെ ആണെങ്കിൽ നമുക്കവനെ അറസ്റ്റ് ചെയ്തൂടെ? അവൻ തന്നെ ആവില്ലേ പ്രതി സാർ? ആവാം, പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ ബാക്കി ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി വരണം. അത് കിട്ടുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. ഉള്ളിലെ സംശയങ്ങൾ പലതും മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് ജേക്കബ് അത് പറഞ്ഞു തീർത്തു. സ്ഥിരബുദ്ധിയില്ലാത്ത ആ വട്ടനെ കൊണ്ട് ഇത്ര കൃത്യമായി ഇതെല്ലാം ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കാൻ ജേക്കബിനെ കൊണ്ടാകുമായിരുന്നില്ല. ടെസ്റ്റ് റിസൾട്ട് വരുമ്പോഴേക്കും അവസാന 6 ദിവസങ്ങളിലെ കുറച്ച് ദിവസങ്ങൾ അതിനുവേണ്ടി നഷ്ടപ്പെട്ടു പോകുമെന്നത് ജേക്കബിനെ അസ്വസ്ഥനാക്കി. എത്രയും വേഗം റിപ്പോർട്ട് റെഡിയാക്കിയാലും വ്യാഴാഴ്ചയാവും അത് കയ്യിൽ കിട്ടാൻ. അതാണ് ഒരു വലിയ പ്രശ്നമായി ജേക്കബിന് തോന്നിയത്. റിസൾട്ട് വരുമ്പോൾ വരട്ടെ എന്ന് കരുതി ജേക്കബ് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. അപ്പോഴേക്കും ഭ്രാന്തൻ വക്കച്ചൻ്റെ അട്ടഹാസവും ആർപ്പുവിളികളും ആ ക്ലബ്ബിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് ജേക്കബിൻ്റെ കാതുകളിൽ തുളഞ്ഞു കയറി. അത് സഹിക്കാനാവാതെ സിഗരറ്റിൻ്റെ പുക അവൻ വലിച്ചൂതി വിട്ടു. ആ സമയം ജേക്കബിൻ്റെ മനസ്സിൽ കഴിഞ്ഞ രാത്രി ചിന്തിച്ചതിൻ്റെ ഓർമ്മകൾ ഓടിയെത്തി. കയ്യിലിരുന്ന സിഗരറ്റ് അവൻ പലവട്ടം ചുണ്ടിനോട് ചേർത്തു. ഇനി ആർക്കും സംശയം തോന്നാതിരിക്കാനായി അവൻ ഉപയോഗിക്കുന്ന ആ മറ അതൊരു ഭ്രാന്തൻ്റേതാകുമോ? പക്ഷേ അയാളുടെ ഉപബോധ മനസ്സാകട്ടെ സ്ഥിരബുദ്ധിയില്ലാത്ത ആ വട്ടനെ പ്രതിയായി അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ല. ജേക്കബിന് പെട്ടെന്നൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. സിഗരറ്റിൻ്റെ പുകയേക്കാളേറെ ജേക്കബിൻ്റെ തല പുകഞ്ഞു. അതേസമയം ഗിരീഷാവട്ടെ ഇനി എന്തെന്ന ചോദ്യഭാവത്തിൽ ജേക്കബിനെയും നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ ഗിരീഷിനോട് പറയാൻ ജേക്കബിനൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ദിവസമായില്ല ഇതിൻ്റെ പിന്നാലെ, ഇനി നമുക്ക് പോയി 2 ദിവസം റെസ്റ്റ് എടുക്കാം. അല്ല സാർ, അപ്പോൾ കേസോ? എടോ, ഇനി ഫോറൻസിക്കിൻ്റെ മുഴുവൻ ടെസ്റ്റ് റിസൾട്ടും കയ്യിൽ കിട്ടിയാൽ മാത്രമേ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാനാകില്ല. താൻ സുഖമായി പോയി റിലാക്സ് ചെയ്തോ. ഇടയ്ക്ക് ഇവിടെ ഒന്ന് വന്നു നോക്കണമെന്ന് മാത്രം. ഗിരീഷിൻ്റെ സംശയത്തിന് ജേക്കബിൻ്റെ മറുപടി വളരെ മടുപ്പ് നിറഞ്ഞ സ്വരത്തിലായിരുന്നു. പക്ഷേ പൂർണ്ണ ഉത്സാഹത്തോടെയായിരുന്നു ഗിരീഷിൻ്റെ അടുത്ത മറുപടി. അത് ഞാൻ നോക്കിക്കോളാം. അത് കേട്ടതും ജേക്കബിന് കാര്യം മനസ്സിലായി. വലിച്ചു തീരാറായി സിഗരറ്റ് കുറ്റി നിലത്തിട്ട് ചവിട്ടിയരച്ചുകൊണ്ട് ഗൗരവത്തിൽ ഒരു താക്കീതെന്ന മട്ടിൽ തന്നെ ജേക്കബ് പറഞ്ഞു, അങ്ങനെ അതും പറഞ്ഞ് താനിനി അജിത്തിൻ്റെ അടുത്തേക്ക് പോകണ്ട. തൻ്റെ ഉത്സാഹം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവനെങ്ങാനും ഇവിടെ കിടന്ന് ചത്തുപോയാൽ നമ്മൾ കുടുങ്ങും, അത് മറക്കണ്ട സാർ. അത്രമാത്രം പറഞ്ഞ് ഗിരീഷ് അവിടെ നിന്നും പോയി. അവൻ്റെ ഉള്ളിലെ മനുഷ്യത്വപരമായ വികാരം തിളച്ചു മറിയുന്നത് മനസ്സിലാക്കാൻ ജേക്കബിന് കഴിഞ്ഞു. പക്ഷേ ജേക്കബിൻ്റെ മനസ്സ് മേലുദ്യോഗസ്ഥനായ മനോജിനോ കൂടെ നടക്കുന്ന ഗിരീഷിനോ തിരിച്ചറിയാൻ സാധിച്ചില്ല. ജേക്കബിൻ്റെ മനസ്സിലെ സംശയക്കടലിലെ തിരമാലകൾക്കൊരിക്കലും അവസാനമുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് അയാളെ ഒരു നല്ല പോലീസുകാരനാക്കി മാറ്റിയതും. ആ സ്വഭാവം അയാൾ ഇന്നും കെടാതെ കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. അധിക സമയം ക്ലബ്ബിൽ നിൽക്കാതെ ഗിരീഷ് പോയതിന് പുറകെ തന്നെ ജേക്കബും അവിടെ നിന്നും ഇറങ്ങി. ഇനി ടെസ്റ്റ് റിസൾട്ട് വരുന്നതുവരെ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു ജേക്കബിൻ്റെ ചിന്ത. എന്തായാലും കേസിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഈ 2 ദിവസം തൻ്റെ ചിന്തകളെ ഉടച്ചു വാർക്കാമെന്ന് ജേക്കബ് മനസ്സിൽ കണക്കുകൂട്ടി. പക്ഷെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ ഒരുപാടുള്ളതുകൊണ്ട് ആ ചിന്ത ജേക്കബിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇനിയൊരു പുതിയ തുമ്പ് കിട്ടാതെ തൻ്റെ ഒരു ചോദ്യത്തിനും ഉത്തരം കിട്ടില്ലെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ ഒന്ന് പുനർപരിശോധിച്ച് എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ എന്ന് പരിശോധിക്കാമെന്ന തീരുമാനത്തിലാണ് അവസാനം ജേക്കബ് എത്തിച്ചേർന്നത്. മനസ്സിൽ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചപ്പോഴേക്കും ജേക്കബ് വീട്ടിലെത്തിയിരുന്നു. അകത്ത് കയറി മുറിയുടെ വാതിൽ തുറന്ന ജേക്കബ് കാണുന്നത് മുറിയിൽ കെട്ടിത്തൂങ്ങി കിടക്കുന്ന
ഒരു പെൺകുട്ടിയുടെ ശരീരമാണ്. അത് ആരുടേതാണെന്ന് അവന് വ്യക്തമായില്ല. മുറിയിലാകെ ഇരുട്ടായിരുന്നു. പെട്ടെന്ന് മുറിയുടെ ഒരു മൂലയിൽ നിന്നും വെളിച്ചം തെളിഞ്ഞു വരുന്നത് അവൻ കണ്ടു. ഒന്ന് അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ വസ്ത്രങ്ങൾ കത്തുന്നതിൻ്റെ വെളിച്ചമാണ് അതെന്ന് അവന് മനസ്സിലായി. ആ വെളിച്ചത്തിൽ തൂങ്ങിക്കിടക്കുന്ന ശരീരത്തിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. തീ ആളിക്കത്തുന്തോറും ശരീരത്തിൻ്റെ രൂപത്തിന് വ്യക്തത കൂടിക്കൂടി വന്നു. ആദ്യം തന്നെ ജേക്കബിന് മനസ്സിലായത് ആ പെൺകുട്ടിയുടെ ദേഹത്ത് വസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ്. അവനത് മനസ്സിലാക്കിയതും കണ്ണു പൊത്തിപ്പോയി. നിമിഷങ്ങൾ കടന്നു പോകുന്തോറും തീ ആളിക്കത്തുന്നതും കൂടി വന്നു. അത് കാഴ്ചയ്ക്ക് കൂടുതൽ വ്യക്തതയേകി. മനോധൈര്യം വീണ്ടെടുത്ത ജേക്കബ് കണ്ണുകൾ അവളുടെ തൂങ്ങിയാടുന്ന നഗ്നശരീരത്തിലേക്ക് ഒന്നുകൂടി നോക്കി. അപ്പോഴേക്കും ആ മുറിയിൽ വസ്ത്രങ്ങൾ കത്തുന്ന വെളിച്ചം ഇരുട്ടിനെ പൂർണ്ണമായും തുരത്തിയിരുന്നു. ആ വെളിച്ചം ജേക്കബിന്റെ കാഴ്ചയെ വ്യക്തമാക്കി. ആ നഗ്ന ശരീരത്തിലുടനീളം മുറിപ്പാടുകളുണ്ടായിരുന്നു. കഴുകൻ ഭോഗിച്ച ശരീരങ്ങളിൽ കാണുന്നത് പോലെയുള്ള പല്ലും നഖങ്ങളും കൊണ്ടുണ്ടായതുപോലെ അതേ പാടുകൾ. ആ പാടുകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ജേക്കബ് തിരിച്ചറിഞ്ഞു. അവന്റെ നെഞ്ചിൽ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. മഴ നനഞ്ഞ പോലെ അവൻ വിയർത്തു കുളിച്ചു. അവന്റെ ശ്വാസഗതി ഉച്ചത്തിലായി. അവൻ വന്നപ്പോൾ തുറന്ന വാതിൽ താനെ അടഞ്ഞിരിക്കുന്നു. ആളിക്കത്തുന്ന തീയും അടഞ്ഞു കിടക്കുന്ന മുറിയും കൂടിയായപ്പോൾ അവന് ചെറിയ തോതിൽ ശ്വാസം മുട്ടുന്നുണ്ടോ എന്ന സംശയം തോന്നി തുടങ്ങി. അവൻ ആഞ്ഞു വലിച്ചു. പുക ഉള്ളിൽ കയറി അവൻ ചുമച്ചു. കൂടിക്കൂടി വരുന്ന അഗ്നി വെളിച്ചത്തിൽ അവൻ ആ നഗ്നശരീരത്തിലെ മുഖം വ്യക്തമായി കണ്ടു. അതെ, ആ മുഖത്തിന് മരിച്ചുപോയ ദേവികയുടെ അതേ മുഖഛായ. ഒരു നിമിഷം ജേക്കബിന്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, അത് ദേവിക തന്നെ. എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ള ശേഷി പോലും ജേക്കബിന് നഷ്ടപ്പെട്ടിരുന്നു. അവന്റെ കണ്ണുകൾ ദേവികയുടെ മുഖത്ത് തന്നെയായിരുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ തുറന്നു. ജേക്കബ് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു. ചുമരിലേക്ക് അമർന്നുപോയി. അവൾ അടഞ്ഞ ശബ്ദത്തിൽ കരയാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ അവ്യക്തമായി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഭയന്ന് ജേക്കബ് ഒരടി മുന്നോട്ട് വെച്ച് കാതോർത്തു. ആ, രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, അതായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴേക്കും ജേക്കബിന് സ്വബോധം വീണ്ടും കിട്ടിയിരുന്നു. അവിടെ കത്തുന്ന തീ ആളിപ്പടർന്ന മുറി മുഴുവനും കത്താൻ തുടങ്ങിയിരുന്നു. അവൻ ഓടിപ്പോയി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ തുറക്കാൻ പറ്റുന്നില്ല. അത് കണ്ടെന്ന പോലെ അവളുടെ കരച്ചിലിന്റെ ശബ്ദമുയർന്നു. അവൻ കാതുകൾ ഇരു കൈകൾ കൊണ്ടും പൊത്തിപ്പിടിച്ചു. ജനലിന്റെ അടുത്തേക്ക് ഓടി. ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി അവന്റെ കണ്ണിൽ ആദ്യം പെട്ടത് ആകാശത്തിലേക്ക് പറന്നുയരുന്ന ഒരു കഴുകനെയാണ്. അവന്റെ കൊക്കിനിടയിൽ എന്തോ ഉണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ജേക്കബിന് അതെന്താണെന്ന് മനസ്സിലായി. അതെ, അതൊരു അടിവസ്ത്രമാണ്. അത് അവളുടേതാവാം. ധൈര്യമുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി വാടാ. ജേക്കബ് ആ കഴുകനെ നോക്കി അലറി. ജനാലക്കമ്പികളിൽ അവൻ ശക്തിയായി പിടിച്ചു കുലുക്കി. പക്ഷേ ജേക്കബിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് ഒരടിവസ്ത്രം റാഞ്ചിയെടുത്ത് ആ കഴുകൻ മേഘങ്ങൾക്കിടയിലേക്ക് മറഞ്ഞിരുന്നു. ജേക്കബ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് ദേവിക ഉറക്കെ കരയുകയാണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. അത് കേട്ടു നിൽക്കാൻ കഴിയാതെ ജേക്കബ് ഇരു കൈകൾ കൊണ്ടും കാതുകൾ പൊത്തിപ്പിടിച്ചു. തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ അലറി. സംഭവം എന്താണെന്നറിയാതെ ഓടി വന്ന അമ്മച്ചി കണ്ടത് വിയർത്തു കുളിച്ച് കിടക്കയിലിരിക്കുന്ന ജേക്കബിനെയാണ്. എന്നതാടാ, എന്നാ പറ്റിയേ? പരിഭ്രമിച്ചുകൊണ്ടുള്ള ആ ചോദ്യം കേട്ടപ്പോഴാണ് ജേക്കബ് കണ്ണു തുറന്നത്. കണ്ണു തുറന്നപാടെ അവൻ ചുറ്റും നോക്കി. എല്ലാം ശാന്തമാണ്. അവിടെയൊന്നും ഒരു കുഴപ്പവുമില്ല. അപ്പോഴും ജേക്കബ് ഉറക്കപ്പിച്ചിൽ തന്നെയായിരുന്നു. കണ്ടതൊരു ദുസ്വപ്നമാണെന്ന് മനസ്സിലാക്കാൻ തന്നെ ജേക്കബിന് കുറച്ചു സമയം വേണ്ടി വന്നു. ഒന്നുമില്ല അമ്മച്ചി, ഞാനൊരു ദുസ്വപ്നം കണ്ടതാ. അല്പം കിതച്ചുകൊണ്ട് അവനത് പറഞ്ഞൊപ്പിച്ചു. അത് കേട്ടപ്പോഴേക്കും അമ്മച്ചിയുടെ മുഖമാകെ മാറി. ഓ, അതായിരുന്നോ? മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. അല്ലേലും എങ്ങനെയാ ദുസ്വപ്നം കാണാതിരിക്കും? ഇപ്പോൾ ശവങ്ങളും സെമിത്തേരിയും ഒക്കെയല്ലേ കൂട്ട്. നീ ഇങ്ങനെ കണ്ണീ കണ്ടവരുടെയൊക്കെ കല്ലറ പൊളിച്ചും ശവക്കല്ലറ തോണ്ടിയും നടന്നോ? എൻ്റെ അമ്മച്ചി, ഞാനിതൊക്കെ വേണമെന്ന് വെച്ച് ചെയ്തതാണോ? ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ? അവൻ അമ്മച്ചിയൊന്ന് അനുനയിപ്പിക്കാനും നോണം പറഞ്ഞു. ആവശ്യത്തിലേറെ ദൈവവിശ്വാസവും പള്ളിക്കാര്യങ്ങളുമായി കഴിയുന്ന ഒരു കുടുംബത്തിലായിരുന്നു അവൻ്റെ അമ്മച്ചി ജനിച്ചു വളർന്നത്. ഒരു തനി നാട്ടിൻ പുറത്തുകാരി. അതുകൊണ്ട് ജേക്കബിൻ്റെ ഇപ്പോഴത്തെ ഈ പണിയൊന്നും അവൻ്റെ അമ്മച്ചിക്ക് അത്ര പിടിക്കുന്നില്ലെന്നതാണ് സത്യം. ജേക്കബിനടുത്തായി ഇരുന്നിരുന്ന അമ്മച്ചി കട്ടിലിൽ നിന്നും എണീറ്റ് അടുക്കളയിലേക്ക് തിരികെ പോവാനായി നടന്നു തുടങ്ങി. അടുക്കളയിലേക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി ജേക്കബ് കേൾക്കാനായി പറയാനുള്ള കാര്യങ്ങളെല്ലാം സാമാന്യം ഉച്ചത്തിൽ തന്നെ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. പാസ്റ്റർ ജോസഫ് വടക്കുമുറിയുടെ ധ്യാനം ഇവിടെ അടുത്തെവിടെയോ നടക്കുന്നുണ്ടെന്ന് നിന്റെ പെങ്ങള് വിളിച്ചു പറഞ്ഞിരുന്നു. അവള് തന്നെ അവിടെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവളുടെ കെട്ടിയോൻ കൂടെയില്ലാത്തതാണ്. അതുകൊണ്ട് എന്നെയും കൂടെ ചെല്ലാൻ വിളിച്ചിട്ടുണ്ട്. ആര്, ജിൻസിയോ? അത്ഭുതം നിറഞ്ഞ ആ ചോദ്യം കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ജേക്കബ് അമ്മച്ചിയോട് ചോദിച്ചു. അവനത് വിശ്വസിക്കാനായില്ല. അല്ലാതെ നിനക്ക് വേറെ പെങ്ങളുണ്ടോ? അമ്മച്ചി അല്പം ചൂടിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇതുവരെ ഇത്തരം കാര്യങ്ങളിൽ അത്ര വിശ്വാസമില്ലാതിരുന്ന പെണ്ണായിരുന്നല്ലോ. ഇപ്പോഴിതെന്തു പറ്റി? ചിലപ്പോൾ ഈ അടുത്ത് സിറ്റിയിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ട് പേടിച്ചു കാണും. അല്ലേലും അത് മുതലെടുക്കാൻ ഇങ്ങനെയും കുറച്ചെണ്ണമുണ്ടല്ലോ. അപ്പോൾ പിന്നെ പേടിച്ചാലല്ലേ അത്ഭുതമുള്ളൂ. ഇപ്പോൾ അവൾക്ക് മാസം 5 ആവുന്നു. ജേക്കബ് ഉള്ളിൽ മന്ത്രിച്ചു. പിന്നെ അവൻ്റെ ഉള്ളിലെ ആകുലതകൾ അമ്മച്ചിയോട് അവൻ തുറന്നു ചോദിച്ചു. റെസ്റ്റ് വേണ്ട സമയമാണ്. എന്നിട്ട് അവളിത് എന്തിനുള്ള പുറപ്പാടാണാവോ? അതുകൊണ്ടല്ലേ അവൾ എന്നെ വിളിച്ചത്. കൂടെ നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്.
ഞാൻ കൂടെ വരാനോ? അമ്മച്ചിയുടെ മറുപടി കേട്ടതും ജേക്കബിൻ്റെ ശബ്ദമുയർന്നു. അവൻ കിടക്കയിൽ നിന്നും എണീറ്റ് അമ്മച്ചിയുടെ അരികിലേക്ക് എത്തി. ഞാനൊന്നുമില്ല, അല്ലെങ്കിൽ ഞാനൊരു പോലീസ് ഓഫീസറല്ലേ? അതും പോരാത്തതിന് ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനല്ലേ? അങ്ങനെയുള്ള ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോയെന്നറിഞ്ഞാൽ എൻ്റെ നിലയും വിലയും എന്താവും? സ്വന്തം അമ്മച്ചിയുടെയും പെങ്ങളുടെയും കൂടെ എവിടെയെങ്കിലും പോയെന്ന് കരുതി പോകുന്ന നിലയും വിലയുമാണെങ്കിൽ അതങ്ങ് പോട്ടെ. അമ്മച്ചി ഒരു താക്കീതെന്ന മട്ടിൽ തന്നെ പറഞ്ഞു. എന്തായാലും കൂടെ പോവാതെ തരമില്ലെന്ന് ഉറപ്പായി. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ മുതലേ അവൾക്ക് ഇക്കാര്യത്തിലേക്ക് അല്പം വിശ്വാസം കൂടുതലാണ്. അതുകൊണ്ട് നീയായിട്ട് അവളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കണ്ട. അളിയൻ കൂടിയില്ലെങ്കിൽ പിന്നെ ഈ അവസ്ഥയിൽ അവളെ ഒറ്റയ്ക്ക് വിടുന്നതും ശരിയല്ലല്ലോ. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. പിന്നെ അമ്മച്ചിയോടായി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് അത്യാവശ്യമായി സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്നിങ്ങ് വരാം. അത് പറഞ്ഞു പോയാൽ നിന്നെ പിന്നെ ഇന്നീ വഴിക്ക് കാണുമോ? വലിയ ഗമ കാണിക്കാതെ കൂടെ വന്നേക്കണം. അങ്ങേരാ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ നിന്റെ ഈ ദുസ്വപ്നം കാണലൊക്കെ തന്നെ നിന്നോളും. അതൊന്നും വേണ്ട, 1 മണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ. ഞാൻ സ്റ്റേഷനിലൊന്ന് പോയിട്ട് പെട്ടെന്നിങ്ങ് വന്നേക്കാം, എന്നിട്ട് ഒരുമിച്ച് പോവാം. അതും പറഞ്ഞ് ജേക്കബ് അരമണിക്കൂർ കൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി. വണ്ടി സ്റ്റേഷൻ ലക്ഷ്യമാക്കി പറന്നു. യാത്രക്കിടയിൽ അവൻ്റെ മനസ്സൊന്ന് തിരിഞ്ഞു നോക്കി. ഈ കഴിഞ്ഞ 2 ദിവസം എങ്ങനെയാണ് പോയത് ഒരു പിടിയുമില്ല. ടെസ്റ്റ് റിസൾട്ട് വരുന്നത് വരെയുള്ള കാത്തിരിപ്പ് നന്നേ മടുപ്പ് നിറഞ്ഞതായിരുന്നു. ഒരു ദിവസം പോയി കിട്ടാൻ പോലും വളരെ പ്രയാസമായിരുന്നു. ചൊവ്വാഴ്ചയാണ് ഫിംഗർ പ്രിൻ്റ് അനാലിസിസിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നത്. അതാ വട്ടൻ്റെ വിരലടയാളം തന്നെയാണ്. അറിഞ്ഞപ്പോൾ മുതലുള്ള കാത്തിരിപ്പാണ്. ആ കഴുകൻ ഭ്രാന്തൻ വക്കച്ചൻ തന്നെയാണോ, അതോ വക്കച്ചൻ വെറും സഹായി മാത്രമാണോ എന്നറിയാനുള്ള കാത്തിരിപ്പ്. അല്ലെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ജേക്കബിന് ഇഷ്ടം. ശേഷം റിസൾട്ട് കിട്ടാൻ ബാക്കിയുള്ള വിലപ്പെട്ട 6 ദിവസങ്ങളിലെ ഒരു ദിവസം വെറുതെ പാഴാക്കിയിരിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ടാവണം. അതാണ് ഈ കേസിൻ്റെ വിധി തീരുമാനിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ നാളെ വെള്ളിയാഴ്ച ആ കഴുകൻ ഇനിയൊരു കല്ലറ തുറക്കില്ല, അല്ലെങ്കിൽ ഇനിയുള്ള വെള്ളിയാഴ്ചകളിലെ അവൻ്റെ പ്രവൃത്തികൾ പുറംലോകം അറിയാതെ നോക്കേണ്ടി വരും. അവനെ സംശയത്തിൽ നിന്നും ഒളിച്ചിരിക്കാൻ സഹായിക്കുന്ന ആ മറ എന്താണെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിലും, കസ്റ്റഡിയിലുള്ള 3 പേരല്ലാതെ ഇനി ആരെ സംശയിക്കണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലും 4 ദിവസം കൊണ്ട് കേസ് തെളിയിക്കുക എന്നത് അത്ര എളുപ്പമാവില്ല എന്നും ജേക്കബ് കണക്കുകൂട്ടി. സാർ, ഗിരീഷ് വന്നൊരു സെല്യൂട്ട് അടിച്ച് വിളിച്ചപ്പോഴാണ് ജേക്കബിന് ചിന്തകളിൽ നിന്നും പുറത്തു വന്നത്. എന്തായാലോ റിപ്പോർട്ട് കിട്ടിയോ? യെസ് സാർ. ഗിരീഷ് കയ്യിലുണ്ടായിരുന്ന ഫയൽ ജേക്കബിന് നേരെ നീട്ടി. ആവേശത്തോടെ ആ ഫയൽ വാങ്ങി ജേക്കബ് അത് തുറന്നു നോക്കി. ഫയലിലെ ഓരോ റിപ്പോർട്ട് നോക്കുമ്പോഴും തൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയായതിൻ്റെയും ഇതുവരെയുള്ള അന്വേഷണവും ശരിയായ ദിശയിലാണെന്ന് അറിഞ്ഞതിൻ്റെയും സന്തോഷം ജേക്കബിൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ റിസൾട്ടുകൾ ജേക്കബിനെ അടിമുടി തകർത്ത് കളഞ്ഞു. ജേക്കബ് മുഷ്ടി ചുരുട്ടി അയാളുടെ മുന്നിലുള്ള മേശപ്പുറത്ത് ആഞ്ഞുകുത്തി. ഷേ, എന്തു പറ്റി സാർ? ഒന്നും മനസ്സിലാകാതെ ഗിരീഷ് ചോദിച്ചു. ഇനി എന്തു പറ്റാൻ? ദേവികയുടെ കഴുത്തിൽ കണ്ട പാടുണ്ടായത് വീട്ടിൽ നിന്നും കിട്ടിയ കയർ മുറുകി തന്നെയാണ്. മുടിയുടെ കാര്യങ്ങളെല്ലാം കൃത്യം തന്നെ. നരച്ച മുടി കിഴവൻ്റെയും നീണ്ടു ചെമ്പിച്ച മുടി ആ വട്ടൻ്റെയും ചെറിയ കറുത്ത മുടി അജിത്തിൻ്റെയുമാണ്. പക്ഷേ എന്താ സാർ? ഗിരീഷ് ആകാംക്ഷയോട് ചോദിച്ചു. എടോ ഗിരീഷേ, സെമൻ ടെസ്റ്റ് ചെയ്തതിൽ ആരുടേതുമായും മാച്ച് ചെയ്യുന്നില്ല. തികഞ്ഞ നിസ്സഹായ അവസ്ഥയിലായിരുന്നു ജേക്കബ് അത് പറഞ്ഞു തീർത്തത്. അപ്പോൾ ഇവരാരുമല്ലേ പ്രതി? അപ്പോൾ ആ വട്ടനോ? ഗിരീഷ് ഒന്നിനു മേലെ ഒന്നായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ജേക്കബിന് എല്ലാം കൂടി ചിന്തിച്ചപ്പോൾ തല പുകയാൻ തുടങ്ങി. ഇനി നമുക്കൊന്നും ചെയ്യാനുണ്ടെന്നും തോന്നുന്നില്ല. ചിലപ്പോൾ ആ കഴുകനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലായിരിക്കും. ജേക്കബിൻ്റെ ഉള്ളിലെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നു. DYSP മനോജ് പറഞ്ഞതുപോലെ ഞായറാഴ്ച കേസ് അവസാനിപ്പിക്കാൻ മനസ്സാൽ ജേക്കബ് തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ ഗിരീഷിൻ്റെ ചിന്തകളിൽ അപ്പോഴും കഴുകൻ വട്ടമിട്ട് പറക്കുകയായിരുന്നു. അവൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരവും അവൻ തന്നെ കണ്ടെത്തി. സാർ, അന്ന് പറഞ്ഞില്ലായിരുന്നോ ആ വട്ടൻ പ്രതിയല്ലെങ്കിൽ തീർച്ചയായും സഹായിയോ സാക്ഷിയോ ആവുമെന്ന്? അങ്ങനെയാണെങ്കിൽ ശരിക്കൊന്ന് ചോദ്യം ചെയ്തിട്ട് നമുക്കൊന്നുകൂടി നോക്കാം സാർ. ജേക്കബിൻ്റെ ഉള്ളിലെ ആത്മവിശ്വാസം കുത്തി നിറയ്ക്കാൻ ഗിരീഷ് പരമാവധി ശ്രമിച്ചു. ഗിരീഷിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന സംശയങ്ങൾ വീണ്ടും ഉടലെടുത്തു. ഇത്രയും കുറ്റങ്ങൾ പിഴവുകളില്ലാതെ ചെയ്തൊരാൾ ഇത്തവണ എങ്ങനെ തെളിവ് നശിപ്പിക്കാൻ വിട്ടുപോകും? അതെ, ആ സംശയം അവൻ ഉറപ്പിച്ചു. അത് ശരിയാണ്, നമ്മളെ പറ്റിക്കാൻ മനഃപൂർവ്വം തെളിവുകളുണ്ടാക്കി സംശയിക്കാൻ പ്രതികളെ ഇട്ടു തന്ന കേസ് വഴി തെറ്റിക്കാനുള്ള അവൻ്റെ ശ്രമമായിരുന്നു ഇതെല്ലാം. അതിലവൻ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. എന്തായാലും അവസാനമായി ആ വട്ടനെ ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ ജേക്കബ് തീരുമാനിച്ചു. ക്ലബിലേക്ക് പോകും വഴി ജേക്കബ് തൻ്റെ സംശയങ്ങൾ ഒരു തവണ കൂടി ശരിയായി വന്നത് ഗിരീഷിനോട് പറഞ്ഞു. ആ കഴുകൻ നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവർക്കെതിരെ തെളിവുണ്ടാക്കിയതാവാനേ സാധ്യതയുള്ളൂ. ആ കിഴവനെ നമ്മൾ സംശയിക്കുന്നുണ്ടെന്ന് എങ്ങനെയോ അവൻ അറിഞ്ഞിരിക്കുന്നു. കൂട്ടത്തിൽ സഹായിയും നമ്മൾക്ക് സംശയിക്കാൻ പാകത്തിന് എല്ലാ തെളിവുകളോടും കൂടി ഒരാളെ കൂടി അവൻ മുന്നിലേക്കിട്ട് തന്നിരുന്നു. അതാണ് ആ വട്ടൻ. ജേക്കബ് പറഞ്ഞു തീർക്കും മുന്നേ ഗിരീഷ് അടുത്ത ചോദ്യം ചോദിച്ചു. അപ്പോൾ അജിത്തോ? അവൻ ഇതിനിടയിൽ വന്ന് പെട്ടതാവാനേ വഴിയുള്ളൂ. മരിക്കുന്നതിന് മുമ്പേ ദേവികയുമായുള്ള സമ്പർക്കത്തിനിടയിൽ എങ്ങനെയെങ്കിലും അവൻ്റെ ഒരു മുടി അവളുടെ ദേഹത്ത് വന്ന് കാണും. അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് മുൻകൂട്ടി അറിഞ്ഞോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവളുടെ മരണവിവരം ആദ്യം അറിഞ്ഞോ, അവളുടെ വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യം മുതലെടുത്ത് ദേവികയുടെ ശരീരം കഴുകൻ അവിടെ നിന്നും കടത്തിക്കൊണ്ട് പോയി കാണും.
ശേഷം അത് കല്ലറയിൽ കൊണ്ടുപോയി ഭോഗിച്ചിരിക്കും. ഇതിനിടയിൽ എപ്പോഴോ അവൻ ആ വട്ടനെയും സഹായത്തിനൊപ്പം കൂട്ടി. അവനെതിരെയും ആ കിഴവനെതിരെയുമുള്ള തെളിവുകളും കല്ലറയിൽ നിക്ഷേപിച്ച് മടങ്ങിക്കാണും. ഇതിനിടയിൽ അജിത്തിന്റെ മുടിയും കല്ലറയിൽ വന്ന് കാണണം. അത് ആ കഴുകൻ ശ്രദ്ധിച്ചു കാണില്ല. കൂട്ടത്തിൽ ദേവിക ആത്മഹത്യക്കുറിപ്പ് എഴുതിയതും അവൻ അറിഞ്ഞു കാണില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അവരെ കസ്റ്റഡിയിൽ വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ കിഴവൻ പറഞ്ഞതെല്ലാം സത്യമാവും. ഒരു കാര്യം ചെയ്യ്, അയാളെ വിട്ടേക്ക്. അജിത്തിനെതിരെ ചേർക്കാൻ പറ്റിയ വകുപ്പൊക്കെ ചേർത്ത് ദേവികയുടെ ആത്മഹത്യാ പ്രേരണയ്ക്ക് അവന്റെ പേരിൽ കേസെടുത്തേക്ക്. അപ്പോൾ വക്കച്ചനോ? ഗിരീഷ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി എന്തു പറയണമെന്ന് ജേക്കബിന് അറിയില്ലായിരുന്നു. അവൻ നമുക്ക് ഉപകാരപ്പെടുമോ എന്നാദ്യം നോക്കാം, ഇല്ലെങ്കിൽ ബാക്കി അപ്പോൾ നോക്കാം. എന്തായാലും ഈ വെള്ളിയാഴ്ച കഴിയും വരെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. ജേക്കബ് അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും അവരുടെ വണ്ടി പോലീസ് ക്ലബിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു. വണ്ടി ഇറങ്ങി ജേക്കബും ഗിരീഷും ദ്രുതഗതിയിൽ ഭ്രാന്തൻ വക്കച്ചന്റെ അടുത്തേക്കെത്തി. അവരെ കണ്ടതും വക്കച്ചൻ വീണ്ടും ഭ്രാന്തൻ വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങി. മനസ്സിലാവാത്ത ഭാഷയിൽ അവൻ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. സാത്താനെ, എൻ്റെ കയ്യിലെ ചങ്ങലക്കെട്ട് അഴിച്ചു തരൂ. ഞാൻ നിനക്ക് ആത്മാക്കളെ തരാം. നീ എന്നെ സ്വതന്ത്രനാകൂ. അത് കേട്ടുകൊണ്ടാണ് അവർ വക്കച്ചന്റെ അടുത്തേക്ക് നടക്കുന്നത്. അത് കേട്ടപ്പോൾ ജേക്കബ് വക്കച്ചനോട് പറഞ്ഞു, നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാം. ഈ വിലങ്ങ് ഞാൻ അഴിച്ചു തരാം. പകരം നീ എനിക്ക് എന്ത് തരും? നിനക്ക് പകരം തരാൻ ഞാൻ ആര്? നീ പോയി സാത്താനെങ്കിൽ അഭയം പ്രാപിക്ക്. നിനക്ക് വേണ്ടതെല്ലാം നിന്നെ തേടി വരും. വക്കച്ചന്റെ ഭ്രാന്തൻ വർത്തമാനങ്ങൾ വീണ്ടും ആരംഭിച്ചു. അത് കേട്ടപാടെ ഗിരീഷ് അല്പം ഗൗരവത്തോടെ പറഞ്ഞു, ആദ്യം നിന്റെ ഈ അഭിനയം നിർത്ത്. എന്നിട്ട് കല്ലറയിൽ നിന്റെ വിരലടയാളങ്ങളും മുടിയുമൊക്കെ എങ്ങനെ വന്നതെന്ന് പറയടാ. ഓ, നിങ്ങൾക്ക് അതാണോ അറിയേണ്ടത്? അവൻ എന്നോട് ആജ്ഞാപിച്ചു, ഞാൻ അതനുസരിച്ചു. ഞാൻ സാത്താന്റെ സേവകനാണെങ്കിൽ അവൻ സാത്താന്റെ കിങ്കരനാണ്. ഭൂമിയിൽ അവനെ സഹായിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അവൻ നിന്നോട് എന്താ പറഞ്ഞേ? ഗിരീഷിന്റെ ചോദ്യത്തിന് വക്കച്ചൻ മറുപടി പറഞ്ഞില്ല. പകരം വീണ്ടും അവൻ സാത്താനെ സ്തുതിക്കാൻ തുടങ്ങി. അത് കേട്ടതും ജേക്കബ് അനുനയിപ്പിക്കും വിധം ചോദിച്ചു, അവന്റെ ആജ്ഞ എന്തായിരുന്നു? വക്കച്ചൻ അട്ടഹസിക്കാൻ തുടങ്ങി. അത് കേട്ടതും ജേക്കബിന് അരിശം കയറി തുടങ്ങി. മുഷ്ടി ചുരുട്ടിയവൻ കൈ തുടയിലമർത്തി. പല്ലുകളിൽ ദേഷ്യം കടിച്ചമർത്തി പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് ഒരു കസേര വലിച്ച് അവന് നേരെ മുന്നിലിട്ട് അതിലിരുന്നു. ഗിരീഷ് അവന്റെ വിലങ്ങഴിക്ക്. സാർ, അത് കുഴപ്പമില്ല, അഴിക്ക്. അല്പം ഒരു മടിയോടെയാണെങ്കിലും ജേക്കബ് പറഞ്ഞ പോലെ ഗിരീഷ് വക്കച്ചന്റെ കൈവിലങ്ങഴിച്ചു മാറ്റി. വക്കച്ചൻ അയാളുടെ വിലങ്ങഴിച്ച കൈകൾ മുഖത്തിനൊപ്പം ഉയർത്തി തിരിച്ചും മറിച്ചും നോക്കി പല്ലിളിച്ചു. ശേഷം ഉറക്കി അലറി, സാത്താനെ, നിനക്ക് നന്ദി. നീയോ നിന്റെ കിങ്കരനോ പറയുന്നതെന്തും ഈ ഉള്ളവൻ അനുസരിച്ചോളാം. നിനക്ക് നന്ദി, നിനക്ക് നന്ദി. അത് കേട്ടതും ഗിരീഷിന്റെ മുഖം മാറി. അവൻ മുഷ്ടി ചുരുട്ടുന്നത് കണ്ട ജേക്കബ് കണ്ണുകൊണ്ട് വിലക്കി. ശേഷം ക്ഷമ നശിച്ച മട്ടിൽ വക്കച്ചനോട് ചോദിച്ചു, ഇനി പറ, ആ കിങ്കരൻ എന്താ നിന്നോട് പറഞ്ഞത്? അതാണോ നിനക്കറിയേണ്ടത്? അവൻ ഈ ഭൂമിയിലെത്തി സുന്ദരിമാരായ സ്ത്രീകളിൽ നിന്നും വേർപിരിയാത്ത അവരുടെ ആത്മാവിനെ പ്രാപിച്ച് കൊണ്ടുപോവുകയാണ്. അന്ന് അവനെ കൊണ്ട് ആ കല്ലറ തുറക്കാനായില്ല. എൻ്റെ സാത്താന്റെ ആജ്ഞപ്രകാരം ഞാനാണ് അവൻ ആ കല്ലറ തുറന്നു കൊടുത്തത്. പിന്നെ ആത്മാക്കളെ ബന്ധിക്കാനായി അവനൊരു മുടിനാര ആവശ്യപ്പെട്ടു. അത് സാത്താന്റെ ആജ്ഞയാണത്രേ. മടി കൂടാതെ ഞാനത് പറിച്ചു കൊടുത്തു. എൻ്റെ സാത്താൻ എന്നെ ഏൽപ്പിച്ച മഹത്തായ ദൗത്യമാണ് അവനെ സഹായിക്കുക എന്നത്. ഞാനത് ചെയ്തു. അതിന് നിനക്കെന്താ? നിനക്കെന്ത് വേണം? ഭ്രാന്തൻ വക്കച്ചൻ്റെ ഇത്രയും വാക്കുകൾ കേട്ടപ്പോഴേ ജേക്കബും ഗിരീഷും പരസ്പരം നോക്കി. ആ കഴുകൻ ഇവന്റെ ഭ്രാന്തും സാത്താനോടുള്ള പ്രിയവും ചൂഷണം ചെയ്തു. അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. അങ്ങനെ തെളിവുകൾ ഈ വട്ടനെതിരെ തിരിച്ചതാണെന്നും ജേക്കബിനും ഗിരീഷിനും ബോധ്യമായി. ഇനി ഗിരീഷിനോട് ജേക്കബ് അല്പം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇവൻ സഹായിയാവില്ല. തെളിവുകൾ ഇവനെതിരാക്കാൻ ഒരു തവണ മാത്രം ആ കഴുകൻ ഇവനെ ഉപയോഗിച്ചതാവാനേ വഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇവൻ സാക്ഷിയാകും. ഇവൻ മാത്രമേ ആ കഴുകനെ കണ്ടു കാണൂ. അപ്പോൾ ആ കഴുകൻ ആരാണെന്ന് ഇവനറിയാമായിരിക്കുമല്ലേ സാർ? ഉറപ്പായും അറിയണം. പക്ഷേ ഇവനെ കൊണ്ട് എങ്ങനെയാണത് പറയിപ്പിക്കുന്നത്? ജേക്കബും ഗിരീഷും തല പോഞ്ഞ് ആലോചിച്ചു. അതിനൊടുവിൽ എന്തോ ഒരു ബുദ്ധി കിട്ടിയ പോലെ വക്കച്ചനോട് ചോദിച്ചു, എടാ വക്കച്ച, താൻ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷെ ഒരു കാര്യം കൂടി താൻ പറഞ്ഞു തരണം. നീ വിശ്വസിച്ചാലും ഇല്ലേലും ഇതൊക്കെ സത്യമാണടോ? തീർത്തും അധികാര സ്വരത്തിൽ വക്കച്ചൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഗിരീഷ് ദേഷ്യം മുഴുവനും കടിച്ചു പിടിക്കുന്നത് ജേക്കബ് തിരിച്ചറിഞ്ഞു. പക്ഷെ ജേക്കബ് സമാധാനത്തോടെ തന്നെ പറഞ്ഞു, അതെല്ലാം സമ്മതിച്ചു. പക്ഷെ താൻ ഇതുകൂടി പറ, ആരാ കഴുകൻ? അല്ല, ആരാ നിന്റെ ആ സാത്താൻ കിങ്കരൻ? ഒരു ചിരി മാത്രമായിരുന്നു അതിന് മറുപടി. ആ ചിരി കൂടി കേട്ടതും ഗിരീഷിന്റെ ക്ഷമ നശിച്ചിരുന്നു. അവൻ വക്കച്ചനിരിക്കുന്ന കസാരയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് വക്കച്ചന്റെ താടിയും കോളറും ചേർത്ത് കുത്തിപ്പിടിച്ച് അലറിക്കൊണ്ട് പാഞ്ഞു. എടോ, ഒന്ന് പറഞ്ഞു തൊലയ്ക്കടോ. പക്ഷെ അതിനും അയാൾ അവർ പ്രതീക്ഷിച്ച മറുപടിയൊന്നും കൊടുത്തില്ല. അപ്പോഴേക്കും ജേക്കബ് എണീച്ച് ഗിരീഷിനെ പിടിച്ചു മാറ്റിയിരുന്നു. എടോ, താനൊന്നടങ്ങ്, വഴിയുണ്ടാക്കാം. നിനക്കിനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു തരാം. നീ പോയി സാത്താനെങ്കിൽ അഭയം പ്രാപിക്ക്. നിനക്ക് വേണ്ടതെല്ലാം നിന്നെ തേടി വരും. നീ പോയി സാത്താനെങ്കിൽ അഭയം പ്രാപിക്ക്. നിനക്ക് വേണ്ടതെല്ലാം നിന്നെ തേടി വരും. ജേക്കബ് ഗിരീഷിനെ സമാധാനിപ്പിക്കുന്നത് കേട്ട് വക്കച്ചൻ ഉറക്കെ പറഞ്ഞു. അത് പിന്നെയും ആവർത്തിക്കുന്നത് കേട്ടപ്പോൾ ജേക്കബിന്റെയും ക്ഷമ ഒരു നിമിഷം കൈമോശം വന്നുപോയി. അവൻ അലറിക്കൊണ്ട് വക്കച്ചന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു,
ശരി, ഞാൻ നിന്റെ സാത്താനിങ്കിൽ അഭയം പ്രാപിക്കാം. പക്ഷെ നീ പറ, ആരാ കിങ്കരൻ? ആ കഴുകൻ അതാരാ? അത് കേട്ടതും വക്കച്ചൻ്റെ മുഖം തെളിഞ്ഞു. നീ അവനെ ഏത് കല്ലറയിൽ തിരഞ്ഞാലും നരകത്തിലും തീച്ചൂളയിൽ തേടിയാലും നിനക്കവനെ കിട്ടുകയില്ല. അവൻ നിന്റെ ദൈവത്തിൻ്റെ കൂടെയുണ്ട്. പുറത്തേക്ക് നീണ്ട നാക്കും കൂർത്ത പല്ലുമുണ്ടവന്. വെള്ളയണിഞ്ഞ കറുത്ത മുഖമുള്ള അവന് ചുറ്റും മാലാഖമാരുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. നിനക്കവനെ ഒന്നും ചെയ്യാനാവില്ല. ഇത് സാത്താൻ്റെ വചനം. വക്കച്ചൻ്റെ അധ്യായം, ജനനം മുതൽ മരണം വരെയുള്ള വാക്യങ്ങൾ. ആ മുറയിൽ അയാളുടെ ശബ്ദം മുഴങ്ങുകയായിരുന്നു. അത് കേട്ടതും ജേക്കബിന് ദേഷ്യം ഇരച്ചു കയറി. അവൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവൻ്റെ പിന്നാലെ പുറത്തേക്ക് വന്ന ഗിരീഷിനോട് അവൻ ഉള്ളിൽ പിടിച്ചു നിന്ന മുഴുവൻ ദേഷ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഈ മോനോടൊക്കെ ചോദിക്കുന്നതിൽ നല്ലത് ഈ കേസ് അങ്ങ് അവസാനിപ്പിക്കുന്നതാ. അത് പറഞ്ഞ് സിഗരറ്റ് ചുണ്ടിൽ വെച്ച് കത്തിച്ചപ്പോഴാണ് DYSP മനോജിൻ്റെ വാക്കുകൾ അവൻ്റെ മനസ്സിൽ ഓടിയെത്തിയത്. എടോ, താൻ എന്തിനുള്ള പുറപ്പാടാ? കണ്ണിൽ കണ്ട ഭ്രാന്തന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് താൻ എന്ത് കാണിക്കാനാ? അതുകൊണ്ടൊക്കെ ഈ കേസ് തെളിയിക്കാൻ പറ്റുമോടോ? വിട്ടുകളയടോ. തനിക്ക് തെളിയിക്കാനെന്താ? ക്രൈംബ്രാഞ്ചിൽ വേറെ കേസില്ലാഞ്ഞിട്ടാണോ? ഫോൺ ശബ്ദിച്ചപ്പോഴാണ് ജേക്കബ് ചിന്തയുടെ ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു വന്നത്. ഫോണെടുത്ത് നോക്കിയപ്പോൾ ജേക്കബ് ഒന്ന് ഞെട്ടിപ്പോയി. അമ്മച്ചിയാണ് വിളിക്കുന്നത്. അവരെയും കൂട്ടി പോവേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ജേക്കബിൻ്റെ ചിന്തകളിൽ നിന്നും എപ്പോഴും മാഞ്ഞുപോയിരുന്നു. പിന്നെ നിമിഷ നേരം കൊണ്ട് ജേക്കബ് ക്ലബിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പറന്നു. ജേക്കബ് വീട്ടിലെത്തിയപ്പോഴേക്കും തന്നെ ഒരുപാട് വൈകിയിരുന്നു. അവിടെ നിന്നും അമ്മച്ചിയെയും പോം വഴി ജിൻസിയെയും കൂട്ടി. അവരെത്തുമ്പോഴേക്കും ധ്യാനം തുടങ്ങി ഏറെ നേരമായി കാണുമെന്നും പറഞ്ഞ് മുഖവും വീർപ്പിച്ചാണ് അവിടെ എത്തും വരെ രണ്ടുപേരും ഉണ്ടായിരുന്നത്. ജിൻസ് ഗർഭിണിയായതുകൊണ്ട് വാഹനം പതുക്കെ ഓടിക്കാനും പറ്റുമായിരുന്നുള്ളൂ. എങ്കിലും അധികം താമസിക്കാതെ അവർ ധ്യാനകേന്ദ്രത്തിൻ്റെ ഗേറ്റ് കടന്നിരുന്നു. അവരവിടെ എത്തിയതും രണ്ടുപേരും വണ്ടിയിറങ്ങി ധ്യാനകേന്ദ്രത്തിൻ്റെ അകത്തേക്ക് നടന്നു. ജേക്കബിനോട് നല്ല ദേഷ്യത്തിലായിരുന്നു രണ്ടുപേരും. അവരെയും തെറ്റു പറയാൻ സാധിക്കില്ല. 10 മണിക്ക് തുടങ്ങാൻ ധ്യാനത്തിന് 11 മണിക്കാണ് അവർ എത്തിയത്. അവരെത്തിയപ്പോഴേക്കും അകത്തു നിന്നും പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. ജേക്കബിനെ അകത്ത് വിളിച്ചപ്പോൾ വരുന്നില്ല എന്നായിരുന്നു മറുപടി. അവരധികം നിർബന്ധിച്ച് സമയം കളയാതെ അകത്തേക്ക് കയറി. വണ്ടിയുടെ അരികിൽ ചാരി നിന്നുകൊണ്ട് ജേക്കബ് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിനിടയിലേക്ക് തിരികെ. അതിന് തീ കൊടുത്തുകൊണ്ട് ചിന്തകളുടെ പടിക്കെട്ടുകൾ അവൻ നടന്നു കയറിക്കൊണ്ടേയിരുന്നു. ഇന്ന് വ്യാഴം, ഇനി 3 ദിനങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിനുള്ളിൽ അവനെ പിടിക്കാൻ സാധിക്കില്ലെന്ന ചിന്ത അവൻ്റെ മനസ്സിനെ വല്ലാതെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. സിഗരറ്റിൽ നിന്നും അവൻ വലിച്ചെടുത്ത് സ്വതന്ത്രമാക്കി വിട്ട പുകച്ചുരുളുകൾ അവന് ചുറ്റും തങ്ങി നിന്നു. അവൻ്റെ ചിന്തകൾ കാടും കല്ലറയും കയറിപ്പോവാൻ തുടങ്ങിയപ്പോൾ ധ്യാനകേന്ദ്രത്തിൻ്റെ ഉള്ളിൽ നിന്നും പാസ്റ്ററുടെ പ്രസംഗം മൈക്കിലൂടെ ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങിയിരുന്നു. ഏതോ ഒരു നിമിഷത്തിൽ അവൻ്റെ തലയിൽ നിന്നും കേസിനെ കുറിച്ചുള്ള ചിന്തകൾ പടിയിറങ്ങിപ്പോയി. ആ നിമിഷം അവൻ്റെ കാതുകൾ കുത്തിത്തുളച്ചുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ കടന്നുകയറി. അതവനത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നതാണ് സത്യം. അവിടെ നിന്നാൽ ഒന്ന് സ്വതന്ത്രമായി ചിന്തിക്കാൻ പോലും സാധിക്കില്ലെന്ന് അവൻ ഉറപ്പായി. ധ്യാനം കഴിയും വരെ അവിടെ നിൽക്കാതെ ധ്യാനം കഴിഞ്ഞ് അവർ വിളിക്കുമ്പോൾ അവരെ തിരികെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞ് പോകാനായിരുന്നു ജേക്കബ് മനസ്സിൽ കരുതിയത്. കയ്യിലുണ്ടായിരുന്ന ചിന്തകൾ പോലെ കത്തിയെരിഞ്ഞ സിഗരറ്റ് കുറ്റി അവൻ നിലത്തേക്ക് ചവിട്ടിയരച്ചു. ശേഷം അവരോടത് പറയാനായി ജേക്കബ് പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ അകത്തേക്ക് കയറി. അകത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ച ജേക്കബിനെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു വലിയ ഹാൾ നിറച്ചും ആളുകൾ കൂടിയിരിക്കുന്നു. പാസ്റ്റർ പറയുന്നതൊക്കെ അവർ ഉച്ചത്തിൽ അലറി വിളിച്ചു പറയുന്നു. അവിടെ നിന്നും തൻ്റെ അമ്മയെയും സഹോദരിയെയും കണ്ടെത്തുക ദുഷ്കരമാവുമെന്നതിന് അവനൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അവൻ ആ ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാന്തയിലെ തൂണിൽ ചാരി നിന്നു. അപ്പോഴാണ് അകത്തു നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾ ജേക്കബ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിൽ അവൻ തേടുന്ന കഴുകനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കേണ്ട കഷ്ടതകളെക്കുറിച്ചും മറ്റും പരാമർശിക്കുന്നുണ്ടായിരുന്നു. കേസിനെ കുറിച്ചുള്ള കാര്യമായതിനാൽ അവനതിൽ ശ്രദ്ധ കൂടി. ആ വരാന്തയിൽ നിന്നുകൊണ്ട് അവൻ കാതോർത്തു. ആ പ്രസംഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കരുത്ത് അവനിൽ ആഴ്ന്നിറങ്ങി. അവൻ്റെ തലച്ചോറിലൂടെ വീണ്ടും കേസിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സംഭവങ്ങൾ മിന്നിമറഞ്ഞു. എത്ര തവണ ആലോചിച്ചിട്ടും കിട്ടാത്ത ഉത്തരങ്ങൾ അവന് ആ ഒറ്റ നോട്ടത്തിലൂടെ തെളിഞ്ഞു കാണാൻ സാധിച്ചു. പ്രസംഗം കേട്ടപ്പോൾ കേസിൽ അവൻ വിട്ടുപോയ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. കേസിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ മാറ്റമില്ലാതെ കിടന്നിരുന്ന പല സംശയച്ചാലുകൾക്കും ആ പ്രസംഗം പുതുജീവനേകി അവയെ പരസ്പരം ബന്ധിപ്പിച്ചു. അവൻ്റെ മടുത്തു തുടങ്ങിയ മനസ്സിനെ ആ പ്രസംഗം ഉത്തേജിപ്പിച്ചു. അവനിലെ സംശയചിന്തകളെ ഉണർത്തി അവയെ കല്ലറയുടെ ആഴങ്ങളിലേക്ക് ഓടിച്ചുവിട്ടു. പിന്നെ ക്ഷണനേരം കൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി. എങ്ങോട്ടൊന്നില്ലാതെ അവൻ വണ്ടിയിൽ പറന്നു. ആ യാത്രക്കിടയിൽ ഗിരീഷിനെ വിളിച്ച് തൻ്റെ അമ്മച്ചിയെയും സഹോദരിയെയും വീട്ടിൽ കൊണ്ടു ചെന്നാക്കാനുള്ള ജോലി ഏൽപ്പിച്ചാണ് അവൻ പോയത്. പിന്നെ ഏറെ നേരം കഴിഞ്ഞാണ് ജേക്കബ് തിരിച്ചെത്തിയത്. രാത്രി ഏറെ ഇരുട്ടിയിരുന്നു. ഗിരീഷിൻ്റെ മിസ്ഡ് കോളുകൾ ഒരുപാടുണ്ടായിരുന്നു ജേക്കബിൻ്റെ ഫോണിൽ. പക്ഷെ ഫോണെടുത്ത് ഗിരീഷിൻ്റെ ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ മറുപടിയൊന്നും ഇല്ലാത്തതിനാൽ അവൻ ഫോണെടുത്തില്ല. അന്നത്തെ ദിവസം അവൻ എവിടെ പോയെന്നോ എന്ത് ചെയ്തെന്നോ ആരും അറിഞ്ഞില്ല. ഗിരീഷാവട്ടെ ആ യാത്രയുടെ രഹസ്യമറിയാതെ ഒരു ദിവസം മുഴുവനും എരിവിരി കൊള്ളുകയായിരുന്നു. എല്ലാ ദിവസവും ജേക്കബിൻ്റെ കയ്യിൽ അവശേഷിച്ചിരുന്നത് കഴുകനെക്കുറിച്ചുള്ള ചിന്തയിൽ ഉരുകിയൊലിച്ച സംശയങ്ങളുടെ കല്ലറയിൽ അവശേഷിച്ച രാത്രികളായിരുന്നു. അതിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും സംശയങ്ങളും കൊത്തിവലിച്ചതിൽ ബാക്കി വരുന്ന ലേശം ഉറക്കമായിരുന്നു അവന് ലഭിക്കാറ്.
എന്നാൽ ഇന്ന് ഉത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ഒരു സാഗരത്തിൽ നീന്തി തുടിക്കുകയായിരുന്നു ജേക്കബ്. അവൻ എന്തൊക്കെയോ ചെയ്തു തീർക്കാനും കണ്ടെത്താനും ഉറപ്പുവരുത്താനും ഉണ്ടായിരുന്നു. അതിനിടയിൽ അവൻ്റെ ഉറക്കം ആകാംക്ഷയുടെ അതിരറ്റ വേലിയേറ്റത്തിൽ തട്ടിമറിഞ്ഞു പോയിരുന്നു. എങ്കിലും അവൻ ആ രാത്രി അത്യധികം ആശ്വാസം പകർന്നിരുന്നു. നേരം പുലരാനായി അവൻ കാത്തിരുന്നു. ഇരുളിൽ മുഖമില്ലാത്ത കഴുകനും നിഴൽ രൂപങ്ങളെ പതിയിരിക്കുന്ന കല്ലറകളും മാത്രമല്ല, ആശ്വാസത്തിൻ്റെയും നിലാവിൻ്റെയും തൂവെളിച്ചം രാത്രിയിൽ നിറഞ്ഞു നിൽക്കാറുണ്ടെന്ന് തോന്നി. കാലത്ത് കുറച്ചു വൈകിയാണ് ജേക്കബ് ഉണർന്നത്. ഉണർന്നപ്പോൾ മുന്നിൽ കണ്ടതാവട്ടെ ഗിരീഷിനെയും. ആകാംക്ഷയാണ് ജേക്കബിൻ്റെ ഉറക്കം കെടുത്തിയതെങ്കിൽ ജേക്കബിൻ്റെ കണ്ടെത്തലിനെ കുറിച്ച് അറിയാൻ കഴിയാത്തതാണ് ഗിരീഷിൻ്റെ ഉറക്കം കളഞ്ഞത്. സാർ, ഇന്നലെ സാർ എവിടെയായിരുന്നു? ജേക്കബ് ഉണർന്നെന്ന് തോന്നേണ്ട താമസം ഗിരീഷ് ചോദിച്ചു. അതൊരു വലിയ കഥ തന്നെയാണ് ഗിരീഷ്, ഉറക്കച്ചടവിൽ ജേക്കബ് പറഞ്ഞൊപ്പിച്ചു. എങ്കിലും ഗിരീഷ് വിടാതെ പുറകെ കൂടി. ഒന്ന് പറ സാറേ, ഇന്നലെ എന്താ ഉണ്ടായത്? സാറെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഞാനെല്ലാം പറഞ്ഞു തരാം, താനൊന്ന് സമാധാനപ്പെട്. എന്നിട്ട് ചെന്ന് വല്ലതും കഴിക്ക്, അപ്പോഴേക്കും ഞാൻ റെഡിയായി അങ്ങ് വരാം. എന്നാലും സാറേ, എടോ ഒന്ന് പോടോ, ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ? അല്പം സന്തോഷത്തോടെ തന്നെ ജേക്കബ് ഗിരീഷിനെ മുറിയിൽ നിന്നും പുറത്താക്കി വാതിലടച്ചു. ജേക്കബിൻ്റെ മൊബൈൽ ബെല്ലടിച്ചു. അതെടുത്തതും ജേക്കബിൻ്റെ മുഖത്ത് കൂടുതൽ സന്തോഷം വിടർന്നു. ആ വിളിക്ക് വേണ്ടിയാണ് ജേക്കബ് ഇന്നലെ രാത്രി മുതൽ കാത്തിരുന്നത്. ആ കഴുകനെക്കുറിച്ചുള്ള സൂചനകൾ ശരിയാണെന്ന് ഉറപ്പിക്കാനുള്ളതായിരുന്നു ആ ഫോൺ കോൾ. മൊബൈലിലെ സംസാരം കഴിഞ്ഞതും ജേക്കബ് ഒട്ടും താമസിച്ചില്ല. അരമണിക്കൂർ കൊണ്ട് ജേക്കബ് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അക്ഷമനായി കാത്തിരുന്ന ഗിരീഷ് എഴുന്നേറ്റ് ജേക്കബിൻ്റെ അടുത്തേക്ക് എത്തി. എന്താ സാർ, ഇന്നലെ എന്തുണ്ടായി? എടോ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? അതെ സാർ, യൂണിഫോം ശരിയാക്കിക്കൊണ്ട് ഗിരീഷിൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എന്നാൽ ഇന്നു മുതൽ രാത്രി കാലങ്ങളിലെ സെക്യൂരിറ്റി കുറച്ച് പഴയതുപോലെ ആക്കിക്കോളൻ എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്തേക്ക്. പിന്നെ സെമിത്തേരികളിലെ ഡ്യൂട്ടിക്ക് പോലീസുകാരെ നിർത്തണ്ട, സിറ്റിയിൽ എല്ലായിടത്തും സാധാ പെട്രോളിംഗ് മതി. ജേക്കബിൻ്റെ നിർദ്ദേശം കേട്ടതും ഗിരീഷിൻ്റെ തല ആകെ പുകഞ്ഞു. തീർത്തും ഒരു ഞെട്ടലോടെ തന്നെ അവൻ ജേക്കബിനോട് ചോദിച്ചു, സാർ, അപ്പോൾ ആ കഴുകൻ അവനിന്ന് കല്ലറ തുറക്കില്ലേ? ഇനി 2 ദിവസം കൂടിയുള്ളൂ, അതിനുള്ളിൽ അവനെ പിടിക്കാൻ കഴിയുമോ? ആ സാഹചര്യത്തിൽ ഇന്നവനൊരു കല്ലറ കൂടി തുറന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അവൻ തുറക്കട്ടെ. ഇന്നവൻ തുറക്കുന്നത് ഈ സിറ്റിയിലെ അവൻ്റെ അവസാനത്തെ കല്ലറയാവും. അതെങ്ങനെ സാർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ഗിരീഷേ, നമ്മളിന്ന് അവനെ പിടിക്കുന്നു, ആ ബ്ലഡി കഴുകനെ, ആ ശവന്തീനി കഴുകനെ. അതെങ്ങനെയാ സാർ? ആ കഴുകൻ ആരാണെന്ന് സാറിന് വല്ല സൂചനയും കിട്ടിയോ? ജേക്കബിൻ്റെ വാക്കുകൾ കേട്ടതും ഗിരീഷ് അമ്പരന്നിരുന്നു. ആ അമ്പരപ്പിൽ തന്നെയാണ് ഗിരീഷ് ജേക്കബിനോട് ചോദിച്ചത്. ചില സംശയങ്ങളൊക്കെ ഉണ്ട്, അത്രമാത്രം പറഞ്ഞ് ജേക്കബ് നിർത്തി. അത് ഗിരീഷിൽ വീണ്ടും ആകാംക്ഷ നിറച്ചു. അതൊരു ചോദ്യമായി അവനിൽ നിന്നും പുറത്തേക്ക് വന്നു. സാറേ, ആരാ കഴുകൻ? അതൊക്കെ കണ്ടറിഞ്ഞാൽ പോരെ ഗിരീഷേ, എന്നാലും പറ സാറേ. ഗിരീഷ് ആരാണ് കഴുകനെന്നറിയാൻ കെഞ്ചി. ജേക്കബ് എന്തുകൊണ്ടോ അത് വെളിപ്പെടുത്താൻ താല്പര്യമുണ്ടായില്ല. അതൊക്കെ പറയാടോ. സാറേ, നമ്മുടെ ആ ഭ്രാന്തൻ വക്കച്ചൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എടോ, തനിക്ക് എന്താ വട്ടുണ്ടോ? കണ്ണിൽ കണ്ട ഭ്രാന്തനൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ? ഒന്നുമില്ലല്ലോ, അയാളൊരു വട്ടൻ എന്ന ബോധ്യമെങ്കിലും വേണ്ടേ? അതും കണക്കിലെടുത്തു പോയാൽ കോടതിയിൽ കിടന്ന് വിയർക്കും. ജേക്കബിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഗിരീഷ് ഒന്ന് ചമ്മിയെങ്കിലും ആ ചമ്മൽ മറച്ചുകൊണ്ട് പറഞ്ഞു, സോറി സാർ, ഞാൻ കരുതി അയാളുടെ മൊഴിയിൽ നിന്നാവും സാറിന് എന്തെങ്കിലും തുമ്പ് കിട്ടിയതെന്ന്. ഒന്ന് പോടോ. ഗിരീഷിൻ്റെ ചോദ്യങ്ങളെ ജേക്കബ് പാടെ തള്ളിക്കളഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് ജേക്കബിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ഗിരീഷിൻ്റെ നിരന്തരമായ ചോദ്യങ്ങളാവട്ടെ സ്റ്റേഷനിൽ എത്തും വരെയും നീണ്ടു. പക്ഷേ അവയ്ക്കൊന്നും തൻ്റെ കണ്ടെത്തലുമായി യാതൊരു ബന്ധവുമില്ലെന്ന ഭാവത്തിൽ തന്നെയായിരുന്നു ജേക്കബ്. അതിന് കാരണം എന്തെന്നോ ജേക്കബ് കണ്ടെത്തിയത് എന്തെന്നോ ഗിരീഷിന് മനസ്സിലായില്ല. പക്ഷേ അറിയാഞ്ഞിട്ട് അവൻ്റെ മനസ്സ് കലങ്ങി മറിഞ്ഞുകൊണ്ടേയിരുന്നു. എങ്ങനെയും അതെന്താണെന്ന് കണ്ടെത്തണം, ഗിരീഷ് മനസ്സിലുറപ്പിച്ചു. പിന്നെ ജേക്കബിൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്ന് ഒരു സല്യൂട്ട് അടിച്ചു. എടോ ഗിരീഷേ, എല്ലാ സ്റ്റേഷനിലും വിവരം അറിയിച്ചല്ലോ? യെസ് സാർ. പിന്നെ ഒരു കാര്യം, നമ്മുടെ യൂണിറ്റിലെ സ്പെഷ്യൽ ടീമിനോട് റെഡി ആയിരിക്കാൻ പറയണം കേട്ടോ. ഇന്ന് രാത്രി ഒരു മിഷനുണ്ട്. സാർ, ഞാൻ അറിയിക്കാം സാർ. പക്ഷെ അതിനു മുന്നേ ആരാണ് ആ കഴുകനെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യാത്തോണ്ടാ. ഗിരീഷിൻ്റെ മനസ്സ് അതറിയാനായി തിടുക്കം കൂട്ടി. ഒരു കൊച്ചുകുട്ടിയുടെ ആവേശമായിരുന്നു അവന്. ജേക്കബ് അതിനെക്കുറിച്ച് ഒരു സൂചനയും നൽകാത്തതിൻ്റെ ദേഷ്യത്തിൽ അവൻ ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. വരാന്തയിൽ അക്ഷമനായി കാത്തിരുന്നു. എന്തായിരിക്കും ആ രഹസ്യം? ആരായിരിക്കും ആ കഴുകൻ? എന്തിനായിരിക്കും ജേക്കബ് സാർ ഇതെല്ലാം എന്നോട് മറച്ചു വെക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഗിരീഷ് സ്വയം ദേഷ്യപ്പെട്ടു. പക്ഷെ അതിൽ നിന്നും അവനൊരു കാര്യം ഓർമ്മ വന്നു. അവൻ വീണ്ടും ജേക്കബിൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി. പക്ഷെ ഇത്തവണ അവൻ സല്യൂട്ട് അടിച്ചില്ല. ആവേശത്തിൽ അവനെല്ലാം മറന്നിരുന്നു. സാർ, എനിക്ക് മനസ്സിലായി. സാർ ഇന്നലെ ആ ധ്യാനകേന്ദ്രത്തിൽ പോയ ശേഷമല്ലേ എന്തൊക്കെയോ തെളിവും തുമ്പുമെല്ലാം കിട്ടിയത്? അതേ, ശരിയാണ്. എല്ലാം ആ പാസ്റ്ററുടെ കഴിവാണ്. ദൈവാംശമുള്ള ആളാണ് അയാളെന്നൊക്കെ അമ്മച്ചി തന്നോടും പറഞ്ഞു കാണുമല്ലോ. ജേക്കബ് ഒരു ദീർഘ വീക്ഷണം നടത്തി കുറച്ചൊക്കെ പറഞ്ഞു. എന്നാൽ അത് ഏറെക്കുറെ ശരിയാണോ? ആ പാസ്റ്റർ ആൾ കൊള്ളാം. അയാളുടെ പ്രസംഗത്തിന് എന്തോ കഴിവുണ്ട്. ഈ കേസിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചതോ വിട്ടുപോയതോ ആയ കുറച്ച് കാര്യങ്ങൾ അയാളുടെ പ്രസംഗം കേട്ടപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതെല്ലാം ഒരു പരിധിവരെ ശരിയുമായി. ഇന്ന് രാത്രി ആ കഴുകനെ പിടിച്ചിട്ട് വേണം എനിക്ക് പാസ്റ്ററെ കണ്ടൊന്ന് സംസാരിക്കാൻ. അപ്പോൾ അയാൾ വിചാരിച്ച പോലെ പറ്റിപ്പല്ലാലേ? അല്ലടോ, അയാളാൾ കൊള്ളാം.
അതുകൂടി കേട്ടതും ഗിരീഷിന്റെ ഉള്ളിലെ സംശയങ്ങളുടെ തിരതല്ലൽ ഒരു പരിധിവരെ കെട്ടടങ്ങി. എങ്കിലും അവന്റെ ഉള്ളിൽ സംശയത്തിന്റെ നെരിപ്പോട് അണയാതെ കിടന്നു. അവന്റെ ഉള്ളിൽ ജേക്കബിനെ കാണാതായത് മുതൽ അയാളെക്കുറിച്ചായിരുന്നു സംശയങ്ങൾ. പക്ഷേ ജേക്കബ് അയാളെക്കുറിച്ചുള്ള ചിന്തകൾ തട്ടിത്തെറിപ്പിച്ചപ്പോൾ ഗിരീഷിന് സംശയിക്കാൻ ആളില്ലാതെയായി. ഒപ്പം ജേക്കബിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴുകന്റെ ആരും കാണാത്ത മുഖം കണ്ടെത്താനുള്ള താക്കോൽ നഷ്ടമാവുകയും ചെയ്തു. ആരായിരിക്കും ജേക്കബിന്റെ മനസ്സിൽ എന്ന ചോദ്യം ഗിരീഷിന്റെ മനസ്സിൽ തളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായിരിക്കുന്നു. സ്റ്റേഷൻ വരാന്തയിലും ക്യാബിനിലും ഗിരീഷ് ഇരിപ്പുറച്ചില്ല. അവൻ പലയാവർത്തി അവിടമാകെ നടന്നളന്നു. ശേഷം കേസ് ഫയലിൽ പലവട്ടം മുങ്ങിത്തപ്പി. എന്നിട്ടും തനിക്ക് കിട്ടാത്ത എന്ത് തുമ്മാണ് ജേക്കബിന് കിട്ടിയതെന്ന് മാത്രമാണ് മനസ്സിലായില്ല. ആ ചിന്തകൾക്കൊടുവിൽ പകലിനെ രാത്രി വിഴുങ്ങി. എങ്കിലും ആ സമയമായി കിട്ടാൻ ഗിരീഷ് നന്നേ പ്രയാസപ്പെട്ടു. അവർക്ക് പാതിരാത്രിയായിട്ടേ കാര്യമുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവർ സ്പെഷ്യൽ ടീമിനോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ട് ജേക്കബ് ഗിരീഷിനെയും കൂട്ടി പുറപ്പെട്ടു. പക്ഷെ എവിടേക്കാണ് പോകുന്നതെന്ന് അവിടെ എത്തും വരെ ഗിരീഷിന് മനസ്സിലായില്ല. അവൻ എത്ര ചോദിച്ചിട്ടും ജേക്കബ് ഒന്നും പറഞ്ഞതുമില്ല. അവൻ എത്തിച്ചേർന്നതാവട്ടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന് മുന്നിലും. സാർ, നമ്മളെന്താ ഇവിടെ? അതിശയത്തോടെ ഗിരീഷ് ചോദിച്ചു. ജേക്കബിന്റെ മറുപടി കേട്ട ഗിരീഷ് ആകെ അന്തം വിട്ടുപോയി. എടോ, ഈ ഹോട്ടലാണ് ആ കഴുകന്റെ താമസം. സാർ എന്താ ഈ പറയണത്? ഉള്ളിൽ നിറഞ്ഞ മുഴുവൻ ആകാംക്ഷയും ഞെട്ടലും അവന്റെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. തനിക്കെന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെയാണ് ആ കഴുകന്റെ ഒളിത്താവളം. എന്താ സാർ, അവനിവിടുത്തെ ജോലിക്കാരനാണോ? ഷേ, അവനിവിടെയുള്ള വലിയ പുള്ളിയല്ലേ? ഇതൊരു തരം വട്ടാണ്. വട്ടിനെന്ത് പണവും ഭ്രാന്തും. ഓ, അത് ശരിയാ. ഒരു ആശ്വാസത്തിൽ ഗിരീഷാണ് പറഞ്ഞു നിർത്തിയെങ്കിലും പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്ന പോലെ അവൻ ജേക്കബിനോട് ചോദിച്ചു. സാർ, എങ്കിലും നമുക്കവൻ ഇപ്പോൾ തന്നെ അകത്ത് കയറി അങ്ങ് അറസ്റ്റ് ചെയ്തൂടെ? ജേക്കബ് അതിന് മറുപടിയായി ഒരു പുഞ്ചിരി മാത്രം സമ്മാനിച്ചു. ശേഷം അവർ വന്ന ആ കറുത്ത കാറ് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്ക് കയറ്റി പാർക്ക് ചെയ്തു. പിന്നെ എന്തിനോ വേണ്ടി കാത്തു നിന്നു. ഗിരീഷിന് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അതിനെല്ലാം ജേക്കബ് തരാൻ സാധ്യതയുള്ള മറുപടി എന്താണെന്ന് ഊഹിച്ചെടുക്കാൻ സാധിച്ചതുകൊണ്ട് തൻ്റെ സംശയങ്ങളെ ഒരു കഴുകനും തുറക്കാനാവാത്ത മനസ്സിനുള്ളിലെ കല്ലറയിൽ ഭദ്രമാക്കി ഗിരീഷ് കുഴിച്ചു മൂടി. സമയം 11:30. അവർ രണ്ടുപേരും ഒരു പോള കണ്ണടയ്ക്കാതെ കാത്തിരുന്നു. അധിക നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും ഒരു മൂലയിൽ നിന്നും ലിഫ്റ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. അക്ഷമരായി രണ്ടുപേരും അവിടേക്ക് നോക്കി. അവർക്ക് തെല്ല് സംശയമുണ്ടായിരുന്നില്ല. കാരണം ആ നേരത്ത് ആ കഴുകനല്ലാതെ ഇവിടുന്നും ഇപ്പോൾ ആരും പോവാനാണ്? അതെ, അവർ പ്രതീക്ഷിച്ചതുപോലെ അവൻ തന്നെയായിരുന്നു. പക്ഷെ അവരുടെ വാഹനം കുറച്ച് ദൂരെയായതിനാൽ അവന്റെ മുഖവും മറ്റും അവർക്ക് വ്യക്തമായില്ല. പക്ഷെ അതൊരു കറുത്ത രൂപമാണെന്നും അവരുദ്ദേശിച്ച കഴുകൻ തന്നെയാണെന്നും അവർ ഉറപ്പിച്ചു. വലിയ ഉയരമില്ലാത്ത, ശരീരം മുഴുവനും കറുത്ത വസ്ത്രത്തിൽ മറച്ച അവന്റെ രൂപം ദൂരെ കണ്ടതും ഗിരീഷ് വാഹനത്തിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ ജേക്കബ് അവനെ തടഞ്ഞു. എടോ, ഇവിടെ ഇട്ട് പിടിക്കാനാണെങ്കിൽ നമുക്ക് നേരത്തെ ആവായിരുന്നല്ലോ. ഇവനെ നമുക്ക് തെളിവ് സഹിതം പിടിക്കണം. അതും അവന്റെ സ്ഥിരം കലാപരിപാടിയിൽ ഏർപ്പെടുമ്പോൾ സെമിത്തേരിയിൽ വെച്ച് തന്നെ വേണം. എങ്കിലേ അവനെ നമുക്ക് ശരിക്കും പൂട്ടാൻ പറ്റൂ. ജേക്കബിന്റെ വാക്കുകളിൽ കാര്യമുണ്ടെന്നും അത് തന്നെയാണ് നല്ലതെന്നും ഗിരീഷിന് മനസ്സിലായി. ഗിരീഷ്, താൻ മൊബൈലിൽ ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യേ. അത് കേട്ടതും ഗിരീഷ് ധൃതിയിൽ മൊബൈലെടുത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങി. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതും അവനെ കാണാനില്ലാതെ എങ്ങോട്ട് പോയെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ നിശബ്ദരായി കാത്തിരുന്നു. പെട്ടെന്നൊരു വാഹനം സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ട് അവരങ്ങോട്ടേക്ക് കണ്ണുകൾ പായിച്ചു. ഒരു കറുത്ത കാർ പുറത്തേക്ക് പോകുന്നു. അത് കണ്ടതും അവരും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറകെ. അവൻ കാണാത്ത വിധത്തിൽ വണ്ടിയെടുത്തു. അവന് സംശയം തോന്നാത്ത ദൂരത്തിൽ അവർ പിന്തുടർന്നു. അപ്പോഴേക്കും ജേക്കബ് സ്പെഷ്യൽ ടീമിനെ വിളിച്ച് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങാൻ നിർദ്ദേശം കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ആ കഴുകന്റെ കാറും അവരുടെ കാറും മെയിൻ റോഡിലേക്ക് കയറിയിരുന്നു. കഴുകന്റെ കറുത്ത കാറിന് ഒരു 50 മീറ്റർ പുറകിലായി അവരുടെ കറുത്ത കാറും യാത്ര തുടർന്നു. ഒരുപക്ഷെ ജേക്കബ് അവന്റെ പുറകെ ഉണ്ടെന്ന് മുൻകൂട്ടി തീരുമാനിച്ചതുകൊണ്ടാവും പോലീസ് വാഹനം ഒഴിവാക്കിയത് എന്ന് ഗിരീഷ് മനസ്സിലോർത്തു. ഈ കറുത്ത കാറ് തന്നെ എടുക്കാൻ കാരണം അവന്റെ കാറിന്റെ നിറവും സാറിന് അറിയാമായിരിക്കുമോ? അവൻ മനസ്സിൽ ചിന്തിച്ചതാണെങ്കിലും അറിയാതെ വാക്കുകൾ വായിൽ നിന്നും പുറത്തു ചാടി. ഏയ്, അതൊന്നുമല്ലടോ. അവന്റെ പുറകെ പോകുമ്പോൾ രാത്രിയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടെന്ന് കരുതിയാണ് ഈ കാർ എടുത്തത്, അത്രേ ഉള്ളൂ. അത് പറഞ്ഞ് ജേക്കബ് ഗിരീഷിന്റെ മൊബൈൽ വാങ്ങി പരിശോധിക്കാൻ തുടങ്ങി. അതിൽ ആ വീഡിയോ അനങ്ങുന്നില്ല. അത് കണ്ടപ്പോൾ തന്നെ അക്കാര്യം ഗിരീഷിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി. ഗിരീഷിനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ജേക്കബ് തന്നെ അതിനുള്ള ഉത്തരവും പറഞ്ഞു. ഒരുപക്ഷെ അവനൊരു ജാമർ യൂസ് ചെയ്യുന്നുണ്ടാവും. അതൊരു പക്ഷേ സ്പെഷ്യൽ ടൈപ്പ് ജാമറാവും. എന്തെന്നാൽ ജാമർ ഉപയോഗിക്കപ്പെട്ടു എന്നൊരിക്കലും ആ ദൃശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ വിദേശത്ത് നിന്നും കൊണ്ടുവന്നതാവും. അത് കേട്ടപ്പോൾ ഗിരീഷ് സ്വയം ചോദിക്കാൻ തുടങ്ങി. താനറിയാതെ ജേക്കബ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് കേസിലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുമെന്ന് അവൻ മനസ്സിൽ കണക്കുകൂട്ടി. മനസ്സിലെ ചിന്തകൾ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്താതെ ഗിരീഷ് ശ്രദ്ധിച്ചു. അതേസമയം ജേക്കബ് ആകട്ടെ അപ്പോഴും തൻ്റെ നിഗമനത്തിലുള്ള വ്യക്തി തന്നെയാവണേ ആ കഴുകനെന്ന പ്രാർത്ഥനയിലായിരുന്നു. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. ഒരു 10-15ഓളം കിലോമീറ്ററുകൾ അവർ ആ കഴുകന്റെ കാറിനെ പിന്തുടർന്നു പോയി. ചുറ്റും വനാന്തരമുള്ള ഏതോ വഴിയിലൂടെ അവർ കുറച്ചു ദൂരം പിന്നിട്ടതെല്ലാം അവർ തിരിച്ചറിഞ്ഞു. അവിടെ ഇരുവശവും കാടായിരുന്നു. കുറുക്കുവഴി ആയേക്കുമെന്നായിരുന്നു ഗിരീഷിന്റെ നിഗമനം. അത് ശരിയായിരുന്നു താനും. എവിടെ എത്തിയെന്ന് തിരിച്ചറിയാനുള്ള ഒരു സൂചനയും അവർക്ക് ലഭിച്ചില്ല. അവർ കൊടുത്ത വിവരം പ്രകാരം സ്പെഷ്യൽ ടീം വരും എന്നത് തന്നെയായിരുന്നു ജേക്കബിന്റെ വിശ്വാസം.
അവരുടെ വണ്ടി ചെന്ന് കയറിയത് ഒരു ഇടുങ്ങിയ റോഡിലായിരുന്നു. വഴി അവസാനിച്ചെന്ന് മനസ്സിലാക്കിയ ജേക്കബും ഗിരീഷും വണ്ടിയിൽ നിന്നും ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നു. അപ്പോൾ സമയം 1 മണിയോടടുത്തിരുന്നു. ചുറ്റും ചീവീടിന്റെയും വവ്വാൽ പറക്കുന്നതിന്റെയും ശബ്ദം മാത്രം മുഴങ്ങി നിന്നിരുന്നു. ആ ഏകാന്തത അവരുടെ മനസ്സിനെ തെല്ലൊന്ന് ഭയപ്പെടുത്തി. എങ്കിലും ധൈര്യം സ്വരൂപിച്ചവൻ മുന്നോട്ട് നടന്നു. ഒരു നീണ്ട വഴിയായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. ആ വഴിയുടെ തുടക്കത്തിലായി കഴുകന്റെ കാറും. അവർ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. അവൻ കാറിലില്ല, വണ്ടി അവിടെ നിർത്തിയിട്ട് പോയതാണ്. അതവർക്ക് കുറച്ചു ആശ്വാസമേകി. അവർ ഇരുട്ടിനും നിശബ്ദതയ്ക്കും ഭംഗം വരുത്താതെ മുന്നോട്ട് നടന്നു. വളരെ ഇടുങ്ങിയതും ചെറുതും ഇളകി ഉരുളം കല്ലുകൾ നിറഞ്ഞതും ഇരുട്ടിൽ നടക്കുന്നത് ദുർഘടമായിരുന്നു. അതിനു ചുറ്റും കാടും മരങ്ങളുമാണ്. മൊത്തത്തിൽ അതൊരു വനമേഖലയാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ ഇടുങ്ങിയ വഴിയിലൂടെ ഒരു ടോർച്ച് പോലുമില്ലാതെ നടന്ന് മുന്നോട്ട് നീങ്ങി. നടന്നവർ ഒരു ചെറിയ പള്ളിയുടെ മുന്നിലെത്തപ്പെട്ടു. അവിടെ ആരെയും കണ്ടില്ല. വളരെ ശ്രദ്ധയോടെ അവർ മുന്നോട്ട് നീങ്ങി. കാടിനിടയിലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ആ പള്ളിയുടെ ഒരു വശത്തിലൂടെ അവർ പമ്മി നടന്നു. പുറകിലായി സെമിത്തേരി കണ്ടെത്തിയ ഗിരീഷ് ജേക്കബിനെ അത് കാണിച്ചു കൊടുത്ത് കൂടുതൽ ജാഗരൂകനാക്കി. അവർ ആ സെമിത്തേരിക്ക് അടുത്തുള്ള കാടിന്റെ അരികു പിടിച്ചു നടന്നു. സെമിത്തേരിയും കാടിനാൽ ചുറ്റപ്പെട്ടായിരുന്നു കിടന്നിരുന്നത്. ചെറുതെങ്കിലും കല്ലറകൾ കൊണ്ട് നിറഞ്ഞ സെമിത്തേരിയുടെ മുൻഭാഗത്തെങ്ങും അവനെ കാണാൻ സാധിച്ചില്ല. കഴുകൻ കറുത്ത ശരീരം മുഴുവനും മറയ്ക്കുന്ന വസ്ത്രം ധരിച്ചതിനാൽ ഇരുട്ടിൽ ആ രൂപത്തെ കണ്ടെത്തുക വളരെ പ്രയാസമായിരുന്നു. അത് മനസ്സിലാക്കിയ ഗിരീഷ് ഉള്ളിലെ ഭയം അറിയാതെ ജേക്കബിനോട് പങ്കുവച്ചു. സാർ, ഇനി അത് ശരിക്കും വല്ല സാത്താനോ മറ്റോ ആവുമോ? പെട്ടെന്നൊരു ശബ്ദം കേട്ടു. രാത്രി സെമിത്തേരിയിൽ നിൽക്കുന്നതിന്റെ എല്ലാ ഭയവും അവർ രണ്ടുപേരിലും വ്യക്തമായി പ്രകടമായിരുന്നു. ആ നിമിഷത്തിൽ അവർ ഭയന്ന് മുന്നിലുണ്ടായിരുന്ന പൊന്തക്കാട്ടിൽ കൂനിയിരുന്നു പോയി. ഭയത്താൽ ഗിരീഷ് ജേക്കബിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വീണ്ടും ആ ശബ്ദം കേട്ടു. അവർ വീണ്ടും ഭയന്നു. അപ്പോഴേക്കും ജേക്കബിന്റെ മനസ്സിൽ ആ ശബ്ദം കല്ലറ തുറക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അടുത്ത ശബ്ദം വന്നപ്പോഴേക്കും അതൊരു സ്ലാബ് നീങ്ങുന്ന ശബ്ദമാണെന്ന് ജേക്കബ് മനസ്സിലാക്കിയിരുന്നു. അല്പസമയം ശബ്ദമൊന്നും കേട്ടില്ല. സാർ, നമുക്കവനെ ചെന്ന് അറസ്റ്റ് ചെയ്താലോ? ഗിരീഷ് ഈ സാഹചര്യം അവസാനിപ്പിക്കാനായി ജേക്കബിനോട് പറഞ്ഞു. നോ, കുറച്ചുനേരം കൂടി ക്ഷമിക്കണം, ജേക്കബ് കടുത്ത സ്വരത്തിൽ തന്നെ പറഞ്ഞു. അപ്പോഴേക്കും ഗിരീഷ് ഒരു പരുവമായിരുന്നു. പക്ഷെ ഗിരീഷിന്റെ ഉള്ളിലേക്ക് ധൈര്യത്തിന്റെ വെളിച്ചം പടരാൻ അധികം സമയം വേണ്ടി വന്നില്ല. ആ കഴുകൻ തന്റെ സ്ഥിരം രീതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതിന്റെ ഭാഗമായി സെമിത്തേരിയിൽ നടുഭാഗത്തു നിന്നും ഒരു തീജ്വാല പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ വെളിച്ചം ആ സെമിത്തേരി മുഴുവനും പടർന്നു പിടിച്ചു. കഴുകൻ കുത്തി തുറന്ന കല്ലറയിലെ പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ കല്ലറയ്ക്ക് പുറത്ത് ഒരു വശത്ത് കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ പ്രകാശമായിരുന്നു അത്. അവന്റെ സ്ഥിരം കലാപരിപാടി തന്നെ. അതും ജേക്കബിന്റെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെ നടന്നു. അതിനുശേഷം ആർത്തിയോടെ കല്ലറയിലേക്ക് ചാടിയിറങ്ങുന്ന ഒരു രൂപത്തെ ഞൊടിയിടയിൽ അവർ കണ്ടു. ആ കാഴ്ചയിൽ തന്നെ അത് അവരുടെ ഉള്ളിൽ തെല്ലൊരു ഭയം ജനിപ്പിക്കുകയും ചെയ്തു. സാർ, നമുക്ക് പോയവനെ പിടിക്കാം. അതും പറഞ്ഞ് ജേക്കബിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഗിരീഷ് സെമിത്തേരിയുടെ ചുറ്റുമുള്ള കാടിനിടയിലൂടെ പമ്മി നടക്കാൻ തുടങ്ങി. ആ സമയം ജേക്കബ് പോക്കറ്റിൽ നിന്ന് മൊബൈലെടുത്ത് സ്പെഷ്യൽ ടീമിന് മെസ്സേജ് അയച്ചു. പിന്നെ വേഗം ഗിരീഷിനൊപ്പം മറപറ്റി നടന്നു. ഗിരീഷിനെ നയിക്കുന്നത് മുഴുവനും അവന്റെ ഉള്ളിലെ ആകാംക്ഷയാണെന്ന് ജേക്കബ് മനസ്സിലോർത്തു. ഉടനെ കഴുകൻ ഒന്ന് തലയോർത്തി ചുറ്റും നോക്കി. അത് കണ്ടതും അവർ രണ്ടുപേരും നിശ്ചലമായി നിന്നു. കഴുകൻ കല്ലറയ്ക്കുള്ളിലേക്ക് വീണ്ടും താഴ്ന്നു. കാടനക്കം അവൻ കണ്ടു കാണുമോ? ഗിരീഷ് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ജേക്കബ് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. അവർ രണ്ടുപേരും വളരെ സൂക്ഷിച്ചു മുന്നോട്ട് നടന്നു. സെമിത്തേരിയുടെ നടുവിലെ കഴുകൻ കുത്തി തുറന്ന കല്ലറയുടെ നേരെ മുന്നിലെത്തി. ഒരു 50 മീറ്റർ അകലെയായി കഴുകനും അവന്റെ അവസാന കല്ലറയും. ജേക്കബ് ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോഴേക്കും ഗിരീഷിന്റെ കാലടിയൊന്ന് പിഴച്ചു. അവൻ വീഴാൻ പോയതും ജേക്കബ് അവനെ താങ്ങിപ്പിടിച്ചു. ബലവാനായ ഗിരീഷ് വീഴാൻ പോയപ്പോൾ മുന്നിൽ കണ്ട ചെടിയുടെ കൊമ്പിലറിയാതെ കൈകൊണ്ട് പിടിച്ചതും അവരൊളിച്ചിരുന്ന ആ കാടിന്റെ മറ മുഴുവനും ആടിയുലഞ്ഞു. ശബ്ദം കേട്ട് കഴുകൻ തലയുയർത്തി നോക്കി. അത് കണ്ട ഗിരീഷ് പിന്നെ ഒന്നും നോക്കാതെ കാടിനെ കീറി മുറിച്ച് പുറത്തു ചാടി. അവൻ വസ്ത്രങ്ങൾ കത്തുന്ന തീയുടെ വെളിച്ചം പരന്നു കിടക്കുന്ന സെമിത്തേരിയുടെ കഴുകന്റെ നേരെയോടി. ആ ഓട്ടം കല്ലറയുടെ മുന്നിൽ ചെന്ന് അവസാനിച്ചു. കാരണം ആ സമയം കൊണ്ട് കല്ലറ കുഴിയിൽ നിന്നും കഴുകൻ മുഖമുയർത്തിയിരുന്നു. അവന്റെ മുഖം കണ്ടതും ഗിരീഷ് ആകെ ഒന്ന് ഭയന്നു. അത്രയും വിരൂപവും ഭയാനകവുമായിരുന്നു അയാളുടെ മുഖം. തൊട്ടു പിന്നാലെ ഓടി വന്ന ജേക്കബും ആ മുഖം കണ്ട് ഒരു നിമിഷം ഒന്ന് അറച്ചു നിന്നു. ആ മുഖം അപ്പോഴേക്കും ജേക്കബിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. കറുത്തു ചുങ്ങിയ പാടുകളും അവിടെ ഇവിടെയായി അറപ്പ് തോന്നിക്കുന്ന വിധം ഉയർന്നു നിൽക്കുന്ന ഇറച്ചിയും ചുവന്നുകുഴിഞ്ഞ കണ്ണുകളും കരിവാളിച്ച ചുണ്ടുകൾക്കിടയിലൂടെ നീണ്ടിറങ്ങി നിൽക്കുന്ന നാവും കൂർത്ത നീളം പല്ലുകളും ആ മുഖത്തെ അറപ്പു നിറഞ്ഞതാക്കി. അറച്ചു നിൽക്കുന്ന ഗിരീഷിനോട് സെക്കൻഡുകൾ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ജേക്കബ് അലറി. അതവന്റെ വെറും മുഖമൂടിയാണ്, പിടിക്കവനെ. അത് കേട്ടതും ഗിരീഷിന് പോയ ധൈര്യം തിരിച്ചു വന്നു. അവൻ നോക്കുമ്പോൾ കല്ലറയിൽ നിന്നും ഇറങ്ങിയ കഴുകൻ വെല്ലുവിളിച്ചുകൊണ്ടെന്ന പോലെ അവരെ തന്നെ നോക്കി നിൽപ്പാണ്. അത് കണ്ടതും ഗിരീഷ് അവനെ പിടിക്കാനായി മുന്നോട്ട് കുതിച്ചു. ആ കുതിപ്പിൽ അവനെ അടിച്ചിടാനായി കഴുകൻ കൈവീശി. പക്ഷെ ഗിരീഷ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവന്റെ കൈ തടയുകയും അതിൽ പിടുത്തമിടുകയും ചെയ്തു. കൈ പുറകിലേക്ക് തിരിച്ചവനെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൻ സമർത്ഥമായി ഒഴിഞ്ഞു മാറി. അത് ഗിരീഷിനെ ചൊടിപ്പിച്ചു. അവൻ ആഞ്ഞ് കൈ വീശിയടിച്ചു. ആ അടി കൊണ്ട് കഴുകൻ നിലത്ത് വീണു. ഗിരീഷിന്റെ മുഴുവൻ ദേഷ്യവും ശക്തിയും ആ അടിയിൽ വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു.
ജേക്കബ് ഗിരീഷിനെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. പക്ഷെ അപ്പോഴേക്കും കഴുകൻ കല്ലറ കുത്തി തുറക്കാൻ ഉപയോഗിച്ചിരുന്ന കമ്പിപ്പാര കയ്യിലെടുത്തുകൊണ്ട് എണീറ്റു. തലക്ഷണം ഗിരീഷ് തോക്കെടുക്കാനായി കൈ പുറകിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട ജേക്കബ് പിന്നെയും അവനെ വിലക്കി. ഗിരീഷ് കൈ പിൻവലിച്ചു. അപ്പോഴേക്കും കഴുകൻ ആ കമ്പിപ്പാര കൊണ്ടൊന്ന് വീശി. അതിൽ നിന്ന് ഗിരീഷ് ഒഴിഞ്ഞു മാറി. ഇനിയും അവനെ ഇങ്ങനെ നേരിടുന്നത് അത്ര പന്തിയില്ലെന്ന് മനസ്സിലാക്കിയ ജേക്കബ് കൈകൊണ്ട് ഗിരീഷിനോട് പോലീസ് ഭാഷയിൽ എന്തോ ആംഗ്യം കാണിച്ചു. അത് കണ്ടപാടെ ഗിരീഷ് കഴുകന്റെ മുന്നിലേക്ക് ചാടി വീണു. കഴുകൻ കയ്യിലിരുന്ന കമ്പിപ്പാര വീശി. ആ കമ്പിപ്പാര ഗിരീഷിന്റെ തല ലക്ഷ്യമാക്കി വായുൽ ഉയർന്നു. പക്ഷെ ആ പാര ഗിരീഷിന് നേരെ വന്നില്ല. ജേക്കബ് പിന്നിൽ നിന്നും കഴുകന്റെ കൈക്ക് കയറി പിടിച്ചിരുന്നു. അവന്റെ 2 കൈകളും കൂട്ടി പിന്നിലേക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ പിടുത്തം തരാതെ അവൻ വീണ്ടും വിദഗ്ധമായി ഒഴിഞ്ഞുമാറി. പക്ഷെ ആയുധം നഷ്ടമായ കഴുകൻ ഇനിയും അവരോട് ഏറ്റുമുട്ടുന്നത് എളുപ്പമല്ലെന്ന് മനസ്സിലാക്കി തിരിഞ്ഞോടി. അവർ രണ്ടുപേരും നിൽക്കുന്നതിന്റെ എതിർവശത്തേക്കൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ നിന്നും പോലീസുകാർ അവന്റെ മുന്നിലേക്ക് ചാടി വീണു. അത് കണ്ട 2 അടി പുറകോട്ട് വെച്ച കഴുകൻ അമ്പരന്ന് ചുറ്റും നോക്കി. ചുറ്റും നിന്ന് പോലീസ് വളഞ്ഞിരിക്കുന്നു. ആ സെമിത്തേരിയിൽ കഴുകനെയും ജേക്കബിനെയും ഗിരീഷിനെയും അടക്കം 3 പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വട്ടം പോലെ പോലീസ് ചുറ്റുനിന്നും അടുത്തേക്ക് വരുന്നു. ആ പോലീസിന്റെ ചക്രവ്യൂഹം തന്നെ പിടികൂടുമെന്ന് അവന് മനസ്സിലായി. അതെ, താൻ അസാധ്യമെന്ന് കരുതിയത് അവർ സാധ്യമാക്കിയിരിക്കുന്നു. പക്ഷെ എങ്ങനെ? കഴുകൻ ആശ്ചര്യത്തോടെ അവനോട് തന്നെ ചോദിച്ചു. അപ്പോഴേക്കും ഗിരീഷ് പാഞ്ഞെടുത്തിരുന്നു. അവൻ തലയുയർത്തി കഴുകന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ആ ചവിട്ടേറ്റ് കഴുകൻ മണ്ണിൽ മലന്നടിച്ചു വീണു. എഴുന്നേൽക്കാൻ തുടങ്ങും മുമ്പേ വളഞ്ഞു നിന്ന പോലീസുകാർ 2 പേർ വന്നവന്റെ കൈകൾ പിന്നോട്ട് പിടിച്ച് വിലങ്ങണിയിച്ചു. അവനെ മുട്ടിലിരുത്തി. ജേക്കബും ഗിരീഷും അവന്റെ മുന്നിൽ വന്നു നിന്നു. ജേക്കബ് എന്തോ പറയാൻ തുടങ്ങും മുന്നേ ഗിരീഷ് കഴുകന്റെ മുഖം മൂടി വലിച്ചൂരി. അല്പം ദേഷ്യത്തിലുള്ള ഗിരീഷിന്റെ ആ പ്രവൃത്തി കഴുകനെ വേദനിപ്പിച്ചു. മുഖം മൂടി മാറ്റിയതും ആ മുഖം കണ്ട് ഗിരീഷ് ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു. ഇയാളോ? ഗിരീഷിന്റെ വായിൽ നിന്നും വാക്കുകൾ അനുവാദമില്ലാതെ പുറത്തു ചാടി. അതിനുള്ള മറുപടി പോലെ ജേക്കബ് പറഞ്ഞു, നിന്റെ ഈ ഒരു ഫീല് കളയണ്ടെന്ന് കരുതിയാണ് ഞാനിത് മുന്നേ പറയാഞ്ഞത്. എല്ലാം ആദ്യമേ അറിഞ്ഞാൽ പിന്നെ എന്താ ഒരു ത്രില്ലുള്ളത്? പിന്നെ ആരാണ് കഴുകനെന്നറിഞ്ഞാൽ ഇത്രയും നേരമൊന്നും നീ കാത്തു നിൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇവനെ ഇന്നലെ നീ പൊക്കുമായിരുന്നു. നീ അത്രയും നേരമൊന്നും തടഞ്ഞു നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. അതാ, അല്ലാതെ നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നിന്റെ ആവേശം കുറച്ച് കൂടുതലായതുകൊണ്ടാണ്. പിന്നെ അവനൊന്നും നോക്കിയില്ല. കഴുകന്റെ മുഖത്തേക്ക് കൈ വീശിയടിച്ചു. ആ അടി കൊണ്ടതും അയാൾ ചിരിച്ചു. നിർത്തിപ്പോടാ പുന്നാരമോനെ നിന്റെ കൊലച്ചിരി. അയാൾ വീണ്ടും ചിരിച്ചു. ഗിരീഷിന് അവന്റെ ദേഷ്യത്തെ പിടിച്ചു നിർത്താനായില്ല. അവൻ വീണ്ടും കഴുകന്റെ മുഖത്തടിച്ചു. മുട്ടുകുത്തിയിരിക്കുന്ന ആ കഴുകൻ ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു. ഗിരീഷ് അവനെ അവിടെയിട്ട് പലവട്ടം കാലുകൊണ്ട് തൊഴിച്ചു. എന്നിട്ടും അവന്റെ ദേഷ്യം തീർന്നില്ല. അപ്പോഴേക്കും ജേക്കബ് പതിവ് പോലെ ഗിരീഷിനെ തടഞ്ഞു. പിന്നെ കഴുകന്റെ മുന്നിൽ ഒരു മുട്ടു മാത്രം കുത്തി നിന്ന് ജേക്കബ് പറഞ്ഞു, നീയാണ് കഴുകൻ. ഓ സോറി, നീയാണ് കുറ്റവാളിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാലും അതെല്ലാം നീ തന്നെ പറയണം. അതല്ലേ അതിൻ്റെ ഒരു രീതി. നിങ്ങളെനിക്കിട്ട പേരെന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. കഴുകൻ, ശവന്തീനി. അതേടാ, ഞാൻ ശവന്തീനി തന്നെയാ. ശവശരീരത്തിനെ ഭോഗിക്കുന്ന അത്രയും സുഖം ഈ ലോകത്തും മറ്റൊരു രതിഭോഗത്തിനുമില്ല. അതറിയുമോ നിനക്ക്? എൻ്റെ ശവത്തിനെ മാത്രമേ നിനക്ക് തൊടാൻ പറ്റൂ എന്ന വാക്കുകൾ 19 വയസ്സുള്ള എൻ്റെ പഴയ അയൽവക്കക്കാരിൽ നിന്നും കേട്ടപ്പോഴാണ് ഞാൻ ആദ്യമായി അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അവളുടെ മരണം വരെ ഞാൻ കാത്തിരുന്നു. 8 വർഷം കഴിഞ്ഞും അവൾ ചത്തില്ല. അവസാനം അവളെ ഞാൻ തന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊന്നു. അവളുടെ ശരീരത്തിൽ നിന്നാണ് ആ ലഹരി ഞാൻ ആദ്യമായി അറിഞ്ഞത്. പിന്നെ അങ്ങോട്ട് ഞാൻ പല പെണ്ണുങ്ങളുടെയും ശവശരീരങ്ങൾ അവർ മരിച്ച അന്നേ ദിവസം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ അപൂർവമായ കന്യകകളെ കിട്ടാറുള്ളൂ. ജീവനോടെയുള്ളപ്പോൾ പെണ്ണുങ്ങളൊക്കെ പിഴയല്ലേ, പിന്നെ എങ്ങനെയല്ലേ? അതും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പിന്നെ സ്വയം അത് നിർത്തി വീണ്ടും തുടർന്നു. അപ്പോഴേക്കും ഗിരീഷ് ദേഷ്യം കടിച്ചു പിടിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ സംസാരം തുടങ്ങിയതും കഥ കേൾക്കാനെന്ന പോലെ പോലീസുകാർ അവന് ചുറ്റും കൂടി. നിങ്ങൾ എന്ത് കരുതി? എനിക്ക് എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണ്. പക്ഷേ അതിനവർ മരിക്കണമെന്ന് മാത്രം. ഞാനുമായി ബന്ധമുള്ള ഒരു പെണ്ണിനെ പോലും മരണശേഷം ഞാൻ തിരിഞ്ഞു നോക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾ സംശയിക്കും പോലെ ഇതൊരിക്കലും സാത്താൻ സേവയല്ല കേട്ടോ. അതൊക്കെ മനുഷ്യന്മാർ വിശ്വസിക്കുമോ? ഇത് അതിനേക്കാളും എത്രയോ വലിയ ലഹരി തരുന്ന ഒന്നാണ്. നിങ്ങൾ ആ വട്ടൻ്റെ വാക്കും വിശ്വസിച്ചിരിക്കുവാണോ? എന്തു പറയണമെന്ന് വരെ പഠിപ്പിച്ചാണ് ഞാൻ അവനെ പറഞ്ഞയച്ചത്. അതുപോരാഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര പ്രതികളെ ഞാൻ മുന്നിലിട്ട് തന്നു, എത്ര തെളിവുകൾ തന്നു. എന്നിട്ടും വഴി തെറ്റാതെ നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ വന്നെത്തിയല്ലോ. സമ്മതിക്കണം. ഗിരീഷ് ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് തന്നെ ചോദിച്ചു, പറയടാ, ദേവികയുടെ ആത്മഹത്യയിൽ നിനക്ക് പങ്കില്ലേ? അത് കേട്ടതും ആശ്ചര്യഭാവത്തിൽ കഴുകൻ ചോദിച്ചു, ദേവികയോ? അതാരാ? ആത്മഹത്യ ചെയ്തൊരു പെണ്ണിനെ നീ കല്ലറയിൽ കൊണ്ടുപോയി ഉപയോഗിച്ചില്ലേ? അവളെ പറ്റിയാണ് ചോദിക്കുന്നത്. ആ, ഇപ്പോൾ പിടികിട്ടി. ആ മരണത്തിന് എനിക്കൊരു പങ്കുമില്ല. എൻ്റെ അയൽക്കാരിക്കല്ലാതെ അറിഞ്ഞും അറിയാതെയൊന്നും ഞാൻ ഇന്നുവരെയും ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എങ്കിലും അവളൊരു ഒന്നൊന്നര മുതലായിരുന്നു കേട്ടോ. കഴുകൻ തൻ്റെ പഴയ ചിന്തകളിലൂടെ സഞ്ചരിക്കും പോലെ തോന്നിയതും ഗിരീഷ് അവൻ്റെ താടിക്ക് കാലുമടക്കി ഒരു തൊഴി കൊടുത്തു. ജേക്കബ് അത്തവണ മാത്രം ഗിരീഷിനെ വിലക്കിയില്ല. അത് കൊടുക്കണമെന്ന് ജേക്കബിനും തോന്നിയിരുന്നു. ആ കഴുകൻ അവിടെ കിടന്ന് ആകാശവും നോക്കി പറയാൻ തുടങ്ങി, അന്നത്തെ വെള്ളിയാഴ്ച
വൈകിട്ടൊരു 8 മണിയായി കാണും. എനിക്കിപ്പോഴും ഇടവഴികളും കുറുക്കുവഴികളുമാണ് ഇഷ്ടം. അങ്ങനെ അവളുടെ വീടിൻ്റെ മുന്നിലുള്ള വഴി പോയപ്പോൾ തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ അവളുടെ തൂങ്ങിക്കിടക്കുന്ന കാലുകൾ കണ്ട് ഞാൻ വണ്ടി നിർത്തി. ആരും വീട്ടിലില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മെല്ലെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. പിന്നെ അവളുടെ ബോഡി എടുത്ത് നേരെ കുന്നിൻ മുകളിലെ ആളൊഴിഞ്ഞ പള്ളിയിലേക്ക് പോയി. പിന്നെ വീണ്ടും അവൻ്റെ ചിരി തുടർന്നു. ആ അട്ടഹാസം സെമിത്തേരിയിലും പള്ളി പരിസരത്തും മുഴങ്ങി കേട്ടു. അവിടെ നിന്ന് എല്ലാ പോലീസുകാർക്കും അതൊരു അരോചകമായി തോന്നി. ഗിരീഷ് കൈ ചുരുട്ടിയതും ജേക്കബ് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എടോ, നേരം വെളുക്കാറായി. അവനെ ചുരുട്ടി വണ്ടിയിൽ കയറ്റാൻ നോക്ക്. സാർ, നമുക്കിവന് ഈ കല്ലറയിൽ തന്നെ ഇട്ടങ്ങ് മൂടിയാലോ? എന്തിനാ വെറുതെ? ഒന്ന് പോടോ. നാളെ ഇയാളുടെ മിസ്സിംഗ് കേസ് വന്നാൽ കൊലക്കുറ്റം താൻ ഏൽക്കുമോ? ഇവൻ പറയുന്നത് താൻ കേട്ടില്ലേ? ഇവനൊക്കെ നല്ല മുഴുത്ത വട്ടാണ്. എങ്ങനെ നോക്കിയാലും മാനസികാരോഗ്യ കേന്ദ്രത്തിലെ 1-3 വർഷത്തെയോ അല്ലെങ്കിൽ അസുഖം മാറും വരെയുള്ള ചികിത്സ മാത്രമേ ഇവനൊക്കെ കോടതിക്ക് കൊടുക്കാൻ കഴിയൂ. പിന്നെ ഇവനെ കൊണ്ടുപോയി നമ്മൾ എന്ത് കാണിക്കാനാ? ആദ്യം നാറ്റിക്കാം, പിന്നെ ഭ്രാന്താശുപത്രിയിലിട്ട് നരകിപ്പിക്കാം. അത്രയേ ഉള്ളൂ. എടോ, നമ്മൾ നിയമപാലകരാണ്. നമ്മുടെ ജോലി നമ്മൾ ചെയ്തു. ഇനി നീതി നൽകേണ്ടതും ശിക്ഷ വിധിക്കേണ്ടതും കോടതിയാണ്. ജേക്കബിന്റെ നിർദ്ദേശമനുസരിച്ച് ഗിരീഷ് കഴുകനെ പൊക്കിയെടുത്തു. അപ്പോഴേക്കും അവൻ അലറാൻ തുടങ്ങി. എന്നെ വിടടാ, എന്നെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കാവില്ല. തെളിവില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല, ബലാത്സംഗം ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പണമുണ്ട്, പവറുണ്ട്. ഞാൻ പുറത്തു വരുവടാ. നിനക്കൊന്നും എന്നെ ചെയ്യാനാവില്ല. കാണിച്ചു തരാവടാ. ആ വാക്കുകൾ മടക്കയാത്രക്കിടയിലും ജേക്കബിന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ നിന്നും ഒരു മോചനം എന്ന പോലെയായിരുന്നു ഗിരീഷിന്റെ വിളി. സാർ ഉറങ്ങിയോ? ഇല്ല. സാറ് ശ്രദ്ധിച്ചിരുന്നോ? അവന്റെ ദേഹത്തേക്ക് നല്ല അത്തറിന്റെയും സ്പ്രേയുടെയും മണമുണ്ടായിരുന്നു. ഗിരീഷിന്റെ വാക്കുകളിൽ നിന്നും ജേക്കബ് ഒന്ന് ഓർത്തിട്ടെന്ന പോലെ പറഞ്ഞു, ആ ശരിയാ, അതുകൊണ്ടാവാം ഡോഗ് സ്ക്വാഡിനെയൊന്നും സഹായം നമുക്ക് കിട്ടാതെ പോയത്. ജേക്കബ് നീട്ടിയൊന്ന് മൂളി. പക്ഷെ ഗിരീഷ് ആ മറുപടിയിൽ തൃപ്തനായിരുന്നില്ല. അവൻ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. സാർ, എന്താടോ ഗിരീഷേ? അപ്പോൾ നമ്മുടെ വക്കച്ചന്റെ മൊഴിയോ? അതിന്റെ കാരണം സാക്ഷാൽ കഴുകൻ തന്നെ പറഞ്ഞു തന്നില്ലേ? അല്ലേലും എന്തെങ്കിലും കോടതി വട്ടന്റെ മൊഴി കണക്കിലെടുക്കുവോ? അതിന്റെ പിന്നാലെ പോയിരുന്നേൽ നമുക്ക് വട്ടുപിടിച്ചേനെ. അല്ല സാർ, ഇവനാണ് പ്രതിയെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? താനത് അറിയാതെ എന്നെ വിടത്തില്ല അല്ലേ? ഗിരീഷ് അതിനൊരു പുഞ്ചിരി മാത്രമാണ് തിരിച്ചു നൽകിയത്. ജേക്കബ് അതുവരെ ഗിരീഷിൽ നിന്നും മറച്ചുവെച്ച സംഭവങ്ങളുടെ കെട്ടഴിച്ചു. അവന്റെ ചിന്തകൾ പുറകോട്ടോടി. ഓർമ്മകൾ വണ്ടിയിൽ നിന്നും ചാടിയോടി. ആ ഓട്ടം ചെന്നെത്തിയത് ധ്യാനകേന്ദ്രത്തിന്റെ വരാന്തയിലായിരുന്നു. വരാന്തയിൽ തൂണും ചാരി നിന്ന ജേക്കബ് അവിടെ നിന്നും യാത്ര തിരിച്ചത് മനസ്സിൽ തെളിഞ്ഞ കഴുകന്റെ ആൾരൂപത്തിന്റെ വിവരങ്ങൾ അറിയുന്നതിനും തെളിവ് സഹിതം അവനെ പൂട്ടുന്നതിനും വേണ്ടിയായിരുന്നു. ആ യാത്രയിൽ അവന് സഹായമായത് അവന്റെ താമസ സ്ഥലമായ ആ പഞ്ചനക്ഷത്ര ഹോട്ടലും. 1 മാസത്തിലേറെയായി അവൻ അവിടെ താമസിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ അവന്റെ പ്രവൃത്തികൾ അന്വേഷിക്കുന്നതിനായി ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിൽ നിന്നും വെള്ളിയാഴ്ച രാത്രികളിലെ ദൃശ്യങ്ങൾ 10 തൊട്ട് 20 സെക്കൻഡ് വരെ നിശ്ചലമായ രീതിയിലാണ് കാണാൻ കഴിഞ്ഞത്. അവരതത്ര കാര്യമാക്കിയില്ല. പക്ഷെ അതിൽ നിന്നും അവൻ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇലക്ട്രോണിക്സ് ജാമർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ജേക്കബ് മനസ്സിലാക്കി. ജാമർ ഉപയോഗിച്ചെന്ന് വീഡിയോ കണ്ടാൽ അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അത് വിദേശ നിർമ്മിതമാവാനേ സാധ്യതയുള്ളെന്ന് തോന്നിയപ്പോൾ അവിടെ താമസം തുടങ്ങുന്നതിന് മുമ്പുള്ള കഴുകന്റെ വിവരം കൂടി അന്വേഷിച്ചു. അതിൽ നിന്നും മനസ്സിലായി അവൻ അമേരിക്കയിൽ നിന്നും വന്നതാണെന്ന്. അങ്ങനെയെങ്കിൽ ആ ജാമർ വന്ന വഴിയും വ്യക്തം. അമേരിക്കയിലുള്ള ഒരു പരിചയക്കാരൻ്റെ സഹായത്താൽ അവൻ്റെ കൂടുതൽ വിവരങ്ങൾ ജേക്കബ് അന്വേഷിച്ചറിഞ്ഞു. അവിടെ നിന്നും ഒരു മൃതദേഹത്തോട് എന്തോ അപമര്യാദ കാണിച്ചെന്ന കാരണം കൊണ്ട് അവിടെ നിന്നും അവൻ നാട്ടിലേക്ക് പോന്നു. ആ വിവരം ലഭിക്കാൻ അല്പം സമയമെടുത്തു. വെള്ളിയാഴ്ച രാവിലെ വന്ന ഫോൺ കോൾ അതായിരുന്നു. ഇക്കാര്യം അറിഞ്ഞപ്പോഴേ താൻ ഉദ്ദേശിച്ച ആള് തന്നെയാണ് പ്രതിയെന്ന് ജേക്കബ് ഉറപ്പിച്ചു. ഒപ്പം അവിടെ കാണിച്ച അപമര്യാദ തന്നെയാണ് ഇവിടെ കല്ലറയിലും അവൻ കാണിക്കുന്ന അപമര്യാദയെന്ന് ജേക്കബ് തിരിച്ചറിഞ്ഞു. ഇങ്ങോട്ട് നോക്കടാ ജേക്കബേ. എടോ ജേക്കബേ, ആരെയാടോ നീക്ക കൂടി ഇന്നലെ അറസ്റ്റ് ചെയ്തത്? അമ്മച്ചിയുടെ വിളി കേട്ടാണ് ജേക്കബ് കണ്ണു തുറന്നത്. നീ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ആ പാസ്റ്ററെയാണോ? ജേക്കബ് കണ്ണുകൾ തുറക്കാതെ തന്നെ ഉറക്കച്ചടവിൽ നിന്ന് മൂളി. എന്താടാ, നിന്നോട് ഞാൻ ധ്യാനത്തിന് വരാൻ പറഞ്ഞ ദേഷ്യം കൊണ്ടാണോ അയാളെ അറസ്റ്റ് ചെയ്തത്? ഒന്ന് പോവാം അമ്മച്ചി. എന്നതാണേലും നല്ല ഒന്നാന്തരം പ്രസംഗമായിരുന്നു കേട്ടോ. അതും പറഞ്ഞ് അമ്മച്ചി അടുക്കളയിലേക്ക് നടന്നു. ജേക്കബ് കണ്ണു തുറക്കാതെ മനസ്സിലോർത്തു, ഇതിനെല്ലാം കാരണം അവന്റെ അമിതമായ ആത്മവിശ്വാസവും അവന്റെ ആ ഒന്നാന്തരം പ്രസംഗവുമാണ്. വരാന്തയുടെ തൂണുകളിൽ ചാരി നിന്നപ്പോൾ കരഘോഷങ്ങൾക്കിടയിൽ മൈക്കിൽ ഉച്ചത്തിൽ കേട്ടത് വിശ്വാസികളുടെ ഉള്ളിൽ ഭയത്തിന്റെ വിത്ത് വിതയ്ക്കാനുള്ള വാക്കുകളായിരുന്നു. അവൻ നിങ്ങളുടെ മാറിടങ്ങളിൽ പല്ലുകൾ കൊണ്ട് അടയാളമുണ്ടാക്കും. നഖങ്ങൾ നിങ്ങളുടെ യോനിക്ക് ചുറ്റും കുത്തിയിറക്കും. നഖങ്ങളാൽ നിങ്ങളുടെ സുന്ദരമേനിയിൽ അവൻ ചിത്രം വരയ്ക്കും. ചെറുപ്പക്കാരികളാണെങ്കിൽ അവൻ നിങ്ങളുടെ കീഴ്ചുണ്ട് കടിച്ചു പറിക്കും. അത്രയും ആവുമ്പോഴേക്കും സ്വർഗത്തിലെ നിങ്ങളുടെ സ്ഥാനം നഷ്ടമായിരിക്കും. നിങ്ങൾ കരങ്ങൾ കൊട്ടി പ്രാർത്ഥിക്കുവിൻ. അവനിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ കർത്താവിങ്കിൽ പ്രാർത്ഥിക്കുവിൻ. കരങ്ങൾ ചേർത്ത് ഉറക്കി അടിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുവിൻ. അത്രയും കേട്ടപ്പോൾ അന്ന് ജേക്കബിന്റെ മനസ്സിലെ സംശയക്കടലിലെ തിരകൾ ഒരു സുനാമിയായി മാറുകയായിരുന്നു. അതിൽ നിന്നും കഴുകന് രക്ഷപ്പെടാനായില്ല. ജേക്കബ് അവിടെ നിന്നും സുഹൃത്തിന്റെ പത്ര ഏജൻസിയുടെ സഹായത്തോടെ
ശരീരത്തിലെ മുറിവുകളും അവയെക്കുറിച്ചുള്ള വാർത്തകളും വന്നിട്ടില്ലെന്ന് ഉറപ്പാക്കി. പിന്നെ ഓരോ കേസുമായും ബന്ധപ്പെട്ടും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരെയും വിളിച്ച് അത്തരമൊരു വാർത്ത പുറത്തു പോയിട്ടില്ലെന്ന് ഉറപ്പാക്കി. ആ സൂചനകളെല്ലാം അവനിലേക്ക് വിരൽ ചൂണ്ടി പാസ്റ്റർ ജോസഫ് വടക്കുമുറി. മനഃപൂർവ്വമല്ലെങ്കിലും തൻ്റെ പ്രവൃത്തികൾ ജനങ്ങളറിഞ്ഞു. എങ്കിലും അത് നിർത്താതെ അതേ പ്രവൃത്തിയുടെ പേരിൽ ജനങ്ങളെ പറ്റിച്ച് കൊള്ള ലാഭം കൊയ്യാൻ നോക്കി. അതാണ് അവൻ ചെയ്ത തെറ്റ്. അതിനു പുറമെ പോലീസ് പോലും രഹസ്യമാക്കി വെച്ച കാര്യങ്ങൾ പ്രസംഗത്തിലൂടെ വിളിച്ചു പറയുകയും ചെയ്തതാണ് അവനെ പിടിക്കാനുള്ള പ്രധാന കാരണമായത്. അവൻ്റെ ആ ആരും സംശയിക്കാത്ത ഇര തേടാൻ പറ്റിയ സംശയത്തിൻ്റെ നിഴലിൽ നിന്നും അയാളെ സംരക്ഷിച്ചു നിർത്തുന്ന ആ മറ, അതൊരു പാസ്റ്ററുടേതായിരുന്നു. അവൻ ഒളിച്ചിരുന്നതല്ല, പകരം അവൻ്റെ തൊഴിൽ ഭംഗിയായി നടത്തുകയായിരുന്നു. പ്രാർത്ഥനാ കേന്ദ്രവും പഞ്ചനക്ഷത്ര ഹോട്ടലുമായിരുന്നു അവൻ്റെ താവളങ്ങൾ. ടെസ്റ്റ് റിസൾട്ടുകൾ എന്തായാലും ഒത്തുവരും. പിന്നെ അവൻ ആ ഭ്രാന്താശുപത്രിയിൽ കിടന്ന് നരകിക്കും. അങ്ങനെയെങ്കിലും തലമുകളിൽ നിൽക്കുന്ന ആത്മാക്കൾക്ക് ആത്മശാന്തി കിട്ടുമായിരിക്കും. മനസ്സിനെ സമാധാനപ്പെടുത്തി ജേക്കബ് തിരിഞ്ഞു കിടന്നു. പെട്ടെന്ന് ഫോൺ ബെല്ല് കേട്ട് ഒരു മടുപ്പോടെ ഫോൺ ചെവിയിൽ വെച്ചു. ഹലോ, എന്താ ഗിരീശേ? പുതിയ കേസോ? ഇതുപോലെ വല്ല വള്ളിക്കെട്ട് കേസാവോ? ഞാൻ സ്റ്റേഷനിലേക്ക് വരാൻ. ശരി. അതേ മടുപ്പിൽ കിടക്കയിൽ എണീറ്റിരുന്ന ജേക്കബ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇനിയും ഇതുപോലത്തെ വള്ളിക്കെട്ട് കേസൊന്നും വന്ന് പെടാഞ്ഞാൽ മതിയായിരുന്നു. എന്നെ നീ കാത്തോളെ എൻ്റെ കർത്താവേ. കഥ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഒരു വല്ലാത്ത മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോയല്ലേ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കുക. വീണ്ടും നല്ല പുതിയ കഥയുമായി ഞാൻ വരുന്നത് വരെ കുറച്ച് ദിവസം കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.